Hello dear learners. ഇപ്പോൾ നമ്മളുടെ JEE Main പ്രിപ്പറേഷൻസ് എല്ലാം നിങ്ങൾ കാര്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയെന്നറിയാം. അപ്പം എല്ലാ എക്സാംസിനും നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ഡിസ്കസ് ചെയ്ത് നോക്കുന്നത് എന്തുകൊണ്ട് നല്ലതായിരിക്കും, നമുക്ക് ആ എക്സാമിൻ്റെ പാറ്റേൺ ഒക്കെ ഒന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളുടെ ഈ 2023 നമ്മളുടെ മോർണിംഗ് സെഷൻ, അതായത് January 30th നടന്ന എക്സാമിൻ്റെ മോർണിംഗ് സെഷനിലെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. നമ്മളുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കുവാണെങ്കിൽ സെക്ഷൻ എയിൽ the charge flowing in a conductor changes with time as q equal to alpha t minus beta t squared plus gamma tq, where alpha, beta and gamma are constants. The minimum value of current is. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന എക്സ്പ്രഷൻ ഒന്ന് നോക്കിയാൽ നമുക്ക് ചാർജിൻ്റെ എക്സ്പ്രഷൻ തന്നിട്ടുണ്ട് വിത്ത് റെസ്പെക്ട് ടു ടൈം, അല്ലേ? ചാർജ് ആസ് എ ഫംഗ്ഷൻ ഓഫ് ടൈം നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് മിനിമം വാല്യൂ ഓഫ് കറണ്ട് എത്രയാണെന്നാണ്, അല്ലേ? അപ്പം മിനിമം വാല്യൂ ഓഫ് കറണ്ട് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? അപ്പോൾ കറണ്ട് എന്തായാലും നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ചാർജ് തന്നിട്ടുണ്ടെങ്കിൽ കറണ്ട് കണ്ടുപിടിക്കാൻ നമുക്കറിയാം, അല്ലേ? കറണ്ടിൻ്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ എന്താണ്? I of t is equal to dq divided by dt ആണ്, അല്ലേ? അപ്പോൾ I of t is equal to dq divided by dt എന്ന് വരും. അപ്പോൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. അപ്പോൾ എളുപ്പമുള്ളൊരു ഡിഫറൻസിയേഷൻ ആണ്. എന്ത് വരും? ആൽഫ ടിയിൽ ആൽഫ ബീറ്റ ഗാമ എല്ലാം കോൺസ്റ്റൻസ് ആണ്. സോ ദിസ് ഇസ് ആൽഫ മൈനസ് 2 ബീറ്റ ടി പ്ലസ് 3 ഗാമ ടി സ്ക്വയർ എന്ന് വരും, അല്ലെ? ആൽഫ മൈനസ് 2 ബീറ്റ ടി പ്ലസ് 3 ഗാമ ടി സ്ക്വയർഡ് എന്ന് വരും. ഇതാണ് നമ്മളുടെ കറണ്ടിൻ്റെ എക്സ്പ്രഷൻ. ഇനിയിപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്ന മിനിമം വാല്യൂ ഓഫ് കറണ്ട് ആണ്, അല്ലേ? അപ്പോൾ കറണ്ടിൻ്റെ വാല്യൂ എപ്പോഴാണ് മിനിമം ആണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ ആണല്ലോ? അപ്പം കാൽക്കുലസിൻ്റെ ആപ്ലിക്കേഷനാണ് വരുന്നത്, നിങ്ങൾക്കറിയാം. അപ്പോൾ കറണ്ടിൻ്റെ എക്സ്പ്രഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ കറണ്ട് മിനിമം ആകുമ്പോഴോ മാക്സിമം ആകുമ്പോഴോ നമുക്കറിയാം കറണ്ടിൻ്റെ ഡെറിവേറ്റീവ് എന്തായിരിക്കണം? കറണ്ടിൻ്റെ ഡെറിവേറ്റീവ് 0 ആയിരിക്കണം, അല്ലേ? അപ്പോൾ I മിനിമം ആകാനുള്ള കണ്ടീഷൻ എന്താ മക്കളെ? I മിനിമം ആകാനായിട്ടുള്ള കണ്ടീഷൻ എന്താണ്? ഐയുടെ ഡെറിവേറ്റീവ് 0 ആയിരിക്കണം. സോ di/dt എന്ന് പറയുന്നത് 0 ആയിരിക്കണം. ആൻഡ് ഐയുടെ സെക്കൻഡ് ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? d²i/dt² എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കണം. ഓക്കെ ആണല്ലോ? അപ്പോൾ di/dt 0 ആയിരിക്കണം ആൻഡ് d²i/dt² എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് I മിനിമം ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ ആണല്ലോ? അപ്പോൾ I മിനിമം ആണെന്ന് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കണം? അതിനാദ്യം ഏത് ടൈമിലാണ് I മിനിമം ആണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ അത് നമുക്ക് ഈ കണ്ടീഷൻ ഉപയോഗിക്കാം, അല്ലേ? di/dt = 0 എന്നുള്ള കണ്ടീഷൻ ഉപയോഗിച്ചാൽ ഏത് ടൈമിലാണ് നമുക്ക് I മിനിമം ആണെന്ന് കിട്ടും. അപ്പം I മിനിമം കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ di/dt എടുക്കുന്നു. സോ di/dt = 0 എന്ന് ഇക്വേറ്റ് ചെയ്താൽ നമുക്ക് ഡെറിവേറ്റീവ് എടുക്കാം. ആൽഫ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് അതിൻ്റെ ഡെറിവേറ്റീവ് 0 ആണ്. മൈനസ് 2 ബീറ്റ ഇൻറ്റു ടൈമിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്, പ്ലസ് 3 ഗാമ ഇൻറ്റു ടി സ്ക്വയർ. ടി സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് നമുക്കറിയാം 60 ആണ്. സോ പ്ലസ് 6 ഗാമ ഇൻറ്റു ടി എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 0 എന്ന് വരും, ശരിയല്ലേ? അപ്പോൾ അതിൽ നിന്ന് 2 ബീറ്റ ഈസ് ഈക്വൽ ടു 6 ഗാമ ടി എന്ന് എഴുതാം. അതിൽ നിന്ന് ടി ഈസ് ഈക്വൽ ടു ബീറ്റ ഡിവൈഡഡ് ബൈ 3 ഗാമ എന്ന് എഴുതാം. ഓക്കെ ആണല്ലോ? ബീറ്റ ഡിവൈഡഡ് ബൈ 3 ഗാമ എന്ന് എഴുതാം. നമുക്ക് നോക്കിയറിയാം di/dt എന്ന് പറയുന്ന ടേം എന്താണെന്ന് നോക്കിയാൽ ലീനിയർ ഇൻ ടൈം ആണ്, ശരിയല്ലേ? അതായത് ടൈമിൻ്റെ പവർ 1 ആണ്. ഇതൊരു ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് ഇതിന് ഒറ്റ സൊല്യൂഷനേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഈ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഒന്നിൽ കൂടുതൽ സൊല്യൂഷൻസ് വരുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു സംശയം വരേണ്ട കാര്യമുള്ളൂ, മിനിമം ആയിരിക്കുമോ മാക്സിമം ആയിരിക്കും എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ മാത്രം നിങ്ങൾ സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റിലോട്ട് പോയാൽ മതി. അല്ലാത്ത പക്ഷം നമുക്ക് ഇതിൻ്റെ ഒറ്റ സൊല്യൂഷനാണ് കിട്ടിയിരിക്കുന്നത്. അപ്പം ഈ ഒരു ടൈമിൽ മാത്രമേ ഐയുടെ ഡെറിവേറ്റീവ് 0 ആകുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ചോദ്യം മിനിമം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പിക്കാം ഈ ഒരു ടൈമിലായിരിക്കും ഐയുടെ വാല്യൂ മിനിമം ആവുന്നുള്ളൂ, അല്ലേ? അപ്പം I മിനിമം ആകുന്നത് t = β/3 ഗാമ എന്ന് പറയുന്ന ടൈമിലാണ്. അപ്പോൾ ആ ടൈം എടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് ഐയുടെ മിനിമം വാല്യൂ കിട്ടുമല്ലോ. അപ്പോൾ I മിനിമം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? I മിനിമം ഈസ് ഈക്വൽ ടു ദ വാല്യൂ ഓഫ് I അറ്റ് t = β/3 ഗാമ, ശരിയാണല്ലോ? അപ്പോൾ t = β/3 ഗാമ എന്ന് പറയുന്ന ടൈമിലെ ഐയുടെ വാല്യൂ ആണ് I മിനിമം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ദിസ് ഇസ് ഈക്വൽ ടു ആൽഫ മൈനസ് 2 ബീറ്റ ഇൻറ്റു ടൈമിന് പകരം നമ്മൾ ബീറ്റ ഡിവൈഡഡ് ബൈ 3 ഗാമ എന്ന് കൊടുക്കുന്നു. പ്ലസ് 3 ഗാമ ഇൻറ്റു ടി സ്ക്വയറിന് പകരം ബീറ്റ ഡിവൈഡഡ് ബൈ 3 ഗാമ ദ ഹോൾ സ്ക്വയർഡ് എന്ന് കൊടുക്കുന്നു. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് ചെയ്താൽ എന്ത് വരും? സോ ദിസ് ഇസ് ഈക്വൽ ടു ആൽഫ മൈനസ് 2 ബീറ്റ സ്ക്വയർ ഡിവൈഡഡ് ബൈ 3 ഗാമ പ്ലസ് നമുക്കൊരു 3 ഗാമ ക്യാൻസൽ ചെയ്യാം. പോയിട്ട് നമുക്ക് എന്ത് വരും? ബീറ്റ സ്ക്വയർ ഡിവൈഡഡ് ബൈ 3 ഗാമ എന്ന് വരും. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? ആൽഫ മൈനസ് ബീറ്റ സ്ക്വയർ ഡിവൈഡഡ് ബൈ 3 ഗാമ എന്ന് വരും. ഓക്കെ അല്ലേ? ആൽഫ മൈനസ് ബീറ്റ സ്ക്വയർ ഡിവൈഡഡ് ബൈ 3 ഗാമ. ദിസ് ഇസ് എ മിനിമം വാല്യൂ ഓഫ് കറണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ ഏതാ വരുന്നത്? കറക്റ്റ് ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ 4 ആണ് വരുന്നത്, അല്ലേ? ഓപ്ഷൻ 4 ആണ് നമ്മുടെ റൈറ്റ് ആൻസർ വരുന്നത്. സോ ആൽഫ മൈനസ് ബീറ്റ സ്ക്വയർഡ് ബൈ 3 ഗാമയാണ് ഓപ്ഷൻ.
അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ തെർമോഡൈനാമിക്സ് ബേസ്ഡ് ആണ്. ദ പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ റിലേഷൻഷിപ്പ് ഓഫ് ആൻ ഐഡിയൽ ഗ്യാസ് ഒബേസ് ഇക്വേഷൻ PT² equal to a constant. The volume expansion coefficient of the gas will be. അപ്പോൾ മക്കളെ ശ്രദ്ധിച്ച് നോക്കണം. നമുക്കൊരു ഇക്വേഷൻ തന്നിട്ടുണ്ട്, ഒരു പ്രോസസ്സിൻ്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. PT² equal to a constant എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വോളിയം എക്സ്പാൻഷൻ കോഎഫിഷ്യൻ്റ് ഓഫ് ദ ഗ്യാസ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ഐഡിയൽ ഗ്യാസ് ആണെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഐഡിയൽ ഗ്യാസ് ആണെങ്കിൽ നമുക്ക് ഐഡിയൽ ഗ്യാസിൻ്റെ ഇക്വേഷൻ സ്റ്റേറ്റ് അറിയാം. PV is equal to nRT എന്നാണ് നമ്മുടെ ഫോർമുല അല്ലേ? N മോൾസ് ഓഫ് ഗ്യാസ് ആണെങ്കിൽ PV equal to nRT എന്നാണ് നമ്മുടെ ഫോർമുല. ആൻഡ് അത് ഒബേ ചെയ്യുന്ന പ്രോസസ്സിൻ്റെ ഇക്വേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. PT² equal to a constant എന്നാണ് തന്നിരിക്കുന്നത് അല്ലേ? അപ്പോൾ PT² is equal to a constant നമുക്ക് തന്നിട്ടുണ്ട്. ഇനി ഐഡിയൽ ഗ്യാസ് ആയതുകൊണ്ട് നമുക്ക് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ അറിയാം. ദാറ്റ് ഈസ് PV is equal to nRT ആണ്. ഓക്കെ അല്ലേ? ഐഡിയൽ ഗ്യാസ് ആയതുകൊണ്ട് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് നമ്മൾ എഴുതി PV is equal to nRT. ഇനി മക്കളെ നോക്കി, നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? വോളിയം എക്സ്പാൻഷൻ കോഎഫിഷ്യൻറ്റ് കണ്ടുപിടിക്കാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? വോളിയം എക്സ്പാൻഷൻ കോഎഫിഷ്യൻറ്റ്. അപ്പോൾ എന്താ വോളിയം എക്സ്പാൻഷൻ കോഎഫിഷ്യൻറ്റിൻ്റെ ഡെഫിനിഷൻ? ആൽഫ വി എന്നല്ലേ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്? ആൽഫ വി is equal to 1/v into dou v divided by dou t at constant pressure. ശരിയല്ലേ? 1/v into dou v by dou t at constant pressure എന്നാണ് നമ്മൾ വോളിയം എക്സ്പാൻഷൻ കോഎഫിഷ്യൻറ്റ് ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ അതിൽ ഡോ വി ബൈ ഡോ ടി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം പാർഷ്യൽ ഡെറിവേറ്റീവ് ആണ്. അതായത് വി എ ടൈം വെച്ച് മാത്രം നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി. ബാക്കി ടേംസ് എല്ലാം നമുക്ക് കോൺസ്റ്റന്റ് ആയിട്ട് എടുക്കാം. അതായത് പി അതുപോലുള്ള കാര്യങ്ങളെല്ലാം, അതായത് വോളിയം ആസ് എ ഫംഗ്ഷൻ ഓഫ് ടൈം മാത്രമാണെന്ന് നിങ്ങൾ വിചാരിക്കുക. ബാക്കി പ്രഷർ കോൺസ്റ്റന്റ് ആണ് നമ്മൾ അസ്യൂം ചെയ്തിരിക്കുവാണ്. അപ്പോൾ കോൺസ്റ്റന്റ് പ്രഷറിൽ വിയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടി. ഓക്കെ അല്ലേ? അപ്പോൾ വി എന്ന് പറയുന്ന ടി എന്ന് പറയുന്ന ഒരു വേരിയബിളിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ടി ആണ് അവിടുത്തെ വേരിയബിൾ. വോളിയത്തിൻ്റെ എക്സ്പ്രഷൻ അപ്പോൾ നമുക്ക് വേണം. ശരിയല്ലേ? നമുക്ക് തന്നിരിക്കുന്ന PT² equal to a constant ആണ്. ഇതിലെവിടെയും വോളിയത്തിൻ്റെ ടൈം വന്നിട്ടില്ല. പക്ഷെ ഐഡിയൽ ഗ്യാസ് ആണെന്ന് പറഞ്ഞതുകൊണ്ട് നമുക്ക് പ്രഷറിൽ നിന്നും വോളിയത്തിൻ്റെ എക്സ്പ്രഷൻ നമുക്ക് എഴുതാൻ സാധിക്കുമല്ലോ. അല്ലെങ്കിൽ പ്രഷറിനെ നമുക്ക് വോളിയത്തിൻ്റെ ടേംസിൽ എഴുതാൻ സാധിക്കുമല്ലോ. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് വോളിയത്തിനെ ടെമ്പറേച്ചറിൻ്റെ ഫംഗ്ഷനിലോട്ട് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് വോളിയത്തിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടെമ്പറേച്ചർ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ശരിയല്ലേ? അപ്പോൾ അതാണ് നമ്മുടെ പ്രൊസീജിയർ. അപ്പോൾ അതാ നോക്കുക, ഇവിടെ നിന്ന് നമുക്ക് P എന്താണെന്ന് എഴുതാം. P is equal to nRT divided by V എന്ന് വരുമല്ലോ. nRT divided by V. അപ്പോൾ അതെടുത്ത് നേരെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ വി ഗെറ്റ് nRT divided by V into T² is equal to a constant എന്ന് വരും. ശരിയല്ലേ? ഇനി ഇതുണ്ട് T into T² T³ ആവും അല്ലേ? T into T² T³ ആകും. കൂടാതെ N R ഇവിടെ കോൺസ്റ്റൻസ് ആണ്. ഓക്കെ ആണല്ലോ? N R കോൺസ്റ്റൻസ് ആണ്. നമ്പർ ഓഫ് മോൾസും അതുപോലെ നമ്മുടെ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആണ് R. ഇത് രണ്ടും നമുക്ക് കോൺസ്റ്റൻസ് ആയതുകൊണ്ട് ഇതിനെ നമുക്ക് റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോകാം. അപ്പോൾ ഒരു കോൺസ്റ്റന്റ് ഡിവൈഡഡ് ബൈ അനദർ കോൺസ്റ്റന്റ് എന്ന് പറയുമ്പോഴത്തേക്കിനും അത് മൊത്തത്തിൽ ഒരു കോൺസ്റ്റന്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ ഈ N R നമുക്ക് ഈ കോൺസ്റ്റന്റിനകത്തോട് ഡിസോൾവ് ചെയ്യിക്കാം അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? T³ divided by V is equal to a constant എന്ന് വരും. ഓക്കെ ആണല്ലോ? അപ്പോൾ അതിൽ നിന്ന് ഞാൻ V is equal to some constant times T³ എന്ന് ഞാൻ എഴുതി. വോളിയം is equal to some constant times T³ എന്ന് ഞാൻ എഴുതി. ഓക്കെ ആണല്ലോ? കാരണം T³ by V കോൺസ്റ്റന്റ് ആയതുകൊണ്ട് V equal to a constant times T³ എന്ന് ഞാൻ എഴുതി. C ഒരു കോൺസ്റ്റന്റ് ആണ്. ഇനി നമുക്ക് ഡോ വി ബൈ ഡോ ടി കണ്ടുപിടിക്കാമല്ലോ. അപ്പോൾ ബാക്കി എല്ലാ ടേംസോടെ ചേർന്ന് നമ്മളൊരു കോൺസ്റ്റന്റ് ആക്കി മാറ്റി. അതുകൊണ്ട് നിങ്ങൾ സിംപ്ലി എന്ത് ചെയ്താൽ മതി? ഓർഡിനറി ഡെറിവേറ്റീവ് തന്നെ എടുത്താൽ മതി. സോ ഇറ്റ് ഇസ് ഡോ വി ബൈ ഡോ ടി നമുക്ക് ചെയ്താൽ എന്ത് വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു C ഇൻറ്റു T³ ഡെറിവേറ്റീവ് നമുക്കറിയാം 3T² ആണ് വരുന്നത് അല്ലേ? സോ ഇറ്റ് ഈസ് C ഇൻറ്റു 3T² എന്ന് പറഞ്ഞുകൊണ്ട് വന്നു. അല്ലെങ്കിൽ 3CT² നമുക്ക് എഴുതാം. 3CT² എന്ന് കിട്ടി. ഇനിയിപ്പോൾ ആൽഫ വി കണ്ടുപിടിക്കാൻ 1/v ഇൻറ്റു ഡോ വി ബൈ ഡോ ടി ആണ്. വിയുടെ എക്സ്പ്രഷൻ നമുക്കറിയാം. അതുകൊണ്ട് ആൽഫ വി നമുക്ക് എങ്ങനെ എഴുതാം? ആൽഫ വി ഇസ് ഈക്വൽ ടു 1/v എന്ന് പറയുമ്പോൾ 1/c/T³ വരും. ഇൻറ്റു ഡോ വി ബൈ ഡോ ടി ദാറ്റ് ഈസ് 3C ഇൻറ്റു T² എന്ന് പറഞ്ഞുകൊണ്ട് വരും. ഓക്കെ അല്ലേ? അപ്പോൾ അതിൻ്റെ C നമുക്ക് ക്യാൻസൽ ചെയ്യാം. T³ T² നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് വരും? പോയിട്ട് 3 divided by T എന്ന് വരും. ഓക്കെ അല്ലേ? 3 divided by T എന്ന് വരും വോളിയം എക്സ്പാൻഷൻ കോഎഫിഷ്യൻറ്റ്. അപ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ 4 ആണ്. 3 divided by T എന്നാണ് നമ്മളുടെ ഉത്തരം വരുന്നത്. 3 divided by T. ഇനിയിപ്പോൾ അടുത്തതായിട്ട് a person has been using spectacles of power -1 diopter for distant vision and a separate reading glass of power 2 diopters. What is the least distance of distinct vision for this person? അപ്പം റയോപ്റ്റിക്സ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്.
അപ്പോൾ നമ്മൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന നോക്കിയാൽ ഒരു ആൾ ഒരു സ്പെക്ടക്കിൾ യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ പവർ എന്ന് പറഞ്ഞാൽ -1 ഡയോപ്റ്ററാണ്. ഡിസ്റ്റൻറ്റ് വിഷന് വേണ്ടിയിട്ടാണ് അദ്ദേഹം അത് യൂസ് ചെയ്യുന്നത്. അതല്ലെങ്കിൽ തന്നെ നമുക്ക് ഡേറ്റ കണ്ടാൽ പറയാൻ പറ്റും -1 ഡയോപ്റ്റർ പവറാണ് യൂസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ -1 ഡയോപ്റ്റർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം കോൺകേവ് ലെൻസ് ആണ് അദ്ദേഹം കറക്റ്റീവ് ലെൻസായിട്ട് യൂസ് ചെയ്യുന്നത്. കോൺകേവ് ലെൻസാണ് കറക്റ്റീവ് ലെൻസായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം പ്രശ്നം എന്ന് പറഞ്ഞാൽ നിയർ സൈറ്റഡ്നെസ് ആണ്, അല്ലെങ്കിൽ മയോപ്പിക് ആണ് അല്ലേ. ആൾ മയോപ്പിക് ആണ്. അപ്പം ഡിസ്റ്റൻറ്റ് വിഷൻ അദ്ദേഹത്തിന് അത്രയും ക്ലിയർ ആയിരിക്കത്തില്ല. ഡിസ്റ്റൻറ്റ് വിഷനിലായിരിക്കും പ്രശ്നം ഉണ്ടാകുന്നത്. അടുത്തുള്ള കാര്യങ്ങളെ കാണാൻ പറ്റുള്ളൂ, ദൂരേക്കുള്ള കാര്യങ്ങൾ ബ്ലേർഡ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ കറക്റ്റീവ് ലെൻസായിട്ട് നമ്മൾ കോൺകേവ് ലെൻസാണ് ഉപയോഗിക്കുന്നത്. കോൺകേവ് ലെൻസിൻ്റെ പവർ -1 ഡയോപ്റ്ററാന്ന് നമുക്കറിയാം. ഓക്കെ ആണല്ലോ. ഇനിയിപ്പോൾ അതുകൂടാതെ ഒരു സെപ്പറേറ്റ് റീഡിംഗ് ഗ്ലാസും കൂടെ അദ്ദേഹം യൂസ് ചെയ്യുന്നുണ്ട്. ആ ഗ്ലാസിൻ്റെ പവർ 2 ഡയോപ്റ്റേഴ്സ് ആണ്. അപ്പോൾ അത് പോസിറ്റീവാണ്. ദാറ്റ് മീൻസ് ഇറ്റ്സ് എ കോൺവെക്സ് ലെൻസ് അല്ലേ. അപ്പോൾ ഒരു സെപ്പറേറ്റ് റീഡിംഗ് ഗ്ലാസ് കൂടെ ഉപയോഗിക്കുന്നുണ്ട്. 2 ഡയോപ്റ്റർ പവർ ഉള്ളൊരു ഗ്ലാസ് ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് വിഷൻ ഫോർ ദിസ് പേഴ്സൺ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇതിനകത്ത് കുറച്ച് പേരെങ്കിലും ഈ 1 ഡയോപ്റ്ററിൻ്റെ കാര്യത്തിൽ കുറച്ച് കൺഫ്യൂസ്ഡ് ആവാൻ സാധ്യതയുണ്ട്. കാരണം അത് ഇതിനകത്ത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഓക്കെ ആണല്ലോ. അതായത് ഇപ്പോൾ ഒരു ആവറേജ് ഹ്യൂമൻ പേഴ്സൺ ആണ്, അതായത് പ്രത്യേകിച്ച് അതിൽ ഡിഫക്റ്റുകളൊന്നും ഇല്ലാത്ത ഒരാളുടെ കാര്യം വെച്ചിട്ട് ചോദിക്കുവാണെങ്കിൽ ഈ ഫസ്റ്റ് ലൈൻ്റെ ആവശ്യം ഇതിനകത്ത് വരുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ ആണല്ലോ. അപ്പോൾ ഫസ്റ്റ് ലൈന് പ്രത്യേകിച്ച് അതിനകത്ത് നിങ്ങൾ കൂടുതൽ കൺഫ്യൂസ്ഡ് ആവേണ്ട കാര്യമില്ല. അയാൾക്കൊരു ഡിഫക്റ്റ് ഉണ്ടായിരുന്നു, അയാൾ മയോപ്പിക് ആയിരുന്നു. അപ്പോൾ അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി അയാൾ ഓൾറെഡി ഒരു ലെൻസ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ സാധാരണ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഡിഫക്റ്റ് ഇല്ലാത്ത ഐ എങ്ങനെയാണോ വർക്ക് ചെയ്യുന്നത്, അപ്പോൾ അതുപോലെ ആയിരിക്കും ആ കണ്ണ് വർക്ക് ചെയ്യുന്നുള്ള രീതിയിൽ നിങ്ങൾ ഇമാജിൻ ചെയ്താൽ മതി. അപ്പോൾ -1 ഡയോപ്റ്റർ നമ്മളെ ഒരു കാരണവശാലും നമ്മളെ അഫക്റ്റ് ചെയ്യുന്നില്ല ഇതിനകത്ത്. അപ്പോൾ ഡിസ്റ്റൻറ്റ് വിഷൻ അയാൾ ഓൾറെഡി കറക്റ്റ് ചെയ്തിട്ടുണ്ട്. കറക്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കറിയാം നോർമൽ ഡിസ്റ്റൻസ് ഓഫ് നോർമൽ വിഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 25 സെൻറ്റിമീറ്റർ ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ 25 സെൻറ്റിമീറ്റർ തന്നെയായിരിക്കും ഇവിടെയും ഡിസ്റ്റൻസ് ഓഫ് നോർമൽ വിഷനായിട്ട് വരുന്നത്, അയാൾ കറക്റ്റീവ് ലെൻസ് ഉപയോഗിച്ചത് കാരണം അല്ലേ. ഇനിയിപ്പോൾ നമുക്കൊരു സെപ്പറേറ്റ് റീഡിംഗ് ലെൻസും കൂടെ ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ പവർ 2 ഡയോപ്റ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ലീസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഡിസ്റ്റൻറ്റ് വിഷൻ എത്ര വരുമെന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മളെങ്ങനെ ചെയ്യും? അപ്പോൾ നമുക്കറിയാം ഇവിടെ ഈ ഒരു ഗ്ലാസിൻ്റെ കാര്യം മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി. അപ്പോൾ ഗ്ലാസിൻ്റെ പവർ 2 ഡയോപ്റ്റേഴ്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് 1/f നമുക്ക് തന്നിട്ടുണ്ട് 2 ഡയോപ്റ്റേഴ്സ് ആണ് അല്ലേ. 2 ഡയോപ്റ്റേഴ്സ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ 2 ഡയോപ്റ്റേഴ്സ് പറഞ്ഞാൽ നമുക്കറിയാം ദാറ്റ് ഈസ് 2 മീറ്റർ ഇൻവേഴ്സ് ആണ്. സോ ദാറ്റ് ഈസ് 2/100 സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് എന്ന് വരും. ഓക്കെ ആണല്ലോ. 2/100 സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് എന്ന് വരും. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫോക്കൽ ലെങ്തിൻ്റെ റെസിപ്രോക്കൽ അല്ലെങ്കിൽ പവർ ഓഫ് ദാറ്റ് ലെൻസ് എന്ന് പറയുന്നത് 2/100 സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് ആണ് വരുന്നത്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ലീസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഡിസ്റ്റൻറ്റ് വിഷൻ ആണ്. ഓക്കെ അല്ലേ. അപ്പം നമുക്കറിയാം ഡിസ്റ്റൻസ് ഓഫ് നോർമൽ വിഷൻ എന്ന് പറഞ്ഞാൽ 25 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഡിസ്റ്റൻറ്റ് വിഷൻ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഡിസ്റ്റൻസ് ഓഫ് നോർമൽ വിഷൻ നമുക്ക് 25 സെൻറ്റിമീറ്റർ ആയിട്ട് എടുക്കാം. അപ്പം 25 സെൻറ്റിമീറ്ററിൽ ഒരു ബുക്ക് അദ്ദേഹം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇമേജ് എവിടെ ഫോം ചെയ്യുന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. കാരണം ലീസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഡിസ്റ്റൻസ് വിഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പോൾ നമുക്ക് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് നമുക്ക് -25 സെൻറ്റിമീറ്റർ ആയിട്ട് നമുക്ക് എടുക്കാം. ദാറ്റ് ഈസ് ഡിസ്റ്റൻസ് ഓഫ് നോർമൽ വിഷൻ ആണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് v എത്ര വരുമെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ലെൻസ് ഇക്വേഷൻ അറിയാം. ദാറ്റ് ഈസ് 1/v - 1/u = 1/f എന്നാണ്. അതിൽ നിന്ന് 1/v = 1/u + 1/f എന്ന് നമുക്ക് എഴുതാം. ഓക്കെ അല്ലേ. അപ്പോൾ നമുക്ക് വാല്യൂസ് എല്ലാം കൊടുക്കുവാണെങ്കിൽ 1/v = 1/u ദാറ്റ് ഈസ് -1/25 + 1/f എന്ന് പറയുമ്പോഴത്തേക്കും +2/100 എന്ന് വരും. 2/100. അപ്പോൾ നമുക്കിവിടെ ഒരു 100 കോമൺ ഡിനോമിനേറ്റർ ആക്കാൻ വേണ്ടി ഞാൻ ഈ ടൈമിനെ 4 ഇട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ ദിസ് ഇസ് -4/100 + 2/100 എന്ന് വരും, വിച്ച് ഇസ് -2/100 എന്ന് വരും അല്ലേ. ഇറ്റ് ഈസ് -2/100. സോ ഇറ്റ് ഈസ് -1/50 സെൻറ്റിമീറ്റർ എന്ന് വരും. -1/50 സെൻറ്റിമീറ്റർ ഇൻവേഴ്സ്. അപ്പോൾ അതിൽ നിന്ന് v നമുക്ക് കിട്ടും. v = -50 സെൻറ്റിമീറ്റർ ആണ് വരുന്നത്. സോ ദാറ്റ് മീൻസ് ഡിസ്റ്റൻസ് ഓഫ് ലീസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഡിസ്റ്റൻറ്റ് വിഷൻ എന്ന് പറഞ്ഞാൽ 50 സെൻറ്റിമീറ്റർ ആയിരിക്കും വരുന്നത് അല്ലേ. ലീസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഡിസ്റ്റൻസ് വിഷൻ എന്ന് പറഞ്ഞാൽ 50 സെൻറ്റിമീറ്റർ ആണ് നമുക്ക് വരുന്നത്. അപ്പോൾ 50 സെൻറ്റിമീറ്റർ ഓപ്ഷൻ 4 ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ വരുന്നത്. ഇപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, ആസ് പെർ ദ ഗിവൺ ഫിഗർ എ സ്മോൾ ബോൾ p slides down the quadrant of a circle and hits the other ball q of equal mass which is initially at rest. Neglecting the effect of friction and assume the collision to be elastic, the velocity of ball q after collision will be. അപ്പോൾ കണ്ടാൽ തന്നെ അറിയാം നമുക്ക് വർക്ക് എനർജി പവറുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ കൺസർവേഷൻ ഓഫ് എനർജി ആൻഡ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം അതൊക്കെ ബന്ധപ്പെടുത്തി നമ്മൾ ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കുറേ പേർക്കെങ്കിലും ഇതിൻ്റെ റിസൾട്ട് ഡയറക്റ്റായിട്ട് എഴുതാനായിട്ട് സാധിക്കും.
അപ്പം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് കണ്ട് പി എന്ന് പറയുന്നൊരു ബോളുണ്ട്. അപ്പോൾ അതിനൊരു ക്വാഡ്രൻ്റ് ഉണ്ട് സർക്കിളിൻ്റെ. ഓക്കെ അല്ലേ? അപ്പോൾ ആ സർക്കിളിൻ്റെ റേഡിയസ് 20 സെൻറ്റിമീറ്റർ ആണ്. അതിൻ്റെ ഒരു ക്വാഡ്രൻറ്റിൻ്റെ ടോപ്പിൽ നിന്നാണ് നമ്മൾ അതിനെ ഡ്രോപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസും എത്ര തന്നെയായിരിക്കും? ഈ ഒരു ഡിസ്റ്റൻസും റേഡിയസ് തന്നെയായിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു 20 സെൻറ്റിമീറ്റർ ആയിരിക്കും. അപ്പോൾ ഗ്രൗണ്ടിൽ നിന്നും 20 സെൻറ്റിമീറ്റർ ഹൈറ്റിൽ നിന്നാണ് നമ്മൾ ഒബ്ജക്റ്റിനെ ഡ്രോപ്പ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഹിറ്റ്സ് അനദർ ബോൾ ക്യൂ ഓഫ് ഈക്വൽ മാസ് വിച്ച് ഇസ് ഇനിഷ്യലി അറ്റ് റെസ്റ്റ്. അപ്പോൾ ആ ക്വാഡ്രൻറ്റിൻ്റെ ബോട്ടത്തിൽ, അതായത് ഗ്രൗണ്ടിൽ ക്യൂ എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് വെച്ചിട്ടുണ്ട്. അതിനും അതേ മാസ് തന്നെയാണ്, ഈക്വൽ മാസ്സാണ്. രണ്ട് പേർക്കും ഒരേ മാസ്സാണ് കേട്ടോ. ഇവൻ്റെ മാസും എം ആണെങ്കിൽ ഇവൻ്റെ മാസും എം തന്നെയാണ്. അപ്പോൾ ഇതിനെ വന്ന് കൊളൈഡ് ചെയ്യുവാണ്. അപ്പോൾ നെഗ്ലക്റ്റിംഗ് ദ എഫക്ട് ഓഫ് ഫ്രിക്ഷൻ ആൻഡ് അസ്യൂം ദ കൊളീഷൻ ടു ബി ഇലാസ്റ്റിക്. അപ്പോൾ ഒരു പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് കൊളീഷനാണ്. അങ്ങനെയാണെങ്കിൽ വെലോസിറ്റി ഓഫ് ബോൾ ക്യൂ ആഫ്റ്റർ കൊളീഷൻ എത്രയായിരിക്കും എന്നാണ് ചോദ്യം. നമുക്ക് പ്രെറ്റി എവിഡൻ്റ് ആണ് ആൻസർ. കാരണം പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് കൊളീഷനിൽ 2 ഐഡൻറ്റിക്കൽ മാസസ് ഉണ്ട്. ഒരു മാസ് റെസ്റ്റിലും മറ്റേ മാസ് മോഷനിലുമാണെന്നുണ്ടെങ്കിൽ ബിഫോർ കൊളീഷൻ എം ഒരു വി വെലോസിറ്റിയിൽ വന്ന് റെസ്റ്റിലിരിക്കുന്ന എമ്മിനെ കൊളൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം വെലോസിറ്റി എക്സ്ചേഞ്ച് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ആദ്യത്തെ ഒബ്ജക്റ്റ് റെസ്റ്റിലോട്ട് വരും ആൻഡ് അതിൻ്റെ മുഴുവൻ വെലോസിറ്റി ആർക്ക് കിട്ടും? രണ്ടാമത്തെ ഒബ്ജക്റ്റിന് കിട്ടും. അപ്പോൾ ഇവൻ താഴെ എത്തി ഇടിക്കുന്നതിന് മുന്നേ പിയുടെ വെലോസിറ്റി എത്രയാണോ ആ മുഴുവൻ വെലോസിറ്റി ആരിലോട്ട് ട്രാൻസ്ഫർ ചെയ്യപ്പെടും? ക്യൂവിലോട്ട് ട്രാൻസ്ഫർ ചെയ്യപ്പെടും അല്ലേ. അതുകൊണ്ടാണ് പറഞ്ഞത് എളുപ്പമാണ് ചെയ്യാനായിട്ട്. കാരണം രണ്ടും ഈക്വൽ മാസസ് ആയതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ കിട്ടിയത്. ഈക്വൽ മാസസ് ആണെങ്കിൽ നമുക്കറിയാം പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് കൊളീഷനിൽ ഒരാളുടെ വെലോസിറ്റി പൂർണ്ണമായിട്ടും മറ്റേ ആളിലേക്ക് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇത് താഴെ എത്തുമ്പോഴുള്ള വെലോസിറ്റി നമുക്ക് കണ്ടുപിടിച്ചാൽ മതി. പി താഴെ എത്തുമ്പോഴുള്ള വെലോസിറ്റി അതിന് നിങ്ങൾക്കറിയാം കൺസർവേഷൻ ഓഫ് എനർജി അപ്ലൈ ചെയ്യേണ്ട കാര്യമല്ലേ ഉള്ളൂ. കൺസർവേഷൻ ഓഫ് എനർജി അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പൊട്ടൻഷ്യൽ എനർജി അറ്റ് ദിസ് പോയിന്റ് നമുക്ക് 0 ആയിട്ട് സെറ്റ് ചെയ്യാം അല്ലേ. ഗ്രൗണ്ടിലെ പൊട്ടൻഷ്യൽ എനർജി നമ്മൾ റെഫറൻസ് പോയിന്റ് ആയിട്ട് എടുക്കുന്നു, 0 ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതൊരു h ഹൈറ്റ് മേളിലിരിക്കുവാണ്. ഇനിഷ്യലി ഈ ഒബ്ജക്റ്റ് റെസ്റ്റിലായിരുന്നു. അപ്പോൾ അതിന് കൈനറ്റിക് എനർജി ഇല്ല, പൊട്ടൻഷ്യൽ എനർജി മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരു h ഹൈറ്റ് അല്ലെങ്കിൽ ഒരു r ഹൈറ്റ് മേളിലിരിക്കുന്ന ഒബ്ജക്റ്റിൻ്റെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുമ്പോൾ mgh ആണ് വരുന്നത് അല്ലേ. mgh is equal to, ഇനിയിപ്പോൾ താഴെ എത്തുമ്പോൾ അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി 0 ആകും. കാരണം ഗ്രൗണ്ടിലെ പൊട്ടൻഷ്യൽ എനർജി നമ്മൾ 0 ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടെ അതിന് കൈനറ്റിക് എനർജി മാത്രമേ ഉള്ളൂ. അപ്പോൾ താഴെ എത്തുമ്പോൾ അതിൻ്റെ കൈനറ്റിക് എനർജി ½ നമുക്ക് എഴുതാം. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതിൻ്റെ എം ക്യാൻസൽ ചെയ്യാം. അതിൽ നമുക്ക് v² is equal to 2gh എന്ന് വരും. അല്ലെങ്കിൽ v is equal to √2gh എന്ന് വരും. ഓക്കെ അല്ലേ. v is equal to √2gh എന്ന് വരും. അപ്പോൾ ഇതാണ് പിയുടെ വെലോസിറ്റി വെൻ ഇറ്റ് റീച്ചസ് ദ ബോട്ടം ഓഫ് ദ ക്വാഡ്രന്റ് അല്ലേ. ഗ്രൗണ്ടിൽ എത്തുമ്പോൾ അതിൻ്റെ വെലോസിറ്റി √2gh ആണ്. ഈ വെലോസിറ്റിയിലാണ് പി ക്യൂവിനെ വന്ന് കൊളൈഡ് ചെയ്യുന്നത്, ശരിയല്ലേ. അപ്പം പിയുടെ വെലോസിറ്റി ക്യൂവിലോട്ട് ട്രാൻസ്ഫർ ചെയ്യപ്പെടും, ക്യൂവിൻ്റെ സ്റ്റേറ്റ് പിയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യപ്പെടും. അപ്പോൾ ക്യൂ ഇനിഷ്യലി റെസ്റ്റിലായിരുന്നു. അപ്പോൾ പി വന്ന് ക്യൂവിനെ കൊളൈഡ് ചെയ്യുമ്പോൾ പി റെസ്റ്റിലാവും, ക്യൂ പിയുടെ അതേ വെലോസിറ്റിയിൽ തന്നെ പോകും. അപ്പോൾ നമുക്കറിയാം എക്സ്പ്രഷൻ എങ്ങനെ വരേണ്ടത്. അപ്പോൾ ക്യൂവിൻ്റെ വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി തന്നെ ആയിരിക്കുമല്ലോ. ദാറ്റ് ഈസ് ഈക്വൽ ടു √2gh വരും. അപ്പോൾ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ എച്ചിൻ്റെ വാല്യൂ 6 ആണ്. സോ ദാറ്റ് ഈസ് √2 ഇൻറ്റു g 10 m/s² ആണ്. ഇൻറ്റു ഹൈറ്റ് എന്ന് പറയുന്നത് 20 സെൻറ്റിമീറ്റർ ആണ്. സോ വി ക്യാൻ ടേക്ക് ഇറ്റ് എസ് 0.2 മീറ്റർ അല്ലേ. അപ്പോൾ 10 ഇൻറ്റു 0.2 നമുക്കറിയാം 2 വരും. 2 ഇൻറ്റു 2 റൂട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 2 m/s എന്നാണ് ഉത്തരം വരുന്നത്. 2 m/s നമുക്ക് ആൻസർ വരും. അപ്പോൾ അത് വളരെ ഡയറക്റ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. 2 m/s. അടുത്ത ക്വസ്റ്റ്യൻ, ചൂസ് ദ കറക്റ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ പോസോൺ റേഷ്യോ, ബൾക്ക് മോഡുലസ് ആൻഡ് മോഡുലസ് ഓഫ് റിജിഡിറ്റി ഓഫ് എ ഗിവൺ സോളിഡ് ഒബ്ജക്റ്റ്. ഓക്കെ. അപ്പോൾ നമുക്കറിയാം അല്ലേ, മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് പഠിച്ചിട്ടുള്ള റിലേഷൻസ് ഒക്കെ വെച്ച് തന്നെ നമുക്ക് കണ്ടെത്താൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഡയറക്റ്റ് ഫോർമുല അറിയാമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് കാര്യമായിട്ടൊന്നും ചെയ്യാനായിട്ടില്ല, ജസ്റ്റ് റീഅറേഞ്ച് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഉത്തരം കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് നോക്കി എല്ലാ ഓപ്ഷനും നിങ്ങൾ നോക്കുവാണെങ്കിൽ പോസോൺസ് റേഷ്യോ ആണ് നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ടത്. പോസോൺസ് റേഷ്യോ നിങ്ങൾ ബൾക്ക് മോഡുലസിൻ്റെയും അതുപോലെ റിജിഡിറ്റി മോഡുലസിൻ്റെയും ടേംസിൽ നിങ്ങൾക്ക് എക്സ്പ്രസ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ യങ്സ് മോഡുലസും ബൾക്ക് മോഡുലസും പോസോൺസ് റേഷ്യോയും കണക്ട് ചെയ്യുന്ന ഒരു ഫോർമുല അറിയാം. അതുപോലെ യങ്സ് മോഡുലസും റിജിഡിറ്റി മോഡുലസും അതുപോലെ തന്നെ പോസോൺസ് റേഷ്യോയും തമ്മിൽ കണക്ട് ചെയ്യുന്ന വേറൊരു ഫോർമുലയുണ്ട്. അപ്പം രണ്ടും സ്റ്റാൻഡേർഡ് ഫോർമുലാസ് ആണ്. അപ്പോൾ നമ്മൾ റിജിഡിറ്റി മോഡുലസുമായിട്ടുള്ള ബന്ധം നോക്കുവാണെങ്കിൽ യങ്സ് മോഡുലസ് ക്യാൻ ബി റിട്ടൺ ആസ് 2 times റിജിഡിറ്റി മോഡുലസ് ഇൻറ്റു 1+ പോസോൺസ് റേഷ്യോ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. 2 times റിജിഡിറ്റി മോഡുലസ് ഇൻറ്റു 1+ പോസോൺസ് റേഷ്യോ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതാണ് വൈയും ഈറ്റയും സിഗ്മയും തമ്മിലുള്ള റിലേഷൻ. അതുപോലെ തന്നെ വേറെ റിലേഷൻ നമ്മൾ ഇൻ ടേംസ് ഓഫ് ബൾക്ക് മോഡുലസ് പഠിച്ചിട്ടുണ്ട്. അതായത് യങ്സ് മോഡുലസ് ഇസ് ഈക്വൽ ടു 3 times ബൾക്ക് മോഡുലസ് ഇൻറ്റു 1 - 2 times പോസോൺസ് റേഷ്യോ എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. സോ y ഇസ് ഈക്വൽ ടു 3k ഇൻറ്റു 1 - 2 സിഗ്മ. ഇതാണ് വൈയും കെയും സിഗ്മയും തമ്മിലുള്ള റിലേഷൻ.
അപ്പോൾ സെയിം ഒബ്ജക്റ്റ് തന്നെയാണ്, ഒരു ഗിവൺ സോളിഡ് ഒബ്ജക്റ്റ് ആയതുകൊണ്ട് രണ്ടിൻ്റെയും y ചെയ്ത് കഴിഞ്ഞാൽ ഒരേ ഉത്തരം തന്നെയല്ലേ വരേണ്ടത്. അതുകൊണ്ട് നമുക്കിത് രണ്ടും ഇക്വേറ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ 2 η ഇൻറ്റു 1 പ്ലസ് സിഗ്മ ഈസ് ഈക്വൽ ടു 3k ഇൻറ്റു 1 മൈനസ് 2 സിഗ്മ എന്ന് വരും. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് എക്സ്പാൻഡ് ചെയ്തിട്ട് സിഗ്മയാണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഇത് എക്സ്പാൻഡ് ചെയ്യുവാണെങ്കിൽ 2 η പ്ലസ് 2 η സിഗ്മ ഈസ് ഈക്വൽ ടു 3k മൈനസ് 6k ഇൻറ്റു സിഗ്മ എന്ന് വരും. അപ്പോൾ സിഗ്മ ഉള്ള ടൈം നമുക്ക് ഒന്നിച്ചെഴുതാം. അതുകൊണ്ട് ഈ ടൈം നമുക്ക് ലെഫ്റ്റിലോട്ട് കൊണ്ടുവരാം, ഇതിനെ നമുക്ക് റൈറ്റിലോട്ട് കൊണ്ടുപോകാം. സോ നമുക്ക് വരുന്നത് 6k സിഗ്മ പ്ലസ് 2 η ഇൻറ്റു സിഗ്മ ഈസ് ഈക്വൽ ടു 3k മൈനസ് 2 ടൈംസ് η എന്ന് വരും. ഓക്കെ അല്ലേ? അപ്പോൾ സിഗ്മ ഇവിടെ നിന്ന് കോമൺ എടുക്കുവാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? സിഗ്മ ഇൻറ്റു 2 η പ്ലസ് 6k ഈസ് ഈക്വൽ ടു 3k മൈനസ് 2 ടൈംസ് η എന്ന് വരും. ഓക്കെ ആണല്ലോ? അതിൽ നിന്ന് സിഗ്മ ഈസ് ഈക്വൽ ടു 3k മൈനസ് 2 η ഡിവൈഡഡ് ബൈ 2 η പ്ലസ് 6k എന്ന് വരും. ഓക്കെ, സോ സിഗ്മ ഈസ് ഈക്വൽ ടു 3k മൈനസ് 2 η ഡിവൈഡഡ് ബൈ 2 η പ്ലസ് 6k എന്നാണ് നമുക്ക് വരുന്നത്. അപ്പം ഏതാണ് ഓപ്ഷൻ വരുന്നത്? 3k മൈനസ് 2 η ഡിവൈഡഡ് ബൈ 6k പ്ലസ് 2 η. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷനാണ് നമുക്ക് കിട്ടുന്നത് അല്ലേ? ഫസ്റ്റ് ഓപ്ഷൻ വരും. ഓക്കെ, അപ്പോൾ റിലേഷൻ അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഉത്തരം കണ്ടെത്താവുന്നതേ ഉള്ളൂ. ഇനിയിപ്പം അടുത്ത ചോദ്യം, ക്വസ്റ്റ്യൻ നമ്പർ 6. ദ മാഗ്നറ്റിക് മൊമെന്റ്സ് അസോസിയേറ്റഡ് വിത്ത് 2 ക്ലോസ്ലി വൗണ്ട് സർക്കുലർ കോയിൽസ് എ ആൻഡ് ബി ഓഫ് റേഡിയസ് RA equal to 10 cm and RB equal to 20 cm respectively are equal if. അപ്പം NA, IA and NB, IB are the number of turn and current of A and B respectively എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് രണ്ട് ക്ലോസ്ലി വൗണ്ട് സർക്കുലർ കോയിൽസ് ഉണ്ട് അല്ലേ? രണ്ട് സർക്കുലർ കോയിൽസ് ഉണ്ട്, എയും ബിയും. അപ്പം എയുടെ റേഡിയസ് 10 സെൻറ്റിമീറ്ററും ബിയുടെ റേഡിയസ് 20 സെൻറ്റിമീറ്ററുമാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും റേഡിയസ് ഓഫ് ബി എന്ന് പറയുന്നത് 2 ടൈംസ് റേഡിയസ് ഓഫ് എ ആണ് വരുന്നത് അല്ലേ? റേഡിയസ് ഓഫ് ബി എന്ന് പറയുന്നത് 2 ടൈംസ് റേഡിയസ് ഓഫ് എ ആണ് വരുന്നത്. അതിൽ നിന്ന് നമുക്ക് ഏരിയ ഓഫ് ബി ഈസ് ഈക്വൽ ടു 4 ടൈംസ് ഏരിയ ഓഫ് എ നമുക്ക് എഴുതാം. ബിക്കോസ് നമുക്കറിയാം ഏരിയ എന്ന് പറഞ്ഞാൽ പൈ ആർ സ്ക്വയർഡ് ആണ്. സോ ദാറ്റ് ഇംപ്ലൈസ് ഏരിയ ഈസ് പ്രൊപ്പോർഷണൽ ടു റേഡിയസിൻ്റെ സ്ക്വയർഡ് ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ ബിയുടെ റേഡിയസ് എയുടെ ട്വൈസ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഇംപ്ലൈസ് ബിയുടെ ഏരിയ എന്ന് പറഞ്ഞാൽ 4 ടൈംസ് ഏരിയ ഓഫ് എ ആണെന്ന് നമുക്ക് പിടികിട്ടി അല്ലേ? ഇനിയിപ്പോൾ നമുക്ക് മാഗ്നറ്റിക് മൊമെൻറ്റുകൾ സെയിം ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? മാഗ്നറ്റിക് മൊമെൻറ്റ്സ് രണ്ട് കോയിൽസിൻ്റെയും ഈക്വൽ ആണെങ്കിൽ എന്ത് കണ്ടീഷനാണ് വരേണ്ടതെന്നാണ് ചോദ്യം. അപ്പോൾ നമുക്കറിയാം മാഗ്നറ്റിക് മൊമെൻറ്റിൻ്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ M ഈസ് ഈക്വൽ ടു NIA എന്നാണ് ഫോർമുല അല്ലേ? M ഈസ് ഈക്വൽ ടു NIA എന്നാണ് നമ്മുടെ ഫോർമുല. നമ്പർ ഓഫ് ടേൺസ് ഇൻറ്റു കറണ്ട് ഇൻറ്റു ഏരിയ ഓഫ് ദ സർഫസ് ആണ് വരുന്നത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടുപേരുടെ മാഗ്നറ്റിക് മൊമെൻറ്റ്സ് സെയിം ആണല്ലോ. അപ്പം MA ഈസ് ഈക്വൽ ടു MB എന്ന് എഴുതാം. So that implies NA into IA into AA is equal to NB into IB into AB എന്ന് എഴുതാം. അപ്പം AB 4 ടൈംസ് AA ആണെന്ന് നമുക്കറിയാം. So that implies NA into IA into AA is equal to NB into IB into ABക്ക് പകരം നമ്മൾ 4 ടൈംസ് AA എന്ന് കൊടുക്കും. അപ്പോൾ അതുകൊണ്ട് AA നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. അതിൽ നമുക്ക് എന്ത് കിട്ടും? NA into IA is equal to 4 times NB into IB എന്ന് വരും. ഓക്കെ അല്ലേ? NA into IA is equal to 4 times NB into IB എന്ന് വരും. അപ്പോൾ നമുക്ക് ഓപ്ഷൻ 3 ആണ് വരുന്നത്. അപ്പോൾ അതും വളരെ ഡയറക്റ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ? ഇനിയിപ്പോൾ അടുത്ത ചോദ്യം, സ്മോൾ ഒബ്ജക്റ്റ് അറ്റ് റെസ്റ്റ് അബ്സോർബ്സ് എ ലൈറ്റ് പൾസ് ഓഫ് പവർ ഓഫ് 20 milliwatt ആൻഡ് ഡ്യൂറേഷൻ 300 nanoseconds. Assuming the speed of light is 3 into 10 raised to 8 meter per second, the momentum of the object becomes equal to. അപ്പോൾ നോക്കിയാൽ സ്മോൾ ഒബ്ജക്റ്റ് ഉണ്ട് അറ്റ് റെസ്റ്റ് അല്ലേ? ഇറ്റ് അബ്സോർബ്സ് എ ലൈറ്റ് പൾസ്. അപ്പോൾ ഒരു പൾസാണ്, ലൈറ്റിൻ്റെ ഒരു പൾസാണ് അബ്സോർബ് ചെയ്യുന്നത്. പൾസ് പറഞ്ഞാൽ നമുക്കറിയാം ഷോർട്ട് ഡ്യൂറേഷനിലോട്ടുള്ളൊരു വേവ് ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പം ലൈറ്റ് പൾസിൻ്റെ പവർ 20 milliwatt ആണ്, അതിൻ്റെ ഡ്യൂറേഷൻ 300 nanoseconds ആണ്. അങ്ങനെയാണെങ്കിൽ ലൈറ്റിൻ്റെ സ്പീഡ് 3 into 10 raised to 8 meter per second ആയിട്ട് എടുത്താൽ വാട്ട് വിൽ ബി ദ മൊമെൻറ്റം ഓഫ് ദി ഒബ്ജക്റ്റ് എന്നാണ് ചോദ്യം. അപ്പോൾ ഒരു ഒബ്ജക്റ്റ് റെസ്റ്റിലിരിക്കുമായിരുന്നു, അതൊരു ലൈറ്റ് പൾസിനെ അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ലൈറ്റ് പൾസ് എന്ന് പറയുമ്പോൾ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ ലാർജ് നമ്പർ ഓഫ് ഫോട്ടോൺസ് അല്ലേ? അപ്പോൾ ഫോട്ടോൺസ് അതിൽ അടങ്ങിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ ഫോട്ടോൺസിൻ്റെ മൊമെൻറ്റം ആർക്ക് കിട്ടും? നമ്മുടെ ആ ഒബ്ജക്റ്റിന് കിട്ടും. ശരിയല്ലേ? റെസ്റ്റിലിരിക്കുന്ന ഒബ്ജക്റ്റിന് ആ ഒരു മൊമെൻറ്റം കിട്ടും. നമുക്കറിയാം ഫോട്ടോൺസിന് മൊമെൻറ്റം ഉണ്ടെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ക്യാരി മൊമെൻറ്റം എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ അതൊരു ഒബ്ജക്റ്റിലോട്ട് വന്ന് വീണ് കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ഇമ്പാർട്ട് മൊമെൻറ്റം ടു ദ ഒബ്ജക്റ്റ്.
അപ്പോൾ ഈ ഒബ്ജക്റ്റ് ഇലക്ട്രോമാഗ്നറ്റിക് വേവിനെ അല്ലെങ്കിൽ ആ പൾസിനെ അബ്സോർബ് ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് അബ്സോർബിങ് ദ മൊമെൻറ്റം ഓഫ് ദി പൾസ്. അപ്പോൾ ആ ഒബ്ജക്റ്റിന് ഒരു മൊമെൻറ്റം ഉണ്ടാവും, ശരിയല്ലേ? ബൈ കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം ഇനീഷ്യലി ഒബ്ജക്റ്റ് റെസ്റ്റിലായിരുന്നു. അപ്പോൾ ടോട്ടൽ മൊമെൻറ്റം എന്ന് പറയാനായിട്ട് ആ ഇലക്ട്രോമാഗ്നറ്റിക് പൾസിൻ്റെ മൊമെൻറ്റം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഫൈനൽ സിസ്റ്റത്തിൻ്റെ, അതായത് ആ ഒബ്ജക്റ്റിൻ്റെ മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയായിരിക്കണം? നമ്മുടെ പൾസിൻ്റെ മൊമെൻറ്റത്തിനോട് ഈക്വൽ ആയിരിക്കണം, ശരിയല്ലേ? അപ്പോൾ പൾസിൻ്റെ മൊമെൻറ്റം നമുക്ക് കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? അപ്പോൾ പൾസിൻ്റെ മൊമെൻറ്റം കണ്ടുപിടിക്കാൻ നമുക്ക് ഫോർമുല അറിയാം. ദാറ്റ് ഈസ് ഗിവൺ ബൈ എനർജി ഡിവൈഡഡ് ബൈ സി എന്നാണ്, അല്ലേ? P is equal to E by C എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. നിങ്ങൾ U by C എന്നും എഴുതാറുണ്ട്. വേർ E is ഇലക്ട്രോമാഗ്നറ്റിക് എനർജി, ശരിയല്ല? പൾസിൽ അടങ്ങിയിട്ടുള്ള ഇലക്ട്രോമാഗ്നറ്റിക് എനർജിയാണ് E, അല്ലെങ്കിൽ പൾസ് ക്യാരി ചെയ്യുന്ന ഇലക്ട്രോമാഗ്നറ്റിക് എനർജിയാണ് E. E ഡിവൈഡഡ് ബൈ C, സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം ആണ് നമ്മുടെ ഫോർമുല. ഓക്കെ ആണല്ലോ? അപ്പോൾ E by C ആണ്. അപ്പം E നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പവറും ഡ്യൂറേഷനുമാണ് തന്നിരിക്കുന്നത്, അല്ലേ? അപ്പോൾ 20 മില്ലി വാട്ട് പവർ ഉള്ളൊരു പൾസാണ്. അതിൻ്റെ ഡ്യൂറേഷൻ 300 നാനോ സെക്കൻഡ് ആണെന്ന് പറയുമ്പോൾ 300 നാനോ സെക്കൻഡിലേക്ക് ഇത്രയും പവർ ട്രാൻസ്മിറ്റ് ചെയ്താൽ മൊത്തം എത്ര എനർജി നമുക്ക് കിട്ടും? നമുക്കറിയാം പവർ ഇൻറ്റു ടൈം ആണ് എനർജി എന്ന് പറയുന്നത്, അല്ലേ? പവർ ഇൻറ്റു ടൈം ആണ് എനർജി എന്ന് പറയുന്നത്. അപ്പോൾ ഡിവൈഡഡ് ബൈ സി എന്ന് എനിക്ക് എഴുതാമല്ലോ. ഇനിയിപ്പോൾ നമുക്ക് ഇവാലുവേറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നിട്ടുണ്ട് 20 മില്ലി വാട്ടാണ്. സോ ഇറ്റ് ഇസ് 20 ഇൻറ്റു 10⁻³ വാട്ടാണ്. ഇൻറ്റു ടൈം നമുക്ക് 300 നാനോ സെക്കൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 300 ഇൻറ്റു 10⁻⁹ ഡിവൈഡഡ് ബൈ സി എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു 10⁸ എന്ന് വരും. അപ്പോൾ നമുക്ക് പവേഴ്സൊക്കെ ഒന്ന് റീഓർഡർ ചെയ്ത് എഴുതുവാണെങ്കിൽ നമുക്കിതിനെ 2 ഇൻറ്റു 10⁻² എന്ന് എഴുതാം, ഇൻറ്റു 3 ഇൻറ്റു 10⁻⁷ എന്ന് എഴുതാം, ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു 10⁸ എന്ന് വരും. ഓക്കെ അല്ലേ? അപ്പോൾ അതുകൊണ്ട് 3 നമുക്ക് ക്യാൻസൽ ചെയ്യാം. 10⁸ മേളിൽ പോകുമ്പോൾ 10⁻⁻8 ആവും. അപ്പോൾ -8 -7 -2 -17 ആണ് വരുന്നത്. സോ വിൽ ഗെറ്റ് 2 ഇൻറ്റു 10⁻⁻17 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് എന്ന് വരും, അല്ലേ? 2 ഇൻറ്റു 10⁻17 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് നമുക്ക് ഉത്തരം കിട്ടും. അപ്പോൾ ഓപ്ഷൻ 2 ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ വരുന്നത്. അപ്പോൾ അടുത്തത് സ്പീഡ് ഓഫ് an electron in Bohr's 7th orbit for hydrogen atom is 3.6 into 10⁶ meter per second. The corresponding speed of the electron in the third orbit in meter per second is. അപ്പോൾ നമുക്ക് എന്തായാലും അറിയാം, മോഡേൺ ഫിസിക്സ് എന്ന് പറയുന്ന ഭാഗത്തുനിന്ന് ഒരു ക്വസ്റ്റ്യൻ എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പം റിലേറ്റീവ്ലി ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് അല്ലെങ്കിൽ മോഡേൺ ഫിസിക്സ് എന്നൊക്കെ പറയുന്നത് നിങ്ങൾക്കറിയാം വളരെ ഈസിയാണ് നമുക്ക് പഠിച്ചെടുക്കാനായിട്ട്. അതിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസും എല്ലാവർക്കും അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് കഴിയാത്തോളം ഇത് കണക്കുള്ള ഭാഗങ്ങളൊന്നും മിസ് ചെയ്യാതിരിക്കുക കേട്ടോ എക്സാംസിന്. അപ്പോൾ നമുക്ക് ഇതിപ്പം ഇത് സ്കോർ ചെയ്തുകൊണ്ട് നമുക്ക് റാങ്ക് ബെറ്റർ ആക്കാം നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ നമുക്ക് മറ്റുള്ളവരിൽ നിന്നും റാങ്ക് കുറയാതെ നോക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ചില ചാപ്റ്റേഴ്സാണ്. കാരണം എല്ലാവരും ആൻസർ ചെയ്യുന്ന പോർഷനാണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ആൻസർ ചെയ്യുക തന്നെ വേണം, എന്നാലേ നമുക്ക് റാങ്ക് താഴേക്ക് പോകാതെ നമുക്ക് നോക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പം സ്പീഡ് ഓഫ് an electron in Bohr's 7th orbit for hydrogen atom is 3.6 into 10⁶ meter per second, അല്ലേ? അപ്പോൾ 7th Bohr ഓർബിറ്റ് ഹൈഡ്രജൻ ആറ്റം ആണ്. ഹൈഡ്രജൻ ആറ്റത്തിൽ 7th Bohr ഓർബിറ്റിൻ്റെ സ്പീഡ് നമുക്ക് തന്നിട്ടുണ്ട് 3.6 into 10⁶ meter per second ആണ്. അപ്പം കറസ്പോണ്ടിങ് സ്പീഡ് ഓഫ് ദി ഇലക്ട്രോൺ ഇൻ ദ തേർഡ് ഓർബിറ്റ് ഇൻ മീറ്റർ പെർ സെക്കൻഡ് ഈസ്, അല്ലേ? ദ കറസ്പോണ്ടിങ് സ്പീഡ് ഓഫ് ദി ഇലക്ട്രോൺ ഇൻ ദ തേർഡ് ഓർബിറ്റ് ഇൻ മീറ്റർ പെർ സെക്കൻഡ് ഈസ്. അപ്പോൾ 7th ഓർബിറ്റിലെ സ്പീഡ് അറിയാമെങ്കിൽ തേർഡ് ഓർബിറ്റിലെ സ്പീഡ് എത്ര എന്നാണ് ക്വസ്റ്റ്യൻ, അല്ലേ? അപ്പോൾ നമുക്കറിയാം എന്നിൻ്റെ വാല്യൂ ആണല്ലോ ഈ 7ഉം 3ഉം എല്ലാം. അപ്പോൾ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ആണ്. നമുക്കറിയാം സ്പീഡ് ഓഫ് ഇലക്ട്രോൺ ഇൻ ആൻ ഓർബിറ്റ് എന്ന് പറയുന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ദാറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ടു n ആണ് നമുക്കറിയാം, അല്ലേ? അപ്പോൾ നമുക്ക് V ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ടു n, അതായത് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ആണെന്നുള്ള കാര്യം നമുക്കറിയാം. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ nth ഓർബിറ്റിലെ സ്പീഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ ക്വാണ്ടം നമ്പർ n ആണ് വരുന്നത്. അപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് V7 എത്ര നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് ഈസ് ഗിവൺ ബൈ 3.6 into 10⁶ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. 3.6 into 10⁶ meter per second ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് V3 ആണ് കണ്ടുപിടിക്കേണ്ടത്, അല്ലേ? തേർഡ് ഓർബിറ്റിലെ വെലോസിറ്റി ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് റേഷ്യോ എടുത്ത് നോക്കാം. അപ്പോൾ V3 by V7 എന്ന് പറഞ്ഞാൽ എന്തിനോട് ഈക്വൽ ആയിരിക്കും? നമുക്കറിയാം ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു n ആണല്ലോ. സോ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് 7/3, ശരിയാണല്ലോ? അപ്പോൾ നമുക്ക് V3 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 7/3 ടൈംസ് V7 എന്ന് എഴുതാം. സോ ഇത് 7/3 ഇൻറ്റു V7ൻ്റെ വാല്യൂ 3.6 ഇൻറ്റു 10⁶ meter per second ആണ്. അപ്പോൾ 3ഉം 3.6 നമുക്ക് വെട്ടാം, 1.2 വരും. 1.2 ഇൻറ്റു 7 നമുക്കറിയാം 8.4 ആണ് വരുന്നത്. സോ V3 ഈസ് ഈക്വൽ ടു 8.4 ഇൻറ്റു 10⁶ meter per second ആണ് വരുന്നത്. 8.4 ഇൻറ്റു 10⁶ meter per second ആണ് നമുക്ക് ഉത്തരം വരുന്നത്. ഓക്കെ അല്ലേ?
സോ 8.4 into 10⁶ എന്ന് പറയുമ്പോൾ ഓപ്ഷൻ 4 ആണ് വരുന്നത്. ഓപ്ഷൻ 4. അടുത്ത ക്വസ്റ്റ്യൻ, massless square loop of wire of resistance 10 ohm supporting a mass of 1 gram hangs vertically with one of its sides in a uniform magnetic field of 10⁻³ goes directed outwards in a shaded region. A DC voltage V is applied to the loop. For what value of V the magnetic force will exactly balance the weight of the supporting mass of 1 gram എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്കൊരു മാസ്ലെസ് സ്ക്വയർ ലൂപ്പ് ഉണ്ട്, പടത്തിനകത്ത് തന്നിട്ടുണ്ട്. അതിൻ്റെ റെസിസ്റ്റൻസ് 10 ohm ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഇറ്റ് കണ്ടെയ്ൻസ് എ സെൽ, അല്ലേ, ഒരു വി വോൾട്ടേജ് ഉള്ള ഒരു സെല്ല് നമ്മളതിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് അതിൻ്റെ ഒരു ഭാഗം, അല്ലേ, ലൂപ്പിൻ്റെ ഒരു ഭാഗം നമ്മളൊരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ഉള്ള റീജിയനിലാണ് നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ആ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ വാല്യൂ നമുക്കുള്ളോട് പറഞ്ഞിട്ടുണ്ട് 10⁻³ ഗോസ് ആണ് വരുന്നത്. 10⁻³ ഗോസ് ആണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മളൊരു ഡി സി വോൾട്ടേജ് അപ്ലൈ ചെയ്യുവാണെങ്കിൽ ഏത് വി വോൾട്ടേജിനായിരിക്കും ദ മാഗ്നറ്റിക് ഫോഴ്സ് ഓൺ ദിസ് സെഗ്മെന്റ് വിൽ എക്സാക്ട്ലി ബാലൻസ് ദ വെയിറ്റ് ഓഫ് ദി സപ്പോർട്ടിംഗ് മാസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ അല്ലേ? അത് ഈ മാസിനെ ബാലൻസ് ചെയ്യാനായിട്ട്, ഈ മാസിൻ്റെ വെയിറ്റിനെ ബാലൻസ് ചെയ്യുന്ന രീതിയിൽ ഇതിൽ മാഗ്നറ്റിക് ഫോഴ്സ് വരുന്നത് ഏത് വാല്യൂ ഓഫ് വോൾട്ടേജിനാണെന്നാണ് ചോദ്യം. നമുക്കറിയാം ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളൊരു സെല്ല് കണക്ട് ചെയ്താൽ അതിലൂടെ ഒരു കറണ്ട് പോകും, ശരിയല്ലേ, ഒരു കറണ്ട് ഫ്ലോ ചെയ്യും. അതിൽ ഈ സെഗ്മെൻറ്റ്സ് നമ്മൾ നോക്കുന്നില്ല, പോയിട്ട് തന്നെ ഈ ഒരു സെഗ്മെൻറ്റ് കൺസിഡർ ചെയ്യുവാണെങ്കിൽ നമുക്കറിയാം ഇതിലോട്ടുള്ള കറണ്ടിൻ്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കും, അല്ലേ, ഈ ഒരു ഡയറക്ഷനിലായിരിക്കും കറണ്ട് വരുന്നത്. അപ്പോൾ നമുക്കറിയാം ഈ ഒരു സെഗ്മെൻറ്റിൽ മാഗ്നറ്റിക് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്, ശരിയല്ലേ, മാഗ്നറ്റിക് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത് എന്ത് ചെയ്യും, ഈ ഒരു ഒബ്ജക്റ്റിനെ മേളിലേക്ക് ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യും. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഒന്നും ഇതിനകത്ത് പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് അസ്യൂം ചെയ്യാം, അതായത് മേളിലോട്ടായിരിക്കണമല്ലോ, കാരണം ഇതിൻ്റെ വെയിറ്റിനെ ബാലൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഗ്രാവിറ്റേഷൻ ഫോഴ്സ് താഴേക്കായിരിക്കും. അപ്പോൾ അതിനെ ബാലൻസ് ചെയ്യണമെങ്കിൽ മാഗ്നറ്റിക് ഫോഴ്സ് മേളിലോട്ടായിരിക്കണം. അപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫോഴ്സ് മേളിലോട്ടായിരിക്കും. അപ്പോൾ ആ മാഗ്നറ്റിക് ഫോഴ്സിന് ഈ ഒരു വെയിറ്റിനെ ബാലൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം എത്രയായിരിക്കണം അതിൻ്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ, ഇവിടുത്തെ മാഗ്നറ്റിക് ഫോഴ്സ് ഇതിൻ്റെ വെയിറ്റിനോട് ഈക്വൽ ആയിരിക്കണം, അല്ലേ, mgയോട് ഈക്വൽ ആയിരിക്കണ്ടേ. അപ്പോൾ നമ്മൾ ചെയ്യുവാണെങ്കിൽ ഇതിൽ ആക്ട് ചെയ്യുന്ന മാഗ്നറ്റിക് ഫോഴ്സിൻ്റെ എക്സ്പ്രഷൻ എന്ത് വരും, മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ILB ആണ് വരുന്നത്, അല്ലേ, ILB ആണ് വരുന്നത്. അപ്പോൾ നമ്മളിവിടെ ഐയും ബി നമ്മൾ പെർപെൻഡിക്കുലർ ആയിട്ടാണ് വരുന്നത്. അപ്പം ILB നമുക്ക് വരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നോക്കിയേ, നമുക്ക് L എത്ര എന്ന് പറഞ്ഞിട്ടുണ്ട്, L എന്ന് പറയുന്നത് നമുക്ക് 10 സെൻറ്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, ശരിയല്ലേ. അപ്പോൾ കറണ്ട് എത്ര നമുക്ക് അറിയില്ല, കാരണം വോൾട്ടേജ് നമുക്കറിയില്ല. അപ്പോൾ റെസിസ്റ്റൻസ് 10 ohm ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ കറണ്ടിനെ ഞാൻ വോൾട്ടേജ് ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ് എന്ന് എഴുതുവാണ്, ഇൻറ്റു LB എന്ന് എഴുതുന്നു. ഓക്കെ അല്ലേ, V/R ഇൻറ്റു LB എന്ന് ഞാൻ എഴുതി. ഇനിയിപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇത് വെയിറ്റിനെ ബാലൻസ് ചെയ്യണം. അപ്പോൾ നമുക്കറിയാം ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ mg ആണ്. അപ്പോൾ മാഗ്നറ്റിക് ഫോഴ്സ് ഗ്രാവിറ്റേഷൻ ഫോഴ്സിനെ ബാലൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ FB is equal to FG എന്നാണ് കണ്ടീഷൻ. സോ ദാറ്റ് ഇംപ്ലൈസ് V/R ഇൻറ്റു LB എന്ന് പറഞ്ഞാൽ mgയോട് ഈക്വൽ ആയിരിക്കണം. നമുക്ക് V ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ V is equal to mgr ഡിവൈഡഡ് ബൈ LB എന്ന് വരും. V is equal to mgr ഡിവൈഡഡ് ബൈ LB എന്ന് വരും. അപ്പോൾ നമ്മൾ വാല്യൂസ് എല്ലാം കൊടുക്കുവാണ്. അപ്പം എമ്മിൻ്റെ വാല്യൂ 1 gram ആണ്. സോ V is equal to 10⁻³ കിലോഗ്രാം വരും. ഇൻറ്റു ജിയുടെ വാല്യൂ 10 m/s² ആണ്. ഇൻറ്റു R റെസിസ്റ്റൻസ് നമുക്ക് തന്നിട്ടുണ്ട്. റെസിസ്റ്റൻസിൻ്റെ വാല്യൂ 10 ohm ആണ്. എല്ലിൻ്റെ വാല്യൂ 10 സെൻറ്റിമീറ്റർ ആണ്. ഇൻറ്റു 10 ഡിവൈഡഡ് ബൈ 10 സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ 10⁻⁻1 മീറ്റർ ആണ്. ഇൻറ്റു മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് തന്നിരിക്കുന്നത് 10⁻³ ഗോസ് ആണ്. നമുക്കറിയാം 1 ഗോസ് എന്ന് പറഞ്ഞാൽ 10⁻⁻4 ടെസ്ലയാണ്, അല്ലേ. അപ്പോൾ നമ്മൾ SI യൂണിറ്റിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 10⁻³ ഇൻറ്റു 10⁻⁻4 എന്ന് വരും. ഓക്കെ അല്ലേ, 10⁻³ ഇൻറ്റു 10⁻⁻4. ഇനിയിപ്പോൾ നമുക്ക് നോക്കാം. സോ മേളിൽ എത്രയായിരിക്കും വരുന്നത്, അതുകൊണ്ട് 10 ഇൻറ്റു 10 10² വരുന്നുണ്ട്. അപ്പോൾ 10² നമുക്ക് ഇവിടുത്തെ ഒരു 10 ക്യാൻസൽ ചെയ്യാം, ശരിയല്ലേ. അപ്പോൾ 10⁻⁻1 ഇൻറ്റു 10 വരും. അപ്പോൾ അത് നമുക്ക് ക്യാൻസൽ ചെയ്യാൻ സാധിക്കും. പോയിട്ട് 10⁻³ ഡിവൈഡഡ് ബൈ 10⁻⁻4 എന്നാണ് വരുന്നത്. അപ്പോൾ 10⁻4 മേളിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് 10 എന്ന് കിട്ടും ഉത്തരം, അല്ലേ. നമുക്ക് 10 വോൾട്ട് എന്ന് ഉത്തരം വരും. അപ്പോൾ ഓപ്ഷൻ 4 ആണ് നമ്മുടെ ആൻസർ. അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റൻ ആയിരുന്നു. 10 വോൾട്ട് എന്നാണ് നമുക്ക് ഉത്തരം വരുന്നത്. എല്ലാവരും ചെയ്ത് പഠിച്ചിട്ടുള്ളൊരു ക്വസ്റ്റൻ ആയിരിക്കും ഒരു പക്ഷേ. അപ്പോൾ അടുത്തതായിട്ട് ക്വസ്റ്റൻ നമ്പർ 10. 2 isolated metallic solid spheres of radii r and 2r are charged such that both have the same charge density sigma. The spheres are then connected by a thin conducting wire. If the new charge density of the bigger sphere is sigma dash, the ratio sigma dash by sigma is. അപ്പോൾ എല്ലാവർക്കും പരിചയമുള്ള ഒരു ക്വസ്റ്റൻ ആയിരിക്കും. JEEക്കൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും വളരെ സുപരിചിതമായിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം നിങ്ങളിത് പ്രീവിയസ് ഒരു ക്വസ്റ്റൻ ആയിട്ടും അല്ലെങ്കിൽ വേറെ ഗൈഡുകളിലും എല്ലാം നിങ്ങൾ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ ചെയ്ത് പഠിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആയിരിക്കും. അല്ലെങ്കിൽ ഒരു തവണയെങ്കിലും നിങ്ങൾ എഴുതിയിട്ടുള്ള ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ള ഒരു ചോദ്യമായിരിക്കും, അല്ലേ.
അപ്പോൾ നമുക്ക് രണ്ട് ഐസൊലേറ്റഡ് ആയിട്ടുള്ള മെറ്റാലിക് സോളിഡ് സ്പിയേഴ്സ് ഉണ്ട്. ഓക്കെ അല്ലേ, രണ്ട് കണ്ടക്ടിങ് സ്പിയേഴ്സ് ഉണ്ട്. അവരുടെ റേഡിയസുകൾ 6ഉം 2r ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി അവരെ ചാർജ് ചെയ്യുവാണ് സച്ച് ദാറ്റ് ബോത്ത് ഹാവ് ദ സെയിം ചാർജ് ഡെൻസിറ്റി സിഗ്മ. ഓക്കെ അല്ലേ, അപ്പം രണ്ടുപേർക്കും ഒരേ ചാർജ് ഡെൻസിറ്റി വരുന്ന രീതിയിൽ നമ്മൾ അവരെ ചാർജ് ചെയ്യുവാണ്. അപ്പോൾ രണ്ടുപേരും പരസ്പരം ഐസൊലേറ്റഡ് ആണ്, ഐസൊലേറ്റ് ചെയ്ത് നമ്മൾ വെച്ചിരിക്കുവാണ്. അപ്പോൾ അവർക്കിടയിലുള്ള ഇൻട്രാക്ഷൻ നമ്മൾ നോക്കേണ്ട കാര്യമില്ല. അപ്പോൾ അവർക്ക് ഒരേ ചാർജ് ഡെൻസിറ്റിയാണ് സിഗ്മ. ഓക്കെ ആണല്ലോ, അപ്പോൾ രണ്ടിലെയും ചാർജ് ഡിഫറൻ്റ് ആയിരിക്കും. കാരണം നമുക്കറിയാം രണ്ടുപേരുടെയും റേഡിയസ് ഡിഫറൻ്റ് ആണ്. റേഡിയസ് ഡിഫറൻ്റ് ആണെങ്കിൽ രണ്ടുപേരുടെയും ഏരിയ അല്ലേ, സർഫസ് ഏരിയ ഡിഫറൻ്റ് ആയിരിക്കും. പക്ഷേ അപ്പോൾ ഒരേ സർഫസ് ഡെൻസിറ്റി ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സർഫസ് ചാർജ് ഡെൻസിറ്റി സെയിം ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ചാർജ് ഡിഫറൻ്റ് ആയേ പറ്റുള്ളൂ അല്ലേ. ഇനി ആ രണ്ട് സ്പിയേഴ്സിനെയും ഒരു തിൻ കണ്ടക്റ്റിംഗ് വയർ വെച്ചിട്ട് നമ്മൾ കണക്ട് ചെയ്യുവാണ് അല്ലേ. അങ്ങനെ കണ്ടക്റ്റിംഗ് വയർ വെച്ച് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും? നമുക്കറിയാം ചാർജ് ഫ്ലോ നടക്കും അല്ലേ. ഒരു സ്പിയറിൽ നിന്ന് മറ്റൊരു സ്പിയറിലേക്ക് ചാർജ് ഫ്ലോ നടക്കും. എപ്പോൾ വരെ നടക്കും? അൺടിൽ നമുക്ക് രണ്ടുപേരുടെയും പൊട്ടൻഷ്യൽ സെയിം ആകുന്നതിന് വരെ. കാരണം ഒരു തിൻ കണ്ടക്റ്റിംഗ് വയർ വെച്ചിട്ടാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം കണ്ടക്റ്റിംഗ് വയറിൽ എല്ലായിടത്തും ഇക്വി പൊട്ടൻഷ്യലാണ്. അതുകൊണ്ട് കണ്ടക്റ്റിംഗ് വയറിൻ്റെ രണ്ട് എൻഡുകൾക്കും ഒരേ പൊട്ടൻഷ്യൽ തന്നെയായിരിക്കും. സോ ചാർജ് ഫ്ലോസ് ഫ്രം വൺ സ്പിയർ ടു ദി അതർ അൺടിൽ both the spheres are at the same potential. രണ്ട് സ്പിയറുകളും ഒരേ പൊട്ടൻഷ്യലിൽ വരുന്നിടം വരെ ചാർജ് ഫ്ലോ നടക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനുശേഷം ഇക്വിലിബ്രിയത്തിലെത്തിയതിനു ശേഷം രണ്ടുപേരുടെയും ചാർജിൽ വ്യത്യാസം ഉണ്ടായിരിക്കും, രണ്ടുപേരുടെയും സർഫസ് ഡെൻസിറ്റിയിലും വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ അതിൽ ബിഗർ സ്പിയറിലെ സർഫസ് ഡെൻസിറ്റി സിഗ്മ ഡാഷ് ആണെങ്കിൽ സിഗ്മ ഡാഷ് ബൈ ഇനിഷ്യൽ വാല്യൂ സർഫസ് ഡെൻസിറ്റി സിഗ്മയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യുമെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇനിഷ്യലി രണ്ട് സ്പിയേഴ്സ് നമുക്ക് ഉണ്ടായിരുന്നു, രണ്ട് മെറ്റാലിക് സ്പിയേഴ്സ്. ഓക്കെ അല്ലേ. അപ്പോൾ അതിൽ ഒരു ബിഗർ സ്പിയർ ഉണ്ടായിരുന്നു, ഒരു സ്മോളർ സ്പിയർ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ റേഡിയസ് നമുക്ക് 6 തന്നിട്ടുണ്ട്, ഇതിൻ്റെ റേഡിയസ് നമുക്ക് 2r ആണെന്ന് തന്നിട്ടുണ്ട്. ഇത് 2rഉം ഇത് 6ഉമാണ്. ഓക്കെ അല്ലേ. അപ്പോൾ ഇതിലെ രണ്ട് പേരിലെയും സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മയാണെന്ന് തന്നിട്ടുണ്ട്, രണ്ടിലെയും സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മയാണെന്ന് തന്നിട്ടുണ്ട്. അപ്പം ഇനിഷ്യൽ ഇതിൽ Q1 ചാർജ് ഉണ്ടെന്ന് വിചാരിക്കുക, ഇതിൽ Q2 ചാർജ് ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ ആണല്ലോ. ഇനിഷ്യലി ഇതിൽ Q1 ചാർജും ഇതിൽ Q2 ചാർജും ഉണ്ട്. രണ്ടിനെയും നമ്മൾ ഐസൊലേറ്റ് ചെയ്തിരിക്കുവാണ്. അതുകൊണ്ട് ടോട്ടൽ ചാർജ് ഓഫ് ദ സിസ്റ്റം കൺസേർവ്ഡ് ആയിരിക്കണം. കാരണം ഇവരെ തമ്മിൽ കണക്ട് ചെയ്യുമ്പോഴും ഒരു സ്പിയറിൽ നിന്ന് പോകുന്ന ചാർജ് മറ്റേ സ്പിയറിൽ എത്തുന്നുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചാർജ് അക്യുമുലേഷൻ ഒരിക്കലും ആ കണക്റ്റിംഗ് വയറിൽ വരില്ല. കാരണം കണക്റ്റിംഗ് വയർ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ഇക്വി പൊട്ടൻഷ്യൽ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ കണക്റ്റിംഗ് വയർ ഇക്വി പൊട്ടൻഷ്യൽ നമുക്കറിയാം. അങ്ങനെ ആകുമ്പോഴത്തേക്കിനും ഇവിടെ നിന്നുള്ള ഏതെങ്കിലും ഒരു സ്പിയറിൽ നിന്ന് പോകുന്ന മുഴുവൻ ചാർജും മറ്റേ സ്പിയറിൽ തീർച്ചയായിട്ടും കാണും. അതുകൊണ്ട് ടോട്ടൽ ചാർജ് കൺസേർവ്ഡ് ആയിരിക്കും. അപ്പോൾ ആ ഒരു പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം മക്കളെ നമുക്ക് ഇനിഷ്യൽ ടോട്ടൽ ചാർജ് ഓഫ് ദ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് ഈക്വൽ ടു Q1 + Q2 ആണെന്ന് നമുക്കറിയാം. ശരിയല്ലേ, Q1 + Q2 ആണ്. ഇനി Q1നെ നമുക്ക് സിഗ്മയുടെ ടേംസിലോട്ട് എഴുതണം, കാരണം സിഗ്മയിലാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സിഗ്മ എന്ന് പറഞ്ഞാൽ സർഫസ് ചാർജ് ഡെൻസിറ്റി ആണ്, ദാറ്റ് ഇസ് എ ചാർജ് പെർ യൂണിറ്റ് ഏരിയ ആണ്. അപ്പോൾ കണ്ടക്ടിങ് സ്പിയേഴ്സ് ആണ് നമുക്കറിയാം ചാർജസ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ഓവർ ദ സ്പിയർ ആയിരിക്കും അല്ലേ. ഒരു കണ്ടക്ടിങ് സ്പിയറിൽ ചാർജ് കൊടുത്താൽ നമുക്കറിയാം ചാർജ് വിൽ ബി ഡിസ്ട്രിബ്യൂട്ടഡ് യൂണിഫോംലി ഓവർ ദ സർഫസ് ഓഫ് ദ സ്പിയർ ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ Q1 എങ്ങനെ കണ്ടുപിടിക്കും? Q1 എന്ന് പറഞ്ഞാൽ സർഫസ് ചാർജ് ഡെൻസിറ്റി ഇൻറ്റു അതിൻ്റെ സർഫസ് ഏരിയ, അപ്പോൾ എത്ര വരും? ഇൻറ്റു 4πr² വരും, പ്ലസ് Q2 എന്ന് പറയുന്നത് അതിൻ്റെ സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മയാണ്, ഇൻറ്റു അതിൻ്റെ ഏരിയ വരും. സോ ദാറ്റ് ഈസ് 4π ഇൻറ്റു അതിൻ്റെ റേഡിയസ് 2r ആണ്. അപ്പോൾ 2rൻ്റെ സ്ക്വയർഡ് എന്ന് വരും. ഓക്കെ അല്ലേ. അപ്പോൾ നമുക്ക് ഇതുണ്ട് Q ഈസ് ഈക്വൽ ടു നമുക്ക് ഒരു 4πr² സിഗ്മ നമുക്ക് പുറത്തെടുക്കാം. സോ 4πr² സിഗ്മ ഇൻറ്റു നമുക്ക് എന്ത് വരും? ദിസ് ഇസ് 1 + 2ൻ്റെ സ്ക്വയർ നമുക്ക് 4 വരും അല്ലേ. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? ദാറ്റ് ഇസ് 5 × 4 നമുക്ക് 20 എന്ന് എഴുതാം. സോ ഇറ്റ് ഇസ് 20πr² സിഗ്മ എന്ന് എഴുതാം, 20πr² സിഗ്മ. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇനിഷ്യൽ ചാർജ് ഓൺ ദ സിസ്റ്റം. ഈ ചാർജ് എപ്പോഴും ഈ സിസ്റ്റത്തിൽ തന്നെ ഉണ്ടായിരിക്കണം അല്ലേ. അപ്പോൾ രണ്ട് സ്പിയറിലുമായിട്ട് ടോട്ടൽ ചാർജ് എപ്പോഴും ഇത്ര തന്നെ കാണണം. 20πr² സിഗ്മയാണ് നമ്മൾക്ക് വാല്യൂ വരുന്നത്. ഇനി ആഫ്റ്റർ ദേ ആർ കണക്റ്റഡ് ബൈ എ തിൻ വയർ, നമുക്കറിയാം രണ്ടുപേരും ഒരേ പൊട്ടൻഷ്യലിലോട്ട് എത്തും. ശരിയല്ലേ. സോ ആഫ്റ്റർ ദേ ആർ കണക്റ്റഡ് ബൈ എ തിൻ വയർ ബോത്ത് സ്പിയേഴ്സ് റീച്ച് ദ സെയിം പൊട്ടൻഷ്യൽ. അപ്പോൾ രണ്ട് സ്പിയേഴ്സും ഒരേ പൊട്ടൻഷ്യലായി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? നമുക്ക് രണ്ടിലെയും ചാർജസ് നമുക്ക് എടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ റേഡിയസ് 6 ആണ്. അപ്പോൾ ഇതിലെ ചാർജ് നമുക്ക് Q1 ഡാഷ് എന്ന് എടുക്കാം. ആൻഡ് ഇതിലെ സർഫസ് ചാർജ് ഡെൻസിറ്റി നമുക്ക് സിഗ്മ 1 ആയിട്ട് എടുക്കാം. ഓക്കെ അല്ലേ. ആൻഡ് നമുക്കൊരു വലിയ സ്പിയറും ഉണ്ട്. അപ്പോൾ അതിലെ റേഡിയസ് നമുക്കറിയാം 2r ആണ്. അപ്പോൾ അതിലെ ചാർജ് നമുക്ക് Q2 ഡാഷ് ആയിട്ട് എടുക്കാം. ആൻഡ് അതിൻ്റെ സർഫസ് ചാർജ് ഡെൻസിറ്റി നമ്മളോട് സിഗ്മ ഡാഷ് ആയിട്ട് എടുത്തോളാൻ പറഞ്ഞിട്ടുണ്ട്.
ഓക്കെ അല്ലേ? സിഗ്മ 2 നമുക്ക് കൊടുക്കാം. സിഗ്മ 2-ന്റെ സിഗ്മ ഡാഷ് ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ അല്ലേ? ബിഗർ സ്പിയറിൻ്റെ പുതിയ ചാർജ് ഡെൻസിറ്റി സിഗ്മ ഡാഷ് ആണ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ സിസ്റ്റത്തിൻ്റെ ടോട്ടൽ ചാർജും എത്ര തന്നെയായിരിക്കണം? ഇനിഷ്യൽ ടോട്ടൽ ചാർജിനോട് ഈക്വൽ ആയിരിക്കണം. ശരിയല്ലേ? അപ്പോൾ കൺസർവേഷൻ ഓഫ് ചാർജ് നോക്കുവാണെങ്കിൽ കൺസർവേഷൻ ഓഫ് ചാർജ് നമ്മൾ അപ്ലൈ ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? സോ കൺസർവേഷൻ ഓഫ് ചാർജ് അപ്ലൈ ചെയ്യുവാണെങ്കിൽ നമുക്ക് Q1 ഡാഷ് പ്ലസ് Q2 ഡാഷ് എന്ന് പറയുന്നതും എത്ര തന്നെ ആയിരിക്കണം? ദാറ്റ് ഈസ് ഈക്വൽ ടു ഇനിഷ്യൽ വാല്യൂ ഓഫ് ക്യൂവിനോട് ഈക്വൽ ആയിരിക്കണം, വിച്ച് ഇസ് 20 pi r² സിഗ്മ ആയിരിക്കണം. ഓക്കെ ആണല്ലോ? അപ്പോൾ നമുക്ക് Q1 ഡാഷ് എന്താണെന്ന് എഴുതാം. നേരത്തെ Q1 ഉം Q2 എഴുതിയ പോലെ തന്നെ Q1 ഡാഷും Q2 ഡാഷും നമ്മൾ സർഫസ് ഡെൻസിറ്റീസിൻ്റെ ടേംസിലോട്ട് മാറ്റി എഴുതുവാണ്. സോ Q1 ഡാഷ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? ദാറ്റ് ഈസ് ഇതിൻ്റെ സർഫസ് ഡെൻസിറ്റി ഇൻറ്റു ഇതിൻ്റെ സർഫസ് ഏരിയ. അപ്പോൾ സിഗ്മ 1 ഇൻറ്റു എന്ത് വരും? 4 pi r² ഈസ് ഈക്വൽ ടു പ്ലസ് Q2 ഡാഷ് എന്ന് പറഞ്ഞാൽ സിഗ്മ 2 ഇൻറ്റു 4 pi ഇൻറ്റു 2r ദ ഹോൾ സ്ക്വയർഡ് ഈസ് ഈക്വൽ ടു 20 pi r² സിഗ്മ എന്ന് വരും അല്ലേ? 20 pi r² സിഗ്മ എന്ന് വരും. ഇനിയിപ്പോൾ നമുക്കിതാ നോക്കാം. നമുക്ക് ഇവിടുന്ന് എല്ലാം ഒരു 4 pi r² കോമൺ എടുക്കുവാണെങ്കിൽ 4 pi r² ഇൻറ്റു സിഗ്മ 1 പ്ലസ് ഒരു 4 ഇൻറ്റു സിഗ്മ 2 എന്ന് വരും. 4 സിഗ്മ 2 ഈസ് ഈക്വൽ ടു 20 pi r² സിഗ്മ എന്ന് വരും. അപ്പോൾ അതുണ്ട് ഒരു 4 pi r² നമുക്ക് ക്യാൻസൽ ചെയ്യാമല്ലോ അല്ലേ? അതുപോലെ ഇവിടെ നമുക്ക് 5 വരും. അപ്പോൾ 5 ഇൻറ്റു pi r² നമുക്ക് ക്യാൻസൽ ചെയ്യാം. സോ ദാറ്റ് ഇംപ്ലൈസ് സിഗ്മ 1 പ്ലസ് 4 ടൈംസ് സിഗ്മ 2 എന്ന് പറഞ്ഞാൽ 5 ടൈംസ് സിഗ്മയാണെന്ന് കിട്ടും. ശരിയല്ലേ? സിഗ്മ 1 പ്ലസ് 4 ടൈംസ് സിഗ്മ 2 5 സിഗ്മയാണെന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഒരു റിലേഷനായി. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇതിനകത്ത് സിഗ്മ 1 സിഗ്മ 2 നമുക്ക് അൺനോൺസ് ആണ്. അപ്പം ഒറ്റ ഇക്വേഷൻ നമ്മുടെ കയ്യിലുള്ളൂ. അപ്പോൾ ഈ ഇക്വേഷൻ എന്തായാലും ഇവിടെ ഇരിക്കട്ടെ. നമുക്കിനി രണ്ടാമത്തെ ഇക്വേഷൻ ഫോം ചെയ്യണം. അത് നമുക്കറിയാം, നമ്മളിപ്പോൾ കൺസർവേഷൻ ഓഫ് ചാർജ് മാത്രമേ അപ്ലൈ ചെയ്തിട്ടുള്ളൂ. നമ്മളൊരു കാര്യം പറഞ്ഞിരുന്നു, ഒരു വയർ വെച്ച് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവസാനം രണ്ടുപേരുടെയും പൊട്ടൻഷ്യൽ സെയിം ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ രണ്ടുപേരുടെയും പൊട്ടൻഷ്യൽ എക്സ്പ്രഷൻസ് നമുക്കറിയാം അല്ലേ? രണ്ടുപേരുടെയും പൊട്ടൻഷ്യൽസ് സെയിം ആയിരിക്കണം. അപ്പോൾ V1 V2 ഈക്വൽ ആയിരിക്കണം. V1 V2 ഈക്വൽ എന്ന് പറഞ്ഞാൽ ദാറ്റ് മീൻസ് Q1 ഡാഷ് ഡിവൈഡഡ് ബൈ 4 pi epsilon 0 ഇൻറ്റു R. ശരിയല്ല? ഇതാണ് അതിൻ്റെ സർഫസിലെ പൊട്ടൻഷ്യൽ വരുന്നത്. Q1 ഡാഷ് ഡിവൈഡഡ് ബൈ 4 pi epsilon 0 R ഈസ് ഈക്വൽ ടു Q2 ഡാഷ് ഡിവൈഡഡ് ബൈ 4 pi epsilon 0 ഇൻറ്റു എന്ത് വരണം? ഇൻറ്റു 2R എന്ന് വരണം. ശരിയല്ലേ? കാരണം അതിൻ്റെ റേഡിയസ് 2R ആണ്. അപ്പോൾ Q1 ഡാഷും Q2 ഡാഷും നേരത്തെ എഴുതിയ പോലെ നമുക്ക് സിഗ്മയുടെ ടേംസിലോട്ട് കൊണ്ടുവരണം. അപ്പോൾ അതുകൊണ്ട് 4 pi epsilon 0 നമുക്ക് ക്യാൻസൽ ചെയ്യാം. സോ Q1 ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താ വരുന്നത്? Q1 ഡാഷ് ഇസ് സിഗ്മ 1 ഇൻറ്റു 4 pi r² ഡിവൈഡഡ് ബൈ R എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു Q2 ഡാഷ് എന്ന് പറഞ്ഞാൽ സിഗ്മ 2 ഇൻറ്റു 4 pi ഇൻറ്റു 2R ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2R എന്ന് വരും. ഓക്കെ അല്ലേ? അപ്പോൾ ഇതിൻ്റെ R² നമുക്ക് ക്യാൻസൽ ചെയ്യാം അല്ലേ? R² Rയും ക്യാൻസൽ ചെയ്യാം. അതുപോലെ ഒരു 2Rഉം ക്യാൻസൽ ചെയ്യാം. അതുകൊണ്ട് ഒരു 4 piയും ക്യാൻസൽ ചെയ്യാം. പോയിട്ട് നമുക്ക് സിഗ്മ 1 ഈസ് ഈക്വൽ ടു എന്തെന്ന് വരും? സിഗ്മ 1 ഈസ് ഈക്വൽ ടു 2R ടൈംസ് സിഗ്മ 2 അല്ലേ? 2 ഇൻറ്റു ഇവിടുത്തെ ഒരു 6 ആണ് പോകുന്നത് അല്ലേ? ഇപ്പോൾ നമുക്കൊരു മിച്ചമുള്ള 6 കൂടെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 2 ടൈംസ് സിഗ്മ 2 എന്ന് പറഞ്ഞുകൊണ്ട് വരും. ഓക്കെ അല്ലേ? സിഗ്മ 1 ഈസ് ഈക്വൽ ടു 2 ടൈംസ് സിഗ്മ 2 എന്ന് വരും. അപ്പോൾ വേണ്ടത് നോക്കിയേ, ഇവിടുത്തെ 6 കൂടെ നമ്മൾ ക്യാൻസൽ ചെയ്തായിരുന്നു. അപ്പോൾ സിഗ്മ 1 2 സിഗ്മ 2 ആണ്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കാം. നമുക്ക് സിഗ്മ 2 ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അപ്പോൾ വേണ്ടത് നമുക്ക് സിഗ്മ 1 പകരം സിഗ്മ 2 എന്ന് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് കിട്ടും? സോ നമുക്ക് 2 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും വരുന്നത്? 2 സിഗ്മ 2 പ്ലസ് 4 സിഗ്മ 2 ഈസ് ഈക്വൽ ടു 5 സിഗ്മ എന്ന് വരും അല്ലേ? അപ്പോൾ 6 സിഗ്മ 2 ഈസ് ഈക്വൽ ടു 5 സിഗ്മ എന്ന് വരും. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സിഗ്മ ഡാഷ് ഡിവൈഡഡ് ബൈ സിഗ്മയാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? സിഗ്മ ഡാഷ് ബൈ സിഗ്മയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ സിഗ്മ ഡാഷ് എന്ന് പറഞ്ഞാൽ സിഗ്മ 2 ആണ്. സോ സിഗ്മ 2 ഡിവൈഡഡ് ബൈ സിഗ്മ എന്ന് പറഞ്ഞാൽ എന്ത് വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു 5/6 വരും. സോ ദാറ്റ് ഇംപ്ലൈസ് സിഗ്മ ഡാഷ് ബൈ സിഗ്മ ഈസ് ഈക്വൽ ടു 5/6 ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ 5/6 ആണ് ഉത്തരം. ഒരുപക്ഷെ ഇത് ചെയ്ത് പഠിച്ചിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നേരിട്ട് ഉത്തരം എഴുതിയിട്ടുണ്ടായിരിക്കും. കാരണം വളരെ ഫെമിലിയർ ആയിട്ടുള്ള റിസൾട്ട് ആയിരിക്കും നിങ്ങൾക്കത് അല്ലേ? 5/6 ആണ് നമുക്ക് ഉത്തരം വരുന്നത്. ഇനിയിപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, ഹീറ്റ് ഈസ് ഗിവൺ ടു ആൻ ഐഡിയൽ ഗ്യാസ് ഇൻ ആൻ ഐസോതെർമൽ പ്രോസസ്. ഇപ്പോൾ കുറേ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇന്റേണൽ എനർജി ഓഫ് ദി ഗ്യാസ് വിൽ ഡിക്രീസ്, ഇന്റേണൽ എനർജി ഓഫ് ദി ഗ്യാസ് വിൽ ഇൻക്രീസ്, ഇന്റേണൽ എനർജി ഓഫ് ദി ഗ്യാസ് വിൽ നോട്ട് ചേഞ്ച്, ദ ഗ്യാസ് വിൽ ഡു പോസിറ്റീവ് വർക്ക്, ദ ഗ്യാസ് വിൽ ഡു നെഗറ്റീവ് വർക്ക്. അപ്പോൾ കറക്റ്റ് ഓപ്ഷൻസ് ഏതൊക്കെയാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അപ്പോൾ വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, എല്ലാവർക്കും ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്.
നോക്കി ഹീറ്റ് ഇസ് ഗിവൺ ടു ആൻ ഐഡിയൽ ഗ്യാസ് ഇൻ ആൻ ഐസോതെർമൽ പ്രോസസ്സ്. അപ്പോൾ തന്നിരിക്കുന്ന ഐഡിയൽ ഗ്യാസ് ആണ്. ഒരു ഐഡിയൽ ഗ്യാസ് ഒരു ഐസോതെർമൽ പ്രോസസ്സ് അണ്ടർഗോ ചെയ്യുവാണ്. അപ്പോൾ ഐസോതെർമൽ പ്രോസസ്സ് ആണെങ്കിൽ നമുക്കറിയാം എന്തായിരിക്കും കോൺസ്റ്റൻറ്റ്. ഐസോതെർമൽ പ്രോസസ്സ് ആണെങ്കിൽ നമുക്കറിയാം അതിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്ന വേരിയബിൾ, തെർമോഡൈനാമിക് വേരിയബിൾ കോൺസ്റ്റൻ്റ് ആയിരിക്കും അല്ലേ. സോ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ ഐഡിയൽ ഗ്യാസ് ആയതുകൊണ്ട് നമുക്കറിയാം ഇൻറ്റേർണൽ എനർജി എന്ന് പറഞ്ഞാൽ എന്തിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ഐഡിയൽ ഗ്യാസ് എന്ന് പറഞ്ഞാൽ ഇൻറ്റേർണൽ എനർജി ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ യു എന്ന് പറഞ്ഞാൽ യു ഇസ് എ ഫംഗ്ഷൻ ഓഫ് ടെമ്പറേച്ചർ എലോൺ ആണ്. ശരിയല്ലേ. അപ്പോൾ ഒരു ഐഡിയൽ ഗ്യാസിൻ്റെ ഇൻറ്റേർണൽ എനർജി ടെമ്പറേച്ചറിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഐസോതെർമൽ പ്രോസസ്സിൽ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണ്. അതുകൊണ്ട് ഐഡിയൽ ഗ്യാസ് ആയതുകൊണ്ട് ഇൻറ്റേർണൽ എനർജി ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ടെമ്പറേച്ചർ. അപ്പോൾ ടെമ്പറേച്ചർ മാറുന്നില്ലെങ്കിൽ ഇൻറ്റേർണൽ എനർജി മാറുന്നില്ല. ശരിയല്ലേ. സോ ദാറ്റ് ഇംപ്ലൈസ് ഇൻറ്റേർണൽ എനർജി ഈസ് ഓൾസോ എ കോൺസ്റ്റൻറ്റ്. ഇൻറ്റേർണൽ എനർജിക്ക് ചേഞ്ച് ഇല്ല. ഓക്കെ ആണല്ലോ. ഇൻറ്റേർണൽ എനർജി കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഇൻറ്റേർണൽ എനർജിയെ പറ്റിയുള്ള ഏത് ഓപ്ഷനാണ് കറക്റ്റ്? ഇൻറ്റേർണൽ എനർജി ഡിക്രീസ് തെറ്റാണ്, ഇൻറ്റേർണൽ എനർജി ഇൻക്രീസ് തെറ്റാണ്, ഇൻറ്റേർണൽ എനർജി ഓഫ് ദി ഗ്യാസ് വിൽ നോട്ട് ചേഞ്ച്. അപ്പോൾ ഓപ്ഷൻ സി കറക്റ്റ് ആണ് അല്ലേ. അപ്പോൾ സി കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇനിയിപ്പോൾ ദ ഗ്യാസ് വിൽ ഡു പോസിറ്റീവ് വർക്ക് ആൻഡ് ദ ഗ്യാസ് വിൽ ഡു നെഗറ്റീവ് വർക്ക്. അപ്പം വർക്ക് ഡൺ ബൈ ദ ഗ്യാസോടെ നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. അത് നമുക്കറിയാം ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഉപയോഗിച്ചാൽ മതി അല്ലേ. എന്താ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറയുന്നത്? അപ്പോൾ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് അപ്പോൾ നമുക്കറിയാം ദാറ്റ് ഈസ് ഗിവൺ ബൈ ഡി ക്യു ഇസ് ഈക്വൽ ടു ഡി യു പ്ലസ് ഡി ഡബ്ല്യു എന്നാണ് അല്ലേ. ഡി ക്യു എന്ന് പറഞ്ഞാൽ സിസ്റ്റത്തിലോട്ട് നമ്മൾ ആഡ് ചെയ്യുന്ന ഹീറ്റാണ്. ആൻഡ് ഡി യു എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി ഓഫ് ദ സിസ്റ്റമാണ്. ഡി ഡബ്ല്യു എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ഇൻഫിനിറ്റസിമൽ വർക്ക് ഡൺ ബൈ ദ ഗ്യാസ് ആണ്. അപ്പോൾ നമുക്കറിയാം ഡി യു എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും മക്കളെ? ഡി യു എന്ന് പറഞ്ഞാൽ യു കോൺസ്റ്റൻ്റ് ആണല്ലോ. യു കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ഡി യു എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. ശരിയല്ലേ. ഡി യു 0 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഡി ഡബ്ല്യു എന്ന് പറഞ്ഞാൽ എന്തിനോട് ഈക്വൽ ആയിരിക്കും? ഡി ഡബ്ല്യു ഇസ് ഈക്വൽ ടു ഡി ക്യൂവിനോട് ഈക്വൽ ആയിരിക്കും നമുക്ക് കിട്ടും. ശരിയല്ലേ. ഡി ഡബ്ല്യു എന്ന് പറഞ്ഞാൽ ഡി ക്യൂവിനോട് ഈക്വൽ ആയിരിക്കും നമുക്ക് കിട്ടും. ഓക്കെ ആണല്ലോ. അപ്പോൾ നോക്കിയാൽ ഹീറ്റ് ഈസ് ഗിവൺ ടു ആൻ ഐഡിയൽ ഗ്യാസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഹീറ്റ് ഈസ് ഗിവൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സിസ്റ്റത്തിലോട്ട് ആഡ് ചെയ്യുന്ന ഹീറ്റ് നമ്മൾ പോസിറ്റീവായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഹീറ്റ് ഈസ് സപ്ലൈഡ് ടു ദ സിസ്റ്റമാണ്. അതുകൊണ്ട് ഡി ക്യു എന്ന് പറഞ്ഞാൽ ഒരു പോസിറ്റീവ് ടൈം ആയിരിക്കും. ശരിയല്ലേ. ഡി ക്യു ഒരു പോസിറ്റീവ് ടൈം ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഡി ഡബ്ല്യു ഈസ് ഓൾസോ പോസിറ്റീവ് നമുക്ക് പറയാൻ പറ്റും. കാരണം ഡി ഡബ്ല്യു ഈക്വൽ ടു ഡി ക്യു ആണ്. അപ്പോൾ ഹീറ്റ് ഈസ് ആഡഡ് ടു ദ സിസ്റ്റം എന്നാണ്. ഹീറ്റ് ഈസ് ലിബറേറ്റഡ് ബൈ ദ സിസ്റ്റം എന്നാണെങ്കിൽ നമ്മൾ ഡി ക്യു നെഗറ്റീവ് കൊടുത്തേനെ. സിസ്റ്റത്തിലോട്ട് ആഡ് ചെയ്യപ്പെടുന്ന ഹീറ്റ് നമ്മൾ പോസിറ്റീവായിട്ടാണ് നമ്മുടെ കൺവെൻഷൻ എടുക്കുന്നത്. അതുകൊണ്ട് വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം അല്ലെങ്കിൽ വർക്ക് ഡൺ ബൈ ദ ഗ്യാസ് എന്ന് പറയുന്നതും പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ ദ ഗ്യാസ് വിൽ ഡു പോസിറ്റീവ് വർക്ക് എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. അപ്പോൾ സിയും ഡിയുമാണ് നമ്മളുടെ കറക്റ്റ് ഓപ്ഷൻസ് വരുന്നത്. സിയും ഡിയുമാണ് കറക്റ്റ് ഓപ്ഷൻസ്. ഓക്കെ ആണല്ലോ. അപ്പോൾ അതും വളരെ എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇനിയിപ്പോൾ ഇതാണ്ട് ക്വസ്റ്റ്യൻ നമ്പർ 12. Electric field in a certain region is given by E is equal to A by X square I cap plus B y cube J cap. The SI unit of A and B are അല്ലേ. ഇലക്ട്രിക് ഫീൽഡിൻ്റെ എക്സ്പ്രഷൻ ഒക്കെ കണ്ടപ്പോൾ നമ്മൾ കൂടുതൽ പ്രതീക്ഷിച്ചു. പക്ഷേ ചോദ്യം ബേസിക്കലി യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ് എന്നുള്ളൊരു ക്വസ്റ്റൻ ആണ്. അതായത് SI യൂണിറ്റ്സ് ഓഫ് A and B എന്താണെന്നുള്ളത് കണ്ടുപിടിച്ചാൽ മതി അല്ലേ. അപ്പോൾ ഓപ്ഷൻ നോക്കിയാൽ അറിയാം ഇലക്ട്രിക് ഫീൽഡിൻ്റെ യൂണിറ്റ് അതുകൊണ്ട് ന്യൂട്ടണും കുളോമ്പും എല്ലാം വന്നിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡിൻ്റെ യൂണിറ്റ് അവർ ന്യൂട്ടൺ പെർ കുളോമ്പിലാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ യൂണിറ്റ് നമുക്കറിയാം. ഇലക്ട്രിക് ഫീൽഡിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? ഇലക്ട്രിക് ഫീൽഡിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ന്യൂട്ടൺ പെർ കുളോമ്പാണെന്നുള്ളത് നമുക്കറിയാം. SI യൂണിറ്റ് ന്യൂട്ടൺ പെർ കുളോമ്പാണ്. അല്ലെങ്കിൽ നമുക്കതിനെ ന്യൂട്ടൺ കുളോം റേസ് ടു -1 എന്ന് എഴുതാം. ന്യൂട്ടൺ കുളോം റേസ് ടു -1 എന്ന് എഴുതാം. ഇനിയിപ്പോൾ തന്നെ ഡയമെൻഷൻ അനാലിസിസ് നോക്കുവാണെങ്കിൽ ഇ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഓഫ് ഡയമെൻഷൻസ് ആണ്. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡിൽ റൈറ്റ് ഹാൻഡിലെയും ഒരു ഇക്വേഷൻ്റെ ഡയമെൻഷൻസ് കറക്റ്റ് ആയിരിക്കണം. റൈറ്റ് സൈഡിൽ സമ്മോ ഡിഫറൻസോ വന്നു കഴിഞ്ഞാൽ ഓരോ ടൈമിൻ്റെയും ആഡ് ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ ഡിഫറൻസ് എടുക്കപ്പെടുകയോ ചെയ്യുന്ന ഓരോ ടൈമിൻ്റെ ഡയമെൻഷൻസ് ഈ കറക്റ്റ് ആയിരിക്കണം അല്ലെങ്കിൽ സെയിം ആയിരിക്കണം എന്നുള്ള നമുക്കറിയാം. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ അതേ ഡയമെൻഷൻ ആയിരിക്കും A by X സ്ക്വയറിന്. അതുപോലെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ അതേ ഡയമെൻഷൻ ആയിരിക്കും B by Y ക്യൂബിനും. ശരിയല്ലേ. സോ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയമെൻഷനും A by X സ്ക്വയറിൻ്റെ ഡയമെൻഷനും സെയിം ആയിരിക്കണം. ഓക്കെ ആണല്ലോ. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എക്സും വൈ എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ പൊസിഷൻ എന്നുള്ള മീനിങ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് ലെങ്ത്തിൻ്റെ ഡയമെൻഷൻ ആയിരിക്കും അല്ലെങ്കിൽ SI യൂണിറ്റ് മീറ്റർ ആയിരിക്കും വരുന്നത് അല്ലേ. അപ്പോൾ അതിൽ നമുക്ക് എയുടെ ഡയമെൻഷൻ എന്താണെന്ന് കിട്ടും? എയുടെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് E ഇൻറ്റു എക്സ് സ്ക്വയർ എന്ന് വരും. ഓക്കെ ആണല്ലോ. E ഇൻറ്റു എക്സ് സ്ക്വയർ എന്ന് വരും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എയുടെ SI യൂണിറ്റ് നമുക്ക് കിട്ടി. എയുടെ SI യൂണിറ്റ് എന്ത് വരും? ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റു എക്സ് സ്ക്വയറിൻ്റെ SI യൂണിറ്റ് എടുത്താൽ മതി. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിന് നമുക്കറിയാം ന്യൂട്ടൺ കുളോം റേസ് ടു -1 ആണ്. ഇൻറ്റു എക്സ് സ്ക്വയറിൻ്റെ യൂണിറ്റ് നമുക്കറിയാം മീറ്റർ സ്ക്വയർ വരും. സോ ദാറ്റ് ഇംപ്ലൈസ് ന്യൂട്ടൺ മീറ്റർ സ്ക്വയർഡ് കുളോം റേസ് ടു -1 എന്നാണ് എയുടെ SI യൂണിറ്റ് വരുന്നത്. ഓക്കെ ആണല്ലോ.
അതുപോലെ ബിയുടെ SI യൂണിറ്റ് നമ്മൾ കണക്ക് ഇയും B/Y³ ഒരേ ഡയമെൻഷൻ ആയിരിക്കും. സോ E is equal to B/Y³ ആണ്. B/Y³ ആണ് വരുന്നത്. സോ ദാറ്റ് ഇംപ്ലൈസ് B is equal to എന്ത് വരും? E into Y³ എന്ന് വരും. ശരിയല്ലേ? E into Y³ എന്ന് വരും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബിയുടെ ഡയമെൻഷൻ അല്ലെങ്കിൽ ബിയുടെ SI യൂണിറ്റ് എന്ത് വരും? ഇലക്ട്രിക് ഫീൽഡിൻ്റെ SI യൂണിറ്റ് ഇൻറ്റു Y³ SI യൂണിറ്റ് എന്നാണ് വരുന്നത്. ഇലക്ട്രിക് ഫീൽഡ് നമുക്കറിയാം ന്യൂട്ടൺ പെർ കുളോംബ് ആണ് വരുന്നത്. ഇൻറ്റു Y³ നമുക്കറിയാം മീറ്റർ ക്യൂബ് എന്നാണ് വരുന്നത്. സോ ഇറ്റ് ഇസ് ന്യൂട്ടൺ മീറ്റർ ക്യൂബ് കുളോംബ് റേസ് ടു -1 എന്നാണ് ഉത്തരം വരുന്നത്. സോ എയുടെയും ബിയുടെയും യൂണിറ്റുകൾ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ കുളോംബ് റേസ് ടു -1 ആൻഡ് ന്യൂട്ടൺ മീറ്റർ ക്യൂബ് കുളോംബ് റേസ് ടു -1 ആണ് വരുന്നത്. ഓപ്ഷൻ 2 വരും. അപ്പോൾ അതും എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ അടുത്താണ്ട് ക്വസ്റ്റ്യൻ നമ്പർ 13. Question number 13, the output waveform of the given logical circuit in the following inputs A and B are shown below. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇൻപുട്ട് ഒക്കെ തന്നിട്ടുണ്ടല്ലേ, നമുക്ക് ഡയഗ്രാം ഒക്കെ തന്നിട്ടുണ്ട്, ടൈമിംഗ് ഡയഗ്രാം നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഔട്ട്പുട്ട് വേവ് ഫോം എന്തായിരിക്കും എന്നുള്ളതാണ്, അതായത് വൈയുടെ വേവ് ഫോം എങ്ങനെയാണെന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് മൂന്നും നമുക്ക് തന്നിരിക്കുന്നത് നാൻഡ് ഗേറ്റുകളാണ് അല്ലേ, നാൻഡ് ഗേറ്റുകളാണ് മൂന്നും തന്നിരിക്കുന്നത്. നിങ്ങൾക്കറിയാം ആൻഡ് ഇട്ടിട്ട് ഒരു നോട്ടിൻ്റെ ഒരു സിമ്പിളോടെ കൊടുത്താൽ ദാറ്റ് ഈസ് ആൻഡ്, അതിൻ്റെ കൂട്ടത്തിൽ ഒരു നോട്ട് ഓപ്പറേഷനോടെ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നാൻഡ് ഗേറ്റ് ആണ് വന്നിരിക്കുന്നത്. 3 നാൻഡ് ഗേറ്റ്സ് ആണ്. അപ്പോൾ നാൻഡ് ഗേറ്റ്സിൻ്റെ രണ്ട് ഇൻപുട്ടുകൾ ഇവിടെ ഷോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു ഷോർട്ടഡ് നാൻഡ് ഗേറ്റ് ഒരു നോട്ട് ഗേറ്റ് ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്, ശരിയല്ലേ? ഒരു ഷോർട്ടഡ് നാൻഡ് ഗേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു നോട്ട് ഗേറ്റ് ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ എ വരും. അപ്പോൾ ഇതൊരു നോട്ട് ഗേറ്റ് ആണെന്ന് നിങ്ങൾ വിചാരിച്ചാൽ മതി. നോട്ട് ഗേറ്റ് എന്താ ചെയ്യുന്നത്? നോട്ട് ഗേറ്റ് എപ്പോഴും നമുക്ക് എന്ത് ഇൻപുട്ട് കൊടുത്താലും അതിനെ കോംപ്ലിമെൻറ്റ് ചെയ്യുവാണ് ചെയ്യുന്നത് അല്ലേ, അതിനെ നേരെ റിവേഴ്സ് ആയിട്ടുള്ള ഔട്ട്പുട്ട് ആയിരിക്കും നിങ്ങൾക്ക് തരുന്നത്. 0 കൊടുത്താൽ 1 തരും, 1 കൊടുത്താൽ 0 തരും അല്ലേ. അപ്പോൾ എ കൊടുത്താൽ നമുക്ക് ഔട്ട്പുട്ടിൽ എന്ത് കിട്ടും? നമുക്ക് എ കോംപ്ലിമെൻറ്റ് കിട്ടും. ഓക്കെ ആണല്ലോ. അതുപോലെ ഇവിടെയും ഷോർട്ടഡ് നാൻഡ് ഗേറ്റ് ആണ്. സോ ഇറ്റ് വിൽ ഓൾസോ ആക്ട് ആസ് എ നോട്ട് ഗേറ്റ്. അപ്പോൾ ഇവിടെ ബി എന്ന് പറഞ്ഞ ഇൻപുട്ട് കൊടുത്താൽ യു വിൽ ഗെറ്റ് ബി കോംപ്ലിമെൻറ്റ് ഹിയർ ആണല്ലോ. ഇനി ഇത് രണ്ടും കൂടെ ഒരു നാൻഡ് ഗേറ്റിലോട്ട് കൊടുത്തിരിക്കുവാണ്. അപ്പോൾ ഇത് ഷോർട്ട് ചെയ്തിരിക്കുവല്ല, ഇവിടെ രണ്ടിടത്ത് 2 ഇൻപുട്ട്സ് ആണ്. അപ്പം എ ഇൻറ്റു എ കോംപ്ലിമെൻറ്റും ബി കോംപ്ലിമെൻറ്റും വരെ നമ്മൾ നാൻഡ് ചെയ്തിരിക്കുവാണ്. അപ്പം നാൻഡ് ഓപ്പറേഷൻ നമുക്കറിയാം. അപ്പോൾ വൈ ഇസ് ഈക്വൽ ടു എ കോംപ്ലിമെൻറ്റ് ഇൻറ്റു ബി കോംപ്ലിമെൻറ്റ് ദ ഹോൾ കോംപ്ലിമെൻറ്റ് വരും അല്ലേ. കാരണം നാൻഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആൻഡ് എടുത്തിട്ട് നോട്ട് എടുക്കുവാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ആൻഡ് എടുക്കുക എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലൈ ചെയ്യുവാണ് ചെയ്യുന്നത്, ബൂലിയൻ മൾട്ടിപ്ലിക്കേഷൻ ആണ് വരുന്നത്. പിന്നെ അതിൻ്റെ കോംപ്ലിമെൻറ്റ് എടുക്കണം, അങ്ങനെയാണ് നാൻഡ് ഓപ്പറേഷൻ വരുന്നത്. അപ്പോൾ രണ്ടുപേരുടെ ഇൻപുട്ടിൻ്റെ ബൂലിയൻ പ്രൊഡക്റ്റ് നമ്മൾ എടുത്തിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? പിന്നെ അതിനെ കോംപ്ലിമെൻറ്റ് എടുക്കുന്നു. അപ്പം എ കോംപ്ലിമെൻറ്റ് ഇൻറ്റു ബി കോംപ്ലിമെൻറ്റ് ഹോൾ കോംപ്ലിമെൻറ്റ് എന്ന് വരും. ഇപ്പോൾ ഡിമോർഗൻസ് ലോ നമ്മൾ അപ്ലൈ ചെയ്യുവാണെങ്കിൽ this is equal to a complement the whole complement plus b complement the whole complement എന്ന് വരും. ഓക്കെ ആണല്ലോ. അപ്പോൾ a complement the whole complement നമുക്കറിയാം a ആണ്. അതുപോലെ തന്നെ b complement the whole complement എന്ന് പറയുന്നത് b ആണ്. അപ്പോൾ y is equal to a plus b എന്നാണ് നമുക്ക് കിട്ടുന്നത് അല്ലേ. y is equal to a plus b എന്നാണ് കിട്ടുന്നത്. ഇനിയിപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ y is equal to a plus b ആണ്. ഇനിയിപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് നോക്കണം. വേണ്ട എയും ബി ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ, എയും ബി ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഓർ ഓപ്പറേഷൻ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട്പുട്ട് ഏതാ നമ്മൾ കണ്ടുപിടിച്ചാൽ മതി അല്ലേ. ഓർ ഓപ്പറേഷൻ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട്പുട്ട് ഏതാ നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ നമുക്കിവിടെ വൈഡ് ഔട്ട്പുട്ട് വരയ്ക്കാം. വൈഡ് ഔട്ട്പുട്ട് എങ്ങനെ വരും എന്നുള്ളത് ഓക്കെ നോക്കിയേ. അപ്പോൾ ഇനിഷ്യലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എയുടെ വാല്യൂ എങ്ങനെയാണ് വന്നിരിക്കുന്നത്? ഇനിഷ്യലി നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ട് എ എന്ന് പറയുന്നത് ബി എന്ന് പറയുന്നത് ഇനിഷ്യലി 0 ആയിരുന്നു അല്ലേ. T1 മുന്നേ എയും ബിയും 0 ആയിരുന്നു. അപ്പോൾ നമുക്ക് T1 വരെ എന്ത് വരും എന്നുള്ളത് നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം രണ്ട് T1 അല്ല ഇവിടെ ഒന്ന് വരയ്ക്കുവാണേ. ഇത് T1 ആണ്, ഇത് T2 ആണ്, T3, T4, T5 and T6. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് സ്റ്റേറ്റുകൾ എങ്ങനെ വരുമെന്നുള്ളത് നോക്കാം അല്ലേ. ഇപ്പോൾ നോക്കുക, ഇനിഷ്യലി അതായത് T1 മുന്നേ എയും ബിയും 0 ആയിരുന്നു ശരിയല്ലേ. T1 മുന്നേ എയും ബിയും 0 ആയിരുന്നു. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എയും ബിയും കൂടെ ആഡ് ചെയ്ത് നമുക്ക് എന്ത് വരണം? എയും ബിയും കൂടെ ആഡ് ചെയ്ത് നമുക്ക് 0 വരണം ശരിയല്ലേ. അപ്പം T1 മുന്നേ നമ്മൾ നോക്കുകയാണെങ്കിൽ T1 മുന്നേ നമുക്ക് എയും ബിയും കൂടെ ആഡ് ചെയ്ത് നമുക്ക് 0 ആണ് വരുന്നത്. ഓക്കെ, 0 വന്നു. ഇനി T1 തൊട്ട് T2 വരെയുള്ള ടൈമിൽ, അതായത് T1 തൊട്ട് T2 വരെയുള്ള ടൈമിൽ എ
ഹൈ ആയിരുന്നു, ബി ലോ ആയിരുന്നു. ഓക്കെ അല്ലേ? അപ്പോൾ A1 ആയിരുന്നു, B0 ആയിരുന്നു. അപ്പോൾ ആഡ് ചെയ്താൽ എത്ര വരും? 1 വരും. അപ്പോൾ T1 to T2 നമുക്ക് വരുന്നത് എങ്ങനെയാണ്? T1 to T2 നമ്മുടെ ഔട്ട്പുട്ട് ഹൈ ആയിരിക്കും. ഓക്കെ ആണല്ലോ. ഇനി T2 to T3 നോക്കണം. T2 to T3 അപ്പോഴും A ഹൈ ആണ്, ബിയും ഹൈ ആണ്. ശരിയല്ലേ? അപ്പോൾ രണ്ട് ടൈം ഇൻ്റർവെല്ലും എയും ബിയും ഹൈ ആണ്. അത് നമ്മുടെ ഔട്ട്പുട്ടും ഹൈ ആയിരിക്കും. അപ്പം ഇതേ ഔട്ട്പുട്ട് തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്യും. അപ്പം നമ്മുടെ ഔട്ട്പുട്ട് ഹൈ ആണ്. ഇനി T3 to T4 നോക്കണം. T3 to T4 നമ്മുടെ A എന്താവുന്നുണ്ട്? A ലോ ആണ്. ശരിയല്ലേ? അതുപോലെ B ഹൈ ആണ്. അപ്പോഴത്തേക്കിനും രണ്ടും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് വരും? നമുക്ക് ഹൈ ഔട്ട്പുട്ട് തന്നെ വരും. ഇനി അടുത്തത് T4 to T5 ആണ്. T4 to T5 നമുക്കറിയുന്നുണ്ട് എയും ലോ ആണ്, ബിയും ലോ ആണ്. അപ്പോൾ രണ്ടുപേരുടെയും ഔട്ട്പുട്ട് എന്തായിരിക്കണം? ലോ ആയിരിക്കണം. അപ്പോൾ T4 to T5 രണ്ടുപേരുടെ ഔട്ട്പുട്ട് ലോ ആണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് രണ്ടുപേരുടെയും ലോ ആയതുകൊണ്ട് ഔട്ട്പുട്ട് ലോ ആയിരിക്കും. ഇനി T5 to T6 നോക്കുകയാണെങ്കിൽ T5 to T6 A ഹൈ ആണ്, ബി ലോ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഔട്ട്പുട്ട് ഹൈ ആയിരിക്കണം. ഇനി T6 പുറത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായിരിക്കും കിട്ടുന്നത്? T6 പുറത്തേക്ക്, അപ്പോൾ തന്നെ T6 പുറത്തേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ A ലോ ആയി, പക്ഷെ B ഹൈ ആണ്. ശരിയല്ലേ? അതുകൊണ്ട് ഇതേ ഔട്ട്പുട്ട് തന്നെയായിരിക്കും പുറത്തേക്ക് പോകുന്നത്. ഔട്ട്പുട്ട് ഹൈ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളുടെ ടൈമിംഗ് ഡയഗ്രാം വരുന്നത് അല്ലേ? ഔട്ട്പുട്ടിൻ്റെ ടൈമിംഗ് ഡയഗ്രാം നമുക്ക് ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇതേ ഓപ്ഷൻ നമുക്ക് എവിടെയാണ് തന്നിരിക്കുന്നത് നോക്കാം. ഇതേ ഓപ്ഷൻ എവിടെയാണുള്ളതെന്ന്. ഓക്കെ, നമുക്ക് തന്നിരിക്കുന്നത് ഉണ്ട് ഈ ഒരു ഓപ്ഷനിലാണ് വരുന്നത്. കാരണം നമ്മൾ നോക്കുകയാണെങ്കിൽ 0 to T4 വരെ അല്ലേ, 0 to T4 വരെ നമുക്ക് ഔട്ട്പുട്ട്, T1 to T4 വരെ നമുക്ക് ഔട്ട്പുട്ട് ഹൈ ആയിരുന്നു. T1 to T4 വരെ നമ്മുടെ ഔട്ട്പുട്ട് ഹൈ ആണ്. പിന്നെ T5 to T6 പിന്നെ നമ്മുടെ ഔട്ട്പുട്ട് ഹൈ ആവുന്നത്. ശരിയല്ലേ? T5 to T6 നമ്മുടെ ഔട്ട്പുട്ട് ഹൈ ആവുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ വരുന്നത്. ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. ഓക്കെ അല്ലേ? അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, ദ ഹൈറ്റ് ഓഫ് എ ലിക്വിഡ് കോളം റേസ്ഡ് ഇൻ എ capillary tube of certain radius when dipped in a liquid A vertically is 5 cm. If the tube is dipped in a similar manner in another liquid B of surface tension and density double the values of liquid A, the height of liquid column raised in liquid B would be dash meter. അപ്പോൾ നമ്മളോട് കണ്ടാൽ തന്നെ അറിയാം. ഇപ്പോൾ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ലിക്വിഡ്സ് എന്നുള്ളൊരു ചോദ്യമാണ് അല്ലേ? നമുക്ക് കാപ്പിലറി റൈസുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. അപ്പോൾ the height of a liquid column raised in a capillary tube of certain radius when dipped in liquid A vertically is 5 cm. അപ്പോൾ A എന്ന് പറയുന്ന ഒരു ലിക്വിഡിൽ ഡിപ്പ് ചെയ്തപ്പോൾ, വെർട്ടിക്കലി ഡിപ്പ് ചെയ്തപ്പോൾ ഹൈറ്റ് ഓഫ് ദി ലിക്വിഡ് കോളം 5 cm ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എഴുതി പോവാം. അപ്പം ഹൈറ്റ് ഓഫ് ദി ലിക്വിഡ് കോളം വെൻ ദ capillary tube is dipped in liquid A എന്ന് പറഞ്ഞാൽ 5 cm ആണ്. ഇനി if the same tube is dipped in a similar manner in another liquid B of surface tension and density double the values of liquid A, the height of liquid column raised in liquid B will be. അപ്പോൾ HB ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇനിയിപ്പോൾ B എന്ന് പറയുന്ന ഒരു ലിക്വിഡിലോട്ട് നമ്മൾ സെയിം കാപ്പിലറി ട്യൂബ് ഇമേഴ്സ് ചെയ്യുവാണെങ്കിൽ അവിടുത്തെ ഹൈറ്റ് എത്രയായിരിക്കും എന്നാണ് ചോദ്യം. അപ്പോൾ നമ്മളോട് പറയുന്നുണ്ട് അവിടുത്തെ സർഫസ് ടെൻഷനും ഡെൻസിറ്റിയും ലിക്വിഡ് എയിലെ ഡബിൾ ആണ് വരുന്നതെന്ന് പറയുന്നുണ്ട് അല്ലേ? അപ്പോൾ സർഫസ് ടെൻഷൻ ഓഫ് ബി എന്ന് പറഞ്ഞാൽ 2 times സർഫസ് ടെൻഷൻ ഓഫ് എ ആണ്. ആൻഡ് ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് ബി എന്ന് പറഞ്ഞാൽ 2 times ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് എ ആണെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് ഇൻഫർമേഷൻ ഉപയോഗിച്ച് HB എത്രയാണെന്ന് കണ്ടുപിടിക്കണം. നമുക്ക് ആംഗിൾ ഓഫ് കോൺടാക്റ്റിനെ പറ്റിയുള്ള ഇൻഫർമേഷൻ ഒന്നും പറഞ്ഞിട്ടില്ല ചോദ്യത്തിൽ. ഓക്കെ അല്ലേ? അപ്പോൾ തന്നിരിക്കുന്ന ഡേറ്റ വെച്ചിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ രണ്ടിടത്തെയും ആംഗിൾ ഓഫ് കോൺടാക്ട് സെയിം ആയിരിക്കും നമ്മൾ അനുമാനിക്കുവാണ്. അപ്പോൾ തന്നെ നോക്കി എച്ചിൻ്റെ ഫോർമുല നമുക്കറിയാം. H is equal to capillary rise എന്ന് പറഞ്ഞാൽ 2s cos theta ഡിവൈഡഡ് ബൈ റോ RG ആണ് വരുന്നത് അല്ലേ? റോ RG എന്നാണ് വരുന്നത്. R എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കാപ്പിലറി ട്യൂബിൻ്റെ റേഡിയസ് ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ H എന്ന് പറഞ്ഞാൽ എന്തിനോടൊക്കെ പ്രൊപ്പോർഷൻ ആണ്? H is proportional to S ഡിവൈഡഡ് ബൈ റോ ആണ്. ശരിയല്ലേ? H is proportional to S ഡിവൈഡഡ് ബൈ റോ ആണ് വരുന്നത്. അതുകൊണ്ട് HB ബൈ HA ചെയ്താൽ എന്ത് വരും? HB ഡിവൈഡഡ് ബൈ HA ഇസ് ഈക്വൽ ടു SB ഡിവൈഡഡ് ബൈ SA ഇൻറ്റു എന്ത് വരണം? റോ A ഡിവൈഡഡ് ബൈ റോ B എന്ന് വരണം. കാരണം റോയോട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ആണ്. അപ്പോൾ SB ബൈ SA ചെയ്താൽ നമുക്ക് 2 വരും. ഇൻറ്റു റോ A ബൈ റോ B ചെയ്താൽ നമുക്ക് 1/2 വരും, വിച്ച് ഇസ് ഈക്വൽ ടു 1. അതുകൊണ്ട് HBയുടെ വാല്യൂ എത്ര തന്നെ ആയിരിക്കണം? HAയോട് ഈക്വൽ ആയിരിക്കണം, വിച്ച് ഇസ് ഈക്വൽ ടു 5 cm. ഓക്കെ അല്ലേ? അപ്പം 5 cm ഈക്വൽ ആയിരിക്കണം. നമുക്ക് ഉത്തരം മീറ്ററിലാണ് വേണ്ടത്. അപ്പോൾ മീറ്ററിൽ കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് വരും? സോ മീറ്ററിൽ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ദിസ് 0.05 മീറ്റർ എന്ന് വരും. 0.05 മീറ്റർ. ഓക്കെ, ഇപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ,
A sinusoidal carrier voltage is amplitude modulated. The resultant amplitude modulated wave has maximum and minimum amplitude of 120 volt and 80 volt respectively. The amplitude of each sideband is. അപ്പോൾ വളരെ ഡയറക്റ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ നമ്മുടെ ഒരു സിനുസോഡൽ കരിയർ വേവിനെ നമുക്ക് എന്ത് ചെയ്യുവാണ്, ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റ് ചെയ്യുവാണ്. ശരിയല്ലേ, ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ ആണ് ചെയ്യുന്നത്. അപ്പോൾ റിസൾട്ടൻറ്റ് മോഡുലേറ്റഡ് വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡ്സിൻ്റെ മാക്സിമം ആൻഡ് മിനിമം വാല്യൂസ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം റിസൾട്ടൻറ്റ് വേവിൻ്റെ മാക്സിമം എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് എ സം ഓഫ് ആംപ്ലിറ്റ്യൂഡ്സ് ഓഫ് ദ കാരിയർ ആൻഡ് ദ മോഡുലേറ്റിംഗ് സിഗ്നൽ ആയിരിക്കും. ശരിയല്ലേ, AC പ്ലസ് AM ആയിരിക്കും. ആൻഡ് മിനിമം വാല്യൂ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ദാറ്റ് ഈസ് AC മൈനസ് AM ആയിരിക്കും വരുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ AC പ്ലസ് AM നമുക്ക് 120 വോൾട്ടാണെന്ന് തന്നിട്ടുണ്ട്. ആൻഡ് AC മൈനസ് AM 80 വോൾട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് AM കിട്ടിയാൽ നമുക്ക് ഉത്തരമാവും കേട്ടോ. AM കിട്ടിയാൽ നമുക്ക് ഉത്തരമാവും. അതിന് രണ്ടും കൂടെ നമുക്ക് ഡിഫറൻസ് എടുത്താൽ മതി. ഡിഫറൻസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര വരും? സോ A max മൈനസ് A മിനിമം എന്ന് പറയുമ്പോഴത്തേക്കിനും നമുക്ക് AC ക്യാൻസൽ ആവും. ആൻഡ് AM മൈനസ് AM എന്ന് പറയുമ്പോൾ 2 times AM ആവും. ദാറ്റ് ഈസ് 120 മൈനസ് 80 40 വോൾട്ട് എന്ന് വരും. അതിൽ നിന്ന് AM എത്രയെന്ന് കിട്ടും? AM ഇസ് ഈക്വൽ ടു 20 വോൾട്ട് എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ. AM അതായത് മോഡുലേറ്റിംഗ് ആംപ്ലിറ്റ്യൂഡ് 20 വോൾട്ടാന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് ഓഫ് സൈഡ് ബാൻഡ് കണ്ടുപിടിക്കാൻ നമുക്കറിയാം. ആംപ്ലിറ്റ്യൂഡ് ഓഫ് സൈഡ് ബാൻഡ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് AM ഡിവൈഡഡ് ബൈ 2 ആണ് വരുന്നത്. ഓക്കെ അല്ലേ, AM ഡിവൈഡഡ് ബൈ 2 വരും, വിച്ച് ഇസ് 20/2 ഇസ് ഈക്വൽ ടു 10 വോൾട്ട് എന്ന് ഉത്തരം വരും. 20/2 which is equal to 10 volt. Option 2 is the right answer. அடுத்த question, in a series LR circuit with XL equal to R, the power factor is P1. If a capacitor of capacitance C with X is equal to XL is added to the circuit, the power factor becomes P2. The ratio of P1 to P2 will be. Okay. അപ്പോൾ എന്തായാലും എളുപ്പമുള്ളൊരു ചോദ്യമാണ്. നമുക്ക് AC യിൽ നിന്നുള്ളൊരു ക്വസ്റ്റൻ ആണ്. ഇൻ സീരീസ് LR സർക്യൂട്ട്, അപ്പോൾ സീരീസ് RL സർക്യൂട്ട് നമുക്ക് തന്നിട്ടുണ്ട്. XLൻ്റെ വാല്യൂ ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ആറിനോട് ഈക്വൽ ആണ്. പവർ ഫാക്ടർ P1 ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ സീരീസ് LR ആണെങ്കിൽ നമുക്ക് പവർ ഫാക്ടർ കണ്ടുപിടിക്കാം. സീരീസ് LR എന്ന് പറയുമ്പോൾ പവർ ഫാക്ടറിൻ്റെ ഫോർമുല നമുക്കറിയാം. പവർ ഫാക്ടർ ഇസ് ഈക്വൽ ടു നമുക്കറിയാം R/Z ആണ് ഫോർമുല. ശരിയല്ലേ, R/Z ആണ് ഫോർമുല. അപ്പോൾ ഇവിടെ Lഉം Rഉം മാത്രമേ ഉള്ളൂ, C ഇല്ല. അതുകൊണ്ട് ഇസഡിൻ്റെ വാല്യൂ എന്തായിരിക്കും? ദാറ്റ് ഈസ് R ഡിവൈഡഡ് ബൈ ഇസഡ് ഈസ് √XL² പ്ലസ് R² ആയിരിക്കും വരുന്നത് അല്ലേ. അപ്പോൾ XLൻ്റെ വാല്യൂ Rനോട് ഈക്വൽ ആണെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. സോ ദിസ് ഇസ് R ഡിവൈഡഡ് ബൈ √R² പ്ലസ് R² എന്ന് വരും. ശരിയല്ലേ. അപ്പോൾ നമുക്കറിയാം √2R², അപ്പോൾ √2 times R എന്നാണ് വരുന്നത്. അപ്പോൾ R ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1/√2 എന്ന് വരും. ഓക്കെ ആണല്ലോ, 1/√2 എന്ന് വരും. ഇതാണ് P1 വരുന്നത്. ഇനിയിപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഒരു കപ്പാസിറ്ററോട് നമ്മൾ ആഡ് ചെയ്യുവാണ്. ഈ സീരീസ് LR സർക്യൂട്ടിലോട്ട് ഒരു കപ്പാസിറ്ററും കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ പവർ ഫാക്ടർ P2 ആകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് കപ്പാസിറ്റീവ് റിയാക്ടൻസ് ഇസ് സെയിം ആസ് ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ആൻഡ് ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ഇസ് സെയിം ആസ് R നമ്മളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇതൊരു സീരീസ് LCR സർക്യൂട്ടാണ് അല്ലേ. അപ്പോൾ സീരീസ് LCR സർക്യൂട്ടാണ്. അപ്പോൾ അതിൻ്റെ പവർ P2 ഇസ് ഈക്വൽ ടു R ഡിവൈഡഡ് ബൈ Z ആണ്. അപ്പോൾ ഇവിടെ ഇസഡിൻ്റെ വാല്യൂ എന്താണ്? സീരീസ് LCR സർക്യൂട്ട് ആണെങ്കിൽ √R² പ്ലസ് XC മൈനസ് XL ദ ഹോൾ സ്ക്വയർഡ് എന്നാണ് ഫോർമുല. അപ്പം XC ഈക്വൽ ടു XL ആണ്. അതുകൊണ്ട് തന്നെ റെസൊണൻസ് കണ്ടീഷനാണ് വരുന്നത്. അപ്പോൾ XC ഈക്വൽ ടു XL ആണെങ്കിൽ ഈ ടേം 0 ആയി പോകും. പിന്നെ പോയിട്ട് R ഡിവൈഡഡ് ബൈ √R² എന്ന് വരും, വിച്ച് ഇസ് ഈക്വൽ ടു 1 ആണ് വരുന്നത് അല്ലേ. അപ്പോൾ പവർ ഫാക്ടറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 വരും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മളോട് റേഷ്യോ P1/P2 എത്ര എന്നാണ് ചോദ്യം. അപ്പോൾ P1/P2 എടുത്താൽ നമുക്ക് 1/√2/1 വരും, വിച്ച് ഇസ് 1/√2 എന്ന് തന്നെ വരും. അപ്പോൾ P1/P2 എന്ന് പറഞ്ഞാൽ നമുക്ക് 1/√2 ആണ് ഉത്തരം വരുന്നത് അല്ലേ. അപ്പോൾ ഓപ്ഷൻ 2 ഇസ് ദ കറക്റ്റ് ആൻസർ. ഇനിയിപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, if the gravitational field in space is given as -k/r², taking the reference point to be at r equal to 2 cm with the gravitational potential V equal to 10 joule per kilogram, find the gravitational potential at r equal to 3 cm in SI unit. നമുക്ക് കെയുടെ വാല്യൂ തന്നിട്ടുണ്ട് 6 ജൂൾ സെൻറ്റിമീറ്റർ പെർ കിലോഗ്രാം ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് തന്നിട്ടുണ്ട്. ഐയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ എത്ര വരുന്നത്? I is equal to -k/r² ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. I is equal to -k ഡിവൈഡഡ് ബൈ r² ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഉപയോഗിച്ച് നമുക്ക് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യലായിട്ട് r ഈക്വൽ ടു 3 സെൻറ്റിമീറ്റർ കണ്ടുപിടിക്കണം. അതിന് റെഫറൻസ് പോയിന്റ് ആയിട്ട് എടുക്കാൻ പറഞ്ഞിരിക്കുന്നത് r ഈക്വൽ ടു 2 സെൻറ്റിമീറ്റർ ആണ്. നമ്മൾ സാധാരണ കേസിൽ ഏതെങ്കിലും ഒരു പോയിന്റിലെ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ റെഫറൻസ് പോയിന്റ് ഇൻഫിനിറ്റി ആണ് വെക്കാറ്. അപ്പം നമുക്കറിയാം ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇൻഫിനിറ്റി ടു r ആണ് ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നത്. ആൻഡ് ഇൻഫിനിറ്റിയിലെ പൊട്ടൻഷ്യൽ നമ്മൾ 0 ആയിട്ട് എടുക്കാറ്. ഇവിടെ കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ. അപ്പോൾ ആ ബേസിക് കോൺസെപ്റ്റ് വെച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് വന്നിരിക്കുന്നത്.
അപ്പോൾ റെഫറൻസിലെ പൊട്ടൻഷ്യൽ 10 ജൂൾ പെർ കിലോഗ്രാം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. അതായത് നമ്മളുടെ റെഫറൻസ് പോയിന്റ് ഞാൻ R0 എന്ന് എടുക്കുന്നു. R0 എന്ന് പറഞ്ഞാൽ 2 സെൻറ്റിമീറ്റർ ആണ്. ആൻഡ് അവിടുത്തെ പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ അതായത് V0 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10 ജൂൾ പെർ കിലോഗ്രാം ആണ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് നമ്മുടെ റെഫറൻസ് വാല്യൂ വരുന്നത്. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ R=3 സെൻറ്റിമീറ്ററിലെ കാര്യമാണ് ചോദ്യം. അതായത് R=3 സെൻറ്റിമീറ്ററിൽ വിയുടെ വാല്യൂ എത്രയാണെന്നാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കറിയാം പൊട്ടൻഷ്യൽ ഡിഫറൻസ് അതായത് V(r) മൈനസ് ദ റെഫറൻസ് വാല്യൂ എന്ന് പറയുന്നത് ഈസ് മൈനസ് ഇൻ്റഗ്രൽ ഫ്രം ദ റെഫറൻസ് പോയിന്റ് അതായത് R0 ടു R I.dr ആണെന്നാണ് നമ്മളുടെ ബേസിക് ഇക്വേഷൻ. ശരിയല്ലേ? അപ്പോൾ VR മൈനസ് V0 ദാറ്റ് ഇസ് എ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ. ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇസ് ഈക്വൽ ടു ദ നെഗറ്റീവ് ഇൻ്റഗ്രൽ ഫ്രം ദ റെഫറൻസ് പോയിന്റ് ടു ദ ഫീൽഡ് പോയിന്റ് I.dr ആണ് വരുന്നത്. അപ്പോൾ ഐയുടെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണെങ്കിൽ ദിസ് ഇസ് ഈക്വൽ ടു അപ്പോൾ V(r) മൈനസ് V0യുടെ വാല്യൂ 10 ആണ്. ദിസ് ഇസ് ഈക്വൽ ടു മൈനസ് ഇൻ്റഗ്രൽ R0 ടു R0 എന്ന് പറഞ്ഞാൽ പിന്നെ 2 ആണ്. അപ്പോൾ 2 സെൻറ്റിമീറ്റർ ആണ്. ഇവിടെ 3 സെൻറ്റിമീറ്റർ ആണ്. ആൻഡ് ഐയുടെ വാല്യൂ കൊടുത്താൽ ഇറ്റ് ഇസ് മൈനസ് K/R² ഇൻറ്റു dr എന്ന് വരും. ശരിയല്ല? അപ്പോൾ മൈനസും പോസിറ്റീവ് ആവും. അപ്പോൾ K നമ്മൾ പുറത്തെടുത്ത് കഴിഞ്ഞാൽ ദിസ് ഇസ് K ടൈംസ് ഇൻ്റഗ്രൽ 2 സെൻറ്റിമീറ്റർ ടു 3 സെൻറ്റിമീറ്റർ 1/R² dr എന്ന് വരും. 1/R² dr ഇൻ്റഗ്രേറ്റ് ചെയ്താൽ നമുക്കറിയാം മൈനസ് 1/R ആണ് വരുന്നത്. സോ ഇറ്റ് ഇസ് V(r) മൈനസ് 10 ഈസ് ഈക്വൽ ടു എന്ത് വരും? ദാറ്റ് ഈസ് ഗിവൺ ബൈ മൈനസ് K ഇൻറ്റു 1/R എന്നാണ് വരുന്നത് ഫ്രം 2 സെൻറ്റിമീറ്റർ ടു 3 സെൻറ്റിമീറ്റർ. ഓക്കെ അല്ലേ? അപ്പോൾ തന്നെ നോക്കിയേ കെയുടെ യൂണിറ്റ് നോക്കുവാണെങ്കിൽ K 6 ജൂൾ സെൻറ്റിമീറ്റർ പെർ കിലോഗ്രാം ആണ് അല്ലേ? അപ്പോൾ ഇവിടെ സെൻറ്റിമീറ്റർ വന്നിട്ടുണ്ട്. ബാക്കി രണ്ടും SI യൂണിറ്റ് തന്നെയാണ് വന്നിരിക്കുന്നത്, ജൂളും കിലോഗ്രാമും. അപ്പം ഇവിടെ നമ്മൾ സെൻറ്റിമീറ്റർ ഇട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ കെയിലുള്ള സെൻറ്റിമീറ്ററായിട്ട് ക്യാൻസൽ ചെയ്ത് പൊക്കോളും. അപ്പോൾ പ്രശ്നമൊന്നുമില്ല. സോ ദിസ് ഇസ് മൈനസ് K ഇൻറ്റു നമുക്ക് എന്ത് വരും? ദിസ് ഇസ് 1/3 മൈനസ് 1/2 എന്ന് വരും. ശരിയല്ലേ? അപ്പോൾ നമുക്ക് മൈനസ് അകത്തേക്ക് കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് ഓർഡർ റിവേഴ്സ് ചെയ്യാം. സോ ഇറ്റ് ഈസ് K ഇൻറ്റു എന്ത് വരും? ദിസ് ഇസ് 1/2 മൈനസ് 1/3 എന്ന് വരും. അപ്പോൾ നമുക്ക് വരുന്നത് ദിസ് ഇസ് K/6 എന്നാണ് വരുന്നത് അല്ലേ? അപ്പം കെയുടെ വാല്യൂ നമുക്കറിയാം 6 ആണ് തന്നിട്ടുണ്ട്. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണെങ്കിൽ V(r) മൈനസ് 10 ഇസ് ഈക്വൽ ടു 6/6 വിച്ച് ഇസ് ഈക്വൽ ടു 1 എന്ന് വരും. സോ ദാറ്റ് ഇംപ്ലൈസ് V(r) ഇസ് ഈക്വൽ ടു 10 പ്ലസ് 1 എന്ന് വരും വിച്ച് ഇസ് ഈക്വൽ ടു 11 ജൂൾ പെർ കിലോഗ്രാം എന്നാണ് വരുന്നത്. 11 ജൂൾ പെർ കിലോഗ്രാം എന്ന് വരും. ഓക്കെ അല്ലേ? അപ്പം വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് അതും. 11 ജൂൾ പെർ കിലോഗ്രാം. ഇപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, ബോൾ ഓഫ് മാസ് 200 gram റെസ്റ്റ് ഓൺ എ വെർട്ടിക്കൽ പോസ്റ്റ് ഓഫ് ഹൈറ്റ് 20 meter and a bullet of mass 10 gram traveling in the horizontal direction hits the center of the ball. After collision, both travels independently. The ball hits the ground at a distance of 30 meter and the bullet at a distance of 120 meter from the foot of the post. The value of the initial velocity of the bullet will be. അപ്പം പ്രൊജക്ടൈൽ മോഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ചോദ്യമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഒരു പോസ്റ്റ് ഉണ്ട്. ഇത് നമ്മൾ ഗ്രൗണ്ടായിട്ട് എടുക്കുവാണ്. ഓക്കെ അല്ലേ? ഇപ്പോൾ പോസ്റ്റിൻ്റെ ഹൈറ്റ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഹൈറ്റ് എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? 20 meter ഹൈറ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. വെർട്ടിക്കൽ പോസ്റ്റിൻ്റെ ഹൈറ്റ് 20 meter ആണ്. അപ്പോൾ H ഇസ് ഈക്വൽ ടു 20 meter എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഒരു ബോൾ നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഒരു ബോൾ നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ബോളിലോട്ട് ഒരു ബുള്ളറ്റ് വന്ന് ഹിറ്റ് ചെയ്യുവാണ്. ശരിയല്ലേ? ഒരു ബുള്ളറ്റ് വന്ന് ഹിറ്റ് ചെയ്യുന്നു. അപ്പോൾ ബുള്ളറ്റിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി നമുക്ക് V ആയിട്ട് എടുക്കാം. ഓക്കെ അല്ലേ? ബുള്ളറ്റിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി നമുക്ക് V ആയിട്ട് എടുക്കാം. ആൻഡ് ബോൾ ഇനിഷ്യലി റെസ്റ്റിലായിരുന്നു. ഓക്കെ അല്ലേ? ബോൾ ഇനിഷ്യലി റെസ്റ്റിലായിരുന്നു. അപ്പോൾ ബോളിൽ വന്ന് ഹിറ്റ് ചെയ്യും. അപ്പം അതിൻ്റെ കുറച്ച് വെലോസിറ്റി അത് ബോളിൽ ഇമ്പാർട്ട് ചെയ്യും. ശരിയല്ലേ? ഇതിൻ്റെ കുറച്ച് മൊമെൻറ്റം അത് ആ ബോളിലോട്ട് ഇമ്പാർട്ട് ചെയ്യും. കൊളീഷൻ എങ്ങനത്തെ കൊളീഷൻ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ നമുക്കറിയാം എല്ലാ കൊളീഷൻസിലും മൊമെൻറ്റം കൺസേർവ്ഡ് ആയിരിക്കും. കൈനറ്റിക് എനർജിയുടെ കൺസർവേഷനോട്ട് നിങ്ങൾ പോകരുത്. കാരണം അതിനെപ്പറ്റിയുള്ള ഒരു ഇൻഫർമേഷനും പറഞ്ഞിട്ടില്ല. ഇലാസ്റ്റിക് കൊളീഷൻ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ എന്തായാലും രണ്ടുപേരും പിന്നെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് മൂവ് എന്ന് പറയുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇവൻ്റെ മാസ് നമുക്ക് M ആയിട്ട് എടുക്കാം. ഇവൻ്റെ മാസ് M ആയിട്ട് എടുക്കാം. ഇവൻ്റെ മാസ് നമുക്ക് ക്യാപിറ്റൽ M ആയിട്ട് എടുക്കാം. സോ ആഫ്റ്റർ കൊളീഷൻ ഇവർക്ക് രണ്ടുപേർക്കും വെലോസിറ്റി ഉണ്ടാവും. അപ്പം ബോളിന് കിട്ടിയ ആ വെലോസിറ്റി എന്ന് പറയുന്നത് നമ്മൾ U ആയിട്ട് എടുക്കുവാണ്. ബോളിന് കിട്ടിയ ആ വെലോസിറ്റി U ആയിട്ട് നമ്മൾ എടുക്കുവാണ്. ഓക്കെ ആണല്ലോ? ആൻഡ് ആഫ്റ്റർ കൊളീഷൻ ബുള്ളറ്റിൻ്റെ വെലോസിറ്റി, ആഫ്റ്റർ കൊളീഷൻ നമ്മുടെ ബുള്ളറ്റിൻ്റെ വെലോസിറ്റി നമ്മൾ എത്ര ആയിട്ട് എടുക്കുന്നു? നമുക്ക് V' ആയിട്ട് എടുക്കാം. ഓക്കെ അല്ലേ? V' ആയിട്ട് എടുക്കാം. ഇനി
എന്താ പറഞ്ഞിരിക്കുന്നത്? അപ്പോൾ ഇവർ രണ്ടുപേരും പിന്നെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് ട്രാവൽ ചെയ്യുന്നത്. ദ ബോൾ ഹിറ്റ്സ് ദ ഗ്രൗണ്ട് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 30 മീറ്റർ എന്ന് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ ബോൾ എന്ന് പറഞ്ഞാൽ ഒരു 30 മീറ്റർ ദൂരെ പോയി വീഴുന്നുണ്ട്. അപ്പോൾ ബോൾ എന്ന് പറഞ്ഞാൽ ഒരു 30 മീറ്റർ ദൂരെ വന്ന് വീണു. ഓക്കെ അല്ലേ. അപ്പോൾ ഈ ഡിസ്റ്റൻസ് നമുക്കിപ്പോൾ തന്നിട്ടുണ്ട്. ഈ ഡിസ്റ്റൻസ് പറഞ്ഞാൽ 30 മീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് 30 മീറ്റർ ആണ്. അപ്പം ഇത് ബുള്ളറ്റിൻ്റെ ഹൊറിസോണ്ടൽ റേഞ്ച് ആണ് തന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് അറിയുമ്പോൾ ഇതൊരു ഹൊറിസോണ്ടൽ പ്രൊജക്ടൈലായിട്ട് മാറും. അപ്പം ഇത് ബോളിൻ്റെ ഹൊറിസോണ്ടൽ റേഞ്ച് ആണ്. അപ്പോൾ നമുക്കതിനെ ക്യാപിറ്റൽ ആർ എന്ന് എഴുതാം. ബോളിൻ്റെ ഹൊറിസോണ്ടൽ റേഞ്ച് 30 സെൻറ്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ബുള്ളറ്റ് എന്താ ചെയ്യുന്നത്? ബുള്ളറ്റ് ഫോൾസ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 120 മീറ്റർ ഫ്രം ദ ഫൂട്ട് ഓഫ് ദി പോസ്റ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു 4 ടൈംസ് ദൂരെയാണ് നമ്മുടെ ബുള്ളറ്റ് പോയി വീഴുന്നത് അല്ലേ. അപ്പം ബുള്ളറ്റിൻ്റെ ട്രജക്ടറി നമ്മൾ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ ദൂരെ ആയിരിക്കും പോയി വീഴുന്നത്. അപ്പോൾ അതിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമുക്ക് 120 മീറ്റർ ആണ് തന്നിട്ടുണ്ട്. ശരിയല്ലേ. അപ്പോൾ നമുക്ക് സ്മോൾ ആർ ആയിട്ട് എഴുതാം. സോ സ്മോൾ ആർ ഇസ് ഇക്വൽ ടു 120 മീറ്റർ എന്ന് എഴുതാം. 120 മീറ്റർ ദൂരെയാണ് പോയി വീഴുന്നത്. ഓക്കെ. അപ്പോൾ നമുക്ക് എന്തായാലും കൺസർവേഷൻ മൊമെൻറ്റം ആദ്യം അപ്ലൈ ചെയ്ത് നോക്കാം അല്ലേ. കൺസർവേഷൻ മൊമെൻറ്റം അപ്ലൈ ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? അപ്പോൾ നമുക്കറിയാം ഇനിഷ്യൽ മൊമെൻറ്റം എന്ന് പറയാനായിട്ട് സിസ്റ്റത്തിൽ ബുള്ളറ്റിൻ്റെ മൊമെൻറ്റം മാത്രമേ ഉള്ളൂ. സോ ദാറ്റ് ഈസ് എം ഇൻറ്റു സ്മോൾ വി എന്ന് വരും അല്ലേ. എം ഇൻറ്റു വി എന്ന് വരും. അപ്പോൾ ഫൈനൽ സിസ്റ്റത്തിൽ രണ്ട് പേർക്കും മൊമെൻറ്റം ഉണ്ട്. അപ്പോൾ ക്യാപിറ്റൽ എം ഇൻറ്റു യു പ്ലസ് ബുള്ളറ്റിൻ്റെ മാസ് ഇൻറ്റു ബുള്ളറ്റിൻ്റെ ഫൈനൽ വെലോസിറ്റി വി ഡാഷ് ആയിട്ട് എടുക്കാം. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ വി ഡാഷ് വെലോസിറ്റിയിലാണ് ബുള്ളറ്റ് ഇവിടുന്ന് പ്രൊജക്റ്റ് ചെയ്യപ്പെടുന്നത്. ആൻഡ് യു വെലോസിറ്റിയിലാണ് ബോൾ ഇവിടുന്ന് പ്രൊജക്റ്റ് ചെയ്യപ്പെടുന്നത്. ഓക്കെ അല്ലേ. അപ്പോൾ രണ്ടുപേരുടെയും രണ്ട് ഹൊറിസോണ്ടൽ പ്രൊജക്ടൈൽസ് നമുക്കുണ്ട്. രണ്ടുപേരുടെയും വെലോസിറ്റി ഓഫ് പ്രൊജക്ഷൻ എത്ര എന്നുള്ളത് നമുക്ക് കിട്ടി. നമുക്ക് കണ്ടുപിടിക്കണം. ഇനിയിപ്പോൾ അതാ നോക്കിയേ, നമുക്ക് ബുള്ളറ്റിൻ്റെ വെലോസിറ്റി വി ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പോൾ അതിന് നമുക്ക് വി എന്താണെന്ന് എഴുതാം. വി ഇസ് ഈക്വൽ ടു എം ബൈ ക്യാപിറ്റൽ എം ഇൻറ്റു യു പ്ലസ് എം ക്യാൻസൽ ആയി കഴിഞ്ഞാൽ പിന്നെ വി ഡാഷിന് വരും. ഓക്കെ ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ ഇക്വേഷൻ ഇവിടെ കിടക്കട്ടെ. അപ്പോൾ ഇതിനകത്ത് യുവും വി ഡാഷും നമുക്ക് അറിയത്തില്ല. പക്ഷേ യുവും വി ഡാഷും കണ്ടുപിടിക്കാനുള്ള മാർഗ്ഗം നമ്മുടെ മുന്നിലുണ്ട്. കാരണം രണ്ടുപേരുടെയും റേഞ്ച് നമുക്കറിയാം. ശരിയല്ലേ മക്കളെ. നമുക്കറിയാലോ ഹൊറിസോണ്ടൽ പ്രൊജക്ടൈൽ ഒരേ ഹൈറ്റിൽ നിന്നാണ് രണ്ടുപേരും പ്രൊജക്റ്റ് ചെയ്യപ്പെട്ടത്. അപ്പോൾ ടൈം ഓഫ് ഫ്ലൈറ്റ് രണ്ടുപേർക്കും സെയിം ആയിരിക്കും നമുക്കറിയാം അല്ലേ. ഹൊറിസോണ്ടൽ പ്രൊജക്ടൈലിന് ഒരേ ഹൈറ്റിൽ നിന്നാണ് പ്രൊജക്റ്റ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ ടൈം ഓഫ് ഫ്ലൈറ്റ് സെയിം ആയിരിക്കും. അപ്പോൾ h 20 മീറ്റർ ആണെങ്കിൽ ടൈം ഓഫ് ഫ്ലൈറ്റ് എത്ര ആയിരിക്കും വരുന്നത്? ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം √2h/g വരും അല്ലേ. √2h/g ആണ് വരുന്നത്. സോ ഇറ്റ് ഇസ് √2 ഇൻറ്റു ഹൈറ്റ് എത്ര തന്നിരിക്കുന്നത്? ഹൈറ്റ് 20 മീറ്റർ ആണ്. ഡിവൈഡഡ് ബൈ 10 വരും. സോ ഇത് 2 സെക്കൻഡ്സ് വരും. നമുക്ക് ടൈം ഓഫ് ഫ്ലൈറ്റ് 2 സെക്കൻഡ്സ് ആണ് കിട്ടി. അപ്പോൾ ടൈം ഓഫ് ഫ്ലൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ റേഞ്ച് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഹൊറിസോണ്ടൽ വെലോസിറ്റി ഇൻറ്റു ടൈം ഓഫ് ഫ്ലൈറ്റ് ചെയ്താൽ മതി അല്ലേ. അപ്പോൾ ബോളിൻ്റെ കാര്യത്തിലാണെങ്കിൽ നമുക്ക് ആർ ഈസ് ഇക്വൽ ടു, അപ്പോൾ ബോളിൻ്റെ പോയിന്റ് ഓഫ് പ്രൊജക്ഷൻ്റെ വെലോസിറ്റി എത്രയാണ്? യു ആണ്. വെലോസിറ്റി ഓഫ് പ്രൊജക്ഷൻ യു ആണ്. അപ്പോൾ യു ഇൻറ്റു ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് വരും. അപ്പോൾ അതിൽ നമുക്ക് യു കിട്ടുമല്ലോ. യു ഇസ് ഇക്വൽ ടു ആർ ഡിവൈഡഡ് ബൈ ടി ആയിരിക്കും വരുന്നത്. അപ്പോൾ ആർ എന്ന് പറഞ്ഞാൽ 30 ആണ്. 30 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുമ്പോൾ 15 മീറ്റർ പെർ സെക്കൻഡ് ആണ് നമുക്ക് വരുന്നത്. 15 മീറ്റർ പെർ സെക്കൻഡ്. അതുപോലെ ബുള്ളറ്റിൻ്റെ റേഞ്ച് 120 മീറ്റർ ആണ്. അപ്പോൾ ബുള്ളറ്റ് പ്രൊജക്റ്റ് ചെയ്യപ്പെട്ടത് വി ഡാഷ് വെലോസിറ്റിയിലാണ്. ശരിയല്ലേ. സോ ആർ ഇസ് ഇക്വൽ ടു വി ഡാഷ് ഇൻറ്റു ടി ആണ്. അതിൽ നമുക്ക് വി ഡാഷ് എന്താണെന്ന് വരും? വി ഡാഷ് ഇസ് ഇക്വൽ ടു ആർ ഡിവൈഡഡ് ബൈ ടി എന്ന് വരും. സോ ഇറ്റ് ഇസ് 120 ഡിവൈഡഡ് ബൈ 2 ദാറ്റ് ഇസ് ഇക്വൽ ടു 60 മീറ്റർ പെർ സെക്കൻഡ് എന്ന് വരും. ഓക്കെ ആണല്ലോ. അപ്പോൾ എന്തായാലും ക്യാപിറ്റൽ എമ്മും അതുപോലെ സ്മോൾ എമ്മും നമുക്ക് വേണം. അപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ബുള്ളറ്റിൻ്റെ മാസ്, ബോളിൻ്റെ മാസ് 200 ഗ്രാം ആണ്. ആൻഡ് ബുള്ളറ്റിൻ്റെ മാസ് 10 ഗ്രാം ആണ്. ശരിയല്ലേ. നമുക്ക് ബുള്ളറ്റിൻ്റെ മാസ് 10 ഗ്രാം ആണ്. ആൻഡ് ബോളിൻ്റെ മാസ് 200 ഗ്രാം ആണ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വാല്യൂസ് എല്ലാം കൂടെ എടുത്ത് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? സോ വി ഇസ് ഇക്വൽ ടു ബുള്ളറ്റിൻ്റെ ഇനിഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് ക്യാപിറ്റൽ എം ബൈ സ്മോൾ എം. സോ ഇറ്റ് ഇസ് 200 ഡിവൈഡഡ് ബൈ 10 ഇൻറ്റു യു. യു എന്ന് പറയുന്നത് എത്രയാണ്? യു നമുക്ക് കിട്ടിയിരിക്കുന്നത് 15 ആണ്. ഇൻറ്റു 15 പ്ലസ് വി ഡാഷ് ആണ്. വി ഡാഷ് എന്ന് പറഞ്ഞാൽ 60 ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം 20 ഇൻറ്റു 50 എന്ന് പറയുമ്പോൾ നമുക്ക് 300 വരും. 300 പ്ലസ് 60 എന്ന് പറഞ്ഞാൽ 360 ആണ് വരുന്നത്. സോ ഇറ്റ് ഇസ് 360 മീറ്റർ പെർ സെക്കൻഡ് ആണ് ബുള്ളറ്റിൻ്റെ ഇനിഷ്യൽ വെലോസിറ്റി വരുന്നത്. 360 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ. അപ്പോൾ ഓപ്ഷൻ 4 ആണ് നമ്മളുടെ കറക്റ്റ് ആൻസർ വരുന്നത്. 360 മീറ്റർ പെർ സെക്കൻഡ് വരും. ഓക്കെ. അടുത്തൊരു മാത്സ് ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. കൈനമാറ്റിക്സ് തന്നെയുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊരു ചോദ്യമാണ്. വളരെ എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. എക്സ് ടി ഗ്രാഫുകൾ തന്നിട്ടുണ്ട് കോളം 1-ൽ. അങ്ങനെയാണെങ്കിൽ വി ടി ഗ്രാഫുകൾ കോളം 2-ൽ കൊടുത്തിട്ടുണ്ട്. അപ്പം കറക്റ്റായിട്ട് മാച്ച് ചെയ്താൽ മതി. നമ്മളിപ്പോൾ ആദ്യത്തെ നോക്കുവാണെങ്കിൽ അവിടുത്തെ എക്സ് ടി ഗ്രാഫ് എന്ന് പറഞ്ഞാൽ നോക്കി. അപ്പോൾ അവിടെ എക്സും ടി എന്നുള്ള ഗ്രാഫ് ഒരു ക്വാഡ്രാറ്റിക് ഗ്രാഫാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. ഒരു പാരാബോളിക് ഗ്രാഫല്ലേ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ നമുക്ക് മനസ്സിലാവും എക്സ് ഇസ് പ്രൊപ്പോർഷൻ ടു ടി സ്ക്വയർ ആണ്. ശരിയല്ലേ. എക്സ് പ്രൊപ്പോർഷൻ ടു ടി സ്ക്വയർ ആണ്.
അങ്ങനെയാണെങ്കിൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ dx/dt ആണ്. അപ്പോൾ വെലോസിറ്റി എന്തിനോട് പ്രൊപ്പോർഷണൽ ആയിരിക്കണം? dx/dt എടുത്താൽ ദാറ്റ് വിൽ ബി പ്രൊപ്പോർഷണൽ ടു ടൈം ആയിരിക്കും, ശരിയല്ലേ? കാരണം എക്സ് ടി സ്ക്വയറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ടി സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് ആയിരിക്കും എക്സിൻ്റെ ഡെറിവേറ്റീവ് വരുന്നത്. അപ്പോൾ ടി സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2t വരും. അപ്പോൾ എക്സ് ടി സ്ക്വയറിനോട് പ്രൊപ്പോർഷൻ ആണെങ്കിൽ വെലോസിറ്റി ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു ടി ആയിരിക്കും വരുന്നത്, ശരിയല്ലേ? അപ്പോൾ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ടൈമിനനുസരിച്ച് ലീനിയർ ആയിട്ട് ഇൻക്രീസ് ചെയ്യണം. ഓക്കെ ആണല്ലോ? വെലോസിറ്റി ടൈമിനനുസരിച്ച് ലീനിയർ ആയിട്ട് ഇൻക്രീസ് ചെയ്യണം. അപ്പം അത് വരുന്ന ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ, അത് 2 ആണ് വരുന്നത്. സോ എ മാച്ച് ചെയ്യുന്ന ഏതുമായിട്ടാണ്? എ മാച്ച് ചെയ്യുന്നത് 2-മായിട്ടാണ്. A 2-മായിട്ടാണ് മാച്ച് ചെയ്യുന്നത്. അടുത്ത് നോക്കുവാണെങ്കിൽ ബിയുടെ ഗ്രാഫ് തന്നിട്ടുണ്ട്. ബിയുടെ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഇത് കാണുമ്പോൾ ഹൈപ്പർബോളിക് ആണെന്ന് തെറ്റിദ്ധരിക്കരുത് കേട്ടോ. ഹൈപ്പർബോളിക് ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാം അസിംപ്റ്റോട്ടിക് ആയിരിക്കും ഗ്രാഫ് വരുന്നത്. അപ്പോൾ ഒരിക്കലും അത് ടച്ച് ചെയ്യത്തില്ല, രണ്ട് ആക്സിസിൽ അത് ടച്ച് ചെയ്തില്ല. അപ്പോൾ ഹൈപ്പർബോളിക് ഗ്രാഫ് അല്ല വന്നിരിക്കുന്നത്, പകരം ഇത് ഒരു എക്സ്പോണൻഷ്യൽ ഗ്രാഫാണ് വന്നിരിക്കുന്നത്. ഓക്കെ ആണല്ലോ? എക്സ്പോണൻഷ്യൽ ഗ്രാഫാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ എക്സ്പോണൻഷ്യലി ഡീകേ ചെയ്യുവാണ് എക്സിൻ്റെ വാല്യൂ. ഓക്കെ അല്ലേ? അപ്പോൾ എക്സിൻ്റെ ഇനിഷ്യൽ വാല്യൂ x0 ആണ്. അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ എക്സ്പ്രഷൻ എങ്ങനെ എഴുതാം? എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ഇസ് ഈക്വൽ ടു, രണ്ടാമത്തെ കേസിലാണെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു x0 ഇൻറ്റു ഇ റേസ് ടു മൈനസ് ആൽഫ ടി എന്ന് വല്ലതും നമുക്ക് കൊടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും ഇത് വേരി ചെയ്യുന്നത്, അല്ലേ? x0 ഇൻറ്റു ഇ റേസ് ടു മൈനസ് ആൽഫ ടി എക്സ്പോണൻഷ്യലി ഡീകേ ചെയ്യുവാണ്. അപ്പോൾ ഇ റേസ് ടു മൈനസ് ആൽഫ ടി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം dx/dt, വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? dx/dt എന്ന് പറഞ്ഞാൽ എന്ത് വരും? ദാറ്റ് ഈസ് x0 ഇൻറ്റു മൈനസ് ആൽഫ ഇ റേസ് ടു മൈനസ് ആൽഫ ടി വരും. സോ ദാറ്റ് ഈസ് മൈനസ് ആൽഫ x0 ഇ റേസ് ടു മൈനസ് ആൽഫ ടി എന്ന് വരും. ഓക്കെ അല്ലേ? അപ്പോൾ x0 ഇ റേസ് ടു മൈനസ് ആൽഫ ടി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ വരുന്നത്? നമുക്ക് x ആണ് വരുന്നത്. സോ ദിസ് ഇസ് മൈനസ് ആൽഫ എക്സ് എന്ന് വരും. അപ്പോൾ നോക്കിയേ, v ഈക്വൽ ടു മൈനസ് ആൽഫ എക്സ്. അപ്പോൾ എക്സ് പോസിറ്റീവ് ആയിരുന്നു ഇവിടെ എല്ലായിടത്തും, ശരിയല്ലേ? അപ്പോൾ ഇവിടെ മൈനസ് ആൽഫ എക്സ് എന്നാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് നമുക്കറിയാം വിയുടെ ഗ്രാഫ് നെഗറ്റീവ് ആയിരിക്കും. എക്സിൻ്റെ അതേ ഷേപ്പ് ആയിരിക്കും, കാരണം വി ഈക്വൽ ടു മൈനസ് ആൽഫ എക്സ് എന്നാണ് കിട്ടിയത്. അപ്പോൾ എക്സിൻ്റെ അതേ ഷേപ്പ് തന്നെയാണ്, എക്സ്പോണൻഷ്യലി ഡീകേ ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ തന്നെയായിരിക്കും, പക്ഷെ അത് നെഗറ്റീവ് ക്വാഡ്രൻറ്റിലായിരിക്കും വരുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന ഒരേ ഒരു ഗ്രാഫ് ഇതുണ്ട്, ഫോർത്ത് ഗ്രാഫാണ്, അല്ലേ? നെഗറ്റീവ് ക്വാഡ്രൻറ്റിലാണ് വന്നിരിക്കുന്നത്. ആൻഡ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എക്സ്പോണൻഷ്യലി ഡീകേ ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് ഓപ്ഷൻ 4-ആയിട്ടാണ് ഇത് മാച്ച് ചെയ്യുന്നു. ഓപ്ഷൻ 4 ബി ഓപ്ഷൻ 4-ആയിട്ട് മാച്ച് ചെയ്യുന്നുണ്ട്. അടുത്ത് നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ സിയിൽ എക്സ് ഇതുണ്ട് ടിക്ക് അനുസരിച്ച് ലീനിയർ ആയിട്ട് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, പിന്നെ ടിക്ക് അനുസരിച്ച് ലീനിയർ ആയിട്ട് ഡിക്രീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇവിടെ രണ്ട് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞാൽ ആദ്യം ഇൻക്രീസസ് ലീനിയർലി വിത്ത് ടി ആണ്, അല്ലേ? ഇൻക്രീസിങ് ലീനിയർലി വിത്ത് ടി ആണ്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇൻക്രീസിങ് ലീനിയർ, അപ്പോൾ ഒറിജിനിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് എക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആൽഫ ടി എന്നുള്ള രീതിയിലായിരിക്കും വരുന്നത്, അല്ലെ? എക്സ് ഇസ് ഈക്വൽ ടു ആൽഫ ടി എന്നുള്ള രീതിയിലായിരിക്കും വരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തന്നെ നമുക്കറിയാം dx/dt എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമുക്കറിയാം ഇതിൻ്റെ സ്ലോപ്പാണ് വരുന്നത്, ശരിയല്ലേ? സ്ട്രേറ്റ് ലൈൻ ആയതുകൊണ്ട് സ്ലോപ്പ് ആണെന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ഇത് പ്രത്യേകിച്ച് എഴുതേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് ഡയറക്റ്റ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. എക്സ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എക്സ് ടി ഗ്രാഫിൻ്റെ സ്ലോപ്പാണ് വെലോസിറ്റി ടൈം ഗ്രാഫ് എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ സ്ട്രേറ്റ് ലൈൻ ആകുമ്പോൾ നമുക്കറിയാം സ്ലോപ്പ് കോൺസ്റ്റന്റ് ആയിരിക്കും. അതുകൊണ്ട് ഇവിടെ സ്ലോപ്പ് പോസിറ്റീവ് ആണ്. അപ്പോൾ ഈ ഒരു ഇൻ്റർവെല്ലിലേക്ക് നമ്മുടെ സ്ലോപ്പ് പോസിറ്റീവ് ആണ്, ശരിയല്ലേ? അപ്പോൾ ഇവിടെ സ്ലോപ്പ് പോസിറ്റീവ് ആണ്, വി പോസിറ്റീവ് ആയിരിക്കണം ആൻഡ് കോൺസ്റ്റന്റ് ആയിരിക്കണം. ഇനി അടുത്ത ടൈമിൽ എന്താ പറ്റുന്നത്? എക്സ് ഡിക്രീസ് ചെയ്യുവാണ്, അല്ലേ? എക്സ് ഡിക്രീസസ് ലീനിയർലി വിത്ത് ടൈം ആണ് വരുന്നത്. അപ്പോൾ ആ കേസിൽ അതിൻ്റെ സ്ലോപ്പ് എന്തായിരിക്കും മക്കളെ? അതിൻ്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ നോക്കിയാൽ അത് നെഗറ്റീവ് ആണ് വന്നിരിക്കുന്നത്, അല്ലേ? സ്ലോപ്പ് താഴേക്കാണ്. സോ അതിൻ്റെ വെലോസിറ്റി നെഗറ്റീവ് ആയിരിക്കണം, പക്ഷേ സ്ട്രേറ്റ് ലൈൻ ആയതുകൊണ്ട് സ്ലോപ്പ് കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ വി നെഗറ്റീവും ആയിരിക്കണം, കോൺസ്റ്റന്റും ആയിരിക്കണം. അപ്പോൾ അതുകൊണ്ട് ഇനിഷ്യലി വി പോസിറ്റീവ് ആയിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും, പിന്നെ വി നെഗറ്റീവ് ആയിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ വരുന്ന ഗ്രാഫ് ഏതാണ്? അതുകൊണ്ട് ഓപ്ഷൻ 3 അല്ലേ? വി പോസിറ്റീവ് ആണ്, കോൺസ്റ്റന്റ് ആണ്, പിന്നെ എന്ത് ചെയ്തു? വി നെഗറ്റീവായി, കോൺസ്റ്റന്റ് ആയി. അപ്പോൾ ഇത് 3-ആയിട്ടാണ് മാച്ച് ചെയ്യുന്നത്. ഇനിയിപ്പോൾ അടുത്തത് 4 നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം എന്തുണ്ട്? എക്സ് ടി ഗ്രാഫ് തന്നിട്ടുണ്ട്. അപ്പോൾ എക്സ് ടി ഗ്രാഫ് ആകുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം അതിൻ്റെ സ്ലോപ്പാണ് വി ടി ഗ്രാഫ് വരുന്നത്. അപ്പോൾ സ്ട്രേറ്റ് ലൈൻ ആയതുകൊണ്ട് സ്ലോപ്പ് കോൺസ്റ്റന്റ് ആയിരിക്കും നിങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് ഇതിൻ്റെ സ്ലോപ്പ് പോസിറ്റീവ് ആണ്, കോൺസ്റ്റന്റുമാണ്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ എന്ത് വരും? നമുക്കറിയാം വി എന്ന് പറഞ്ഞ ഒരു പോസിറ്റീവ് കോൺസ്റ്റന്റ് ആയിരിക്കണം, ശരിയല്ലേ? അപ്പോൾ അത് ആദ്യത്തെ ഓപ്ഷനുമായിട്ടാണ് മാച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇത് 1-ആയിട്ടാണ് മാച്ച് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ A 2-ആയിട്ടും B 4-ഉമായിട്ടും C 3-ഉമായിട്ടും D 1-ഉമായിട്ടാണ് മാച്ച് ചെയ്യുന്നത്. അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഓപ്ഷൻ എ ഈസ് എ കറക്റ്റ് ആൻസർ. ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ, ഫിഗർ റെപ്രസെൻറ്റ്സ് ദ മൊമെൻറ്റം ടൈം കർവ് ഫോർ എ പാർട്ടിക്കിൾ മൂവിങ് അലോങ് ആൻ എക്സ് ആക്സിസ് അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ദ ഫോഴ്സ്. Identify the regions on the graph where the magnitude of the force is maximum and minimum respectively. And it is given that T3 minus T2 is less than T1 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ അല്ലേ? അത് ഇവിടുത്തെ ഇൻ്റർവെൽ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഇൻ്റർവെലിനെക്കാട്ടിലും കുറവാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ആണല്ലോ? T3 minus T2 is less than T1 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോഴ്സ് ആണ്. മൊമെൻറ്റം ടൈം ഗ്രാഫ് തന്നിട്ട് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോഴ്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും?
നമുക്കറിയാം മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോഴ്സ് ഇസ് ഈക്വൽ ടു, നമുക്കറിയാം ദിസ് ഇസ് ഈക്വൽ ടു ഡി പി ബൈ ഡി ടി അല്ലേ വരുന്നത്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ആണല്ലോ. അപ്പോൾ നമുക്കറിയാം ഡി പി ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ പി ടി ഗ്രാഫിൻ്റെ സ്ലോപ്പാണ് വരുന്നത് അല്ലേ. സോ ദിസ് ഈക്വൽ ടു ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് സ്ലോപ്പ് ഓഫ് പി ടി ഗ്രാഫ് ആണ്. മാഗ്നിറ്റ്യൂഡ് ഓഫ് സ്ലോപ്പ് ഓഫ് പി ടി ഗ്രാഫ് ആണ് വരുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ എവിടെയാണ് ഫോഴ്സ് മാക്സിമം ആവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണോ സ്ലോപ്പ് കൂടുതൽ അവിടെയായിരിക്കും മാക്സിമം ആവുന്നത്. ശരിയല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം. അതിനകത്ത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ പറയാൻ പറ്റും എവിടെ ഏറ്റവും കൂടുതൽ സ്ലോപ്പ് ഉള്ളതെന്നല്ലേ. ഏറ്റവും കൂടുതൽ സ്ലോപ്പ് ഉള്ളത് എവിടെ മക്കളെ? സിയിലല്ലേ. ഇതാണ് നോക്കിയേ, ഈ T3 - T2 എന്ന് പറയുന്ന ഇൻ്റർവൽ ഇതിനെക്കാട്ടിലും ചെറുതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ ഒരു കുഞ്ഞ് ഇൻ്റർവൽ നോക്കി ഇത്രയും ചേഞ്ച് സംഭവിച്ചില്ലേ. അതേസമയം ഇവിടെ എന്ന് പറഞ്ഞത് ചെറിയൊരു ചേഞ്ച് സംഭവിച്ചില്ല. ഇത്രയും ചേഞ്ച് T1 ടൈമിലേക്ക് സംഭവിച്ചുള്ളൂ. ഇവിടെ ഇത്രയും ചേഞ്ച് സംഭവിക്കുന്നത് T2 - T1 അതുകൊണ്ട് വലിയൊരു ടൈം ഇൻ്റർവലിലേക്കാണ്. അപ്പോൾ ഇവിടെ ആണല്ലോ ഏറ്റവും കൂടുതൽ സ്റ്റീപ്പ് ആയിട്ടുള്ള കർവ് വരുന്നത്. ശരിയല്ലേ? ഏറ്റവും സ്റ്റീപ്പസ്റ്റ് കർവ് സിയിലാണ് വരുന്നത്. അതുകൊണ്ട് സിയിലാണ് സ്ലോപ്പ് ഏറ്റവും കൂടുതൽ. അതുകൊണ്ട് ഫോഴ്സ് എന്ന് പറയുന്നത് സിയിൽ ഏറ്റവും മാക്സിമം ആയിരിക്കും. അപ്പം മാക്സിമം വരുന്നത് റീജിയൻ ഏതായിരിക്കും? സി ആയിരിക്കും. ഇനി മിനിമം വരുന്നത് എവിടെയാണ്? മിനിമം വരുന്നത് പറഞ്ഞാൽ നമുക്ക് കണ്ടാൽ തന്നെ അറിയാം, അതുകൊണ്ട് ഒരു ചെറിയ ചേഞ്ച് ഉണ്ടാവാൻ വലിയ ടൈം എടുത്തു. അപ്പോൾ ഇവിടെയാണ് സ്ലോപ്പ് ഏറ്റവും കുറവ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാമല്ലോ, ഏറ്റവും സ്ലോപ്പ് കുറവുള്ള ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ബി റീജിയനിലാണ് വരുന്നത്. അപ്പോൾ മിനിമം സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എവിടെ വരും? മിനിമം സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ബിയിലാണ് വരുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ മാക്സിമം സ്ലോപ്പ് സിയിലും മിനിമം സ്ലോപ്പ് ബിയിലുമാണ്. അപ്പോൾ മാക്സിമം ഫോഴ്സ് സിയിൽ വരും, മിനിമം ഫോഴ്സ് എന്ന് പറയുന്നത് ബിയിൽ വരും. ഓക്കെ അല്ലേ? അപ്പോൾ സി ആൻഡ് ബി ആണ് നമ്മുടെ ഉത്തരം വരുന്നത്. അപ്പോൾ ഓപ്ഷൻ 3 ഈസ് എ കറക്റ്റ് ആൻസർ. ഓക്കെ. അപ്പോൾ അടുത്ത് നമുക്ക് സെക്ഷൻ ബി ആണ്. ദ ജനറൽ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് എ സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ ഈസ് എക്സ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി. ലെറ്റ് ടി ബി ഇറ്റ്സ് ടൈം പീരീഡ്. The slope of its potential energy time curve will be maximum when t equal to t by beta. The value of beta is. Okay. അപ്പോൾ നമുക്ക് തന്നെ ഡിസ്പ്ലേസ്മെന്റ് ഫംഗ്ഷൻ തന്നിട്ടുണ്ട് അല്ലേ. ഒരു സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്ററിന്റെ ഡിസ്പ്ലേസ്മെന്റ് ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. എക്സ് ഇസ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി എന്നാണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത്. എക്സ് ഇസ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് സ്ലോപ്പ് ഓഫ് പൊട്ടൻഷ്യൽ എനർജി ടൈം കർവ് വിൽ ബി മാക്സിമം വെൻ ടി ഇസ് ഈക്വൽ ടു ടി ബൈ ബീറ്റ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജിയുടെ ഫോർമുല നമുക്കറിയാം, യു ഇസ് ഈക്വൽ ടു ഹാഫ് കെ എക്സ് സ്ക്വയർ എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. അപ്പോൾ എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഹാഫ് കെ എ സ്ക്വയർ ഇൻറ്റു സൈൻ സ്ക്വയർ ഒമേഗ ടി എന്ന് വരും. ശരിയല്ലേ? അപ്പോൾ ഈ ഒരു പൊട്ടൻഷ്യൽ എനർജി ടൈം കർവ് നമ്മൾ പ്ലോട്ട് ചെയ്താൽ നമുക്കറിയാം സൈൻ സ്ക്വയർ ഗ്രാഫ് ആയിരിക്കും വരുന്നത്. നമ്മുടെ NCERT-യിലൊക്കെ ഉള്ളതാണ്, നിങ്ങൾക്ക് വളരെ പരിചിതമായിട്ടുള്ള ഗ്രാഫാണ്. അപ്പോൾ അതിൻ്റെ സ്ലോപ്പ് മാക്സിമം ആകുന്നത് ടി ഈക്വൽ ടു ടി ബൈ ബീറ്റ ആകുമ്പോഴാണ്. അത് യു ടി ഗ്രാഫ് നമ്മൾ പ്ലോട്ട് ചെയ്താൽ യു ടി ഗ്രാഫിൻ്റെ മാക്സിമം വാല്യൂ വരുന്നത് ടി ഈക്വൽ ടു ക്യാപിറ്റൽ ടി ബൈ ബീറ്റ. ക്യാപിറ്റൽ ടി അതിൻ്റെ ടൈം പീരീഡ് ആണെന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ടൈം പീരീഡിൻ്റെ ഫോർമുല നമുക്കറിയാലോ. ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ 2π ബൈ ഒമേഗ ആയിരിക്കും അല്ലേ. സോ അങ്ങനെയാണെങ്കിൽ വാല്യൂ ഓഫ് ബീറ്റ എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ വാല്യൂ ഓഫ് ബീറ്റ കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഏത് ടൈമിലാണെന്ന് കണ്ടുപിടിക്കണം. അതിന് ഇതെവിടെയാണ് മാക്സിമം ആവുന്നതെന്നുള്ള കണ്ടുപിടിക്കണം. അപ്പോൾ മാക്സിമം ആകാനായിട്ടുള്ള കണ്ടീഷൻ എന്താ? അപ്പോൾ യു മാക്സിമം ആകാനായിട്ടുള്ള കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഡി യു ബൈ ഡി ടി എന്ന് പറയുന്നത് 0 ആയിരിക്കണം. നമ്മൾ ആദ്യം പറഞ്ഞതാണ് അല്ലേ, ഫസ്റ്റ് ക്വസ്റ്റിനിൽ തന്നെ പറഞ്ഞതാണ്. ഡി യു ബൈ ഡി ടി 0 ആയിരിക്കണം. ആൻഡ് ഡി സ്ക്വയർ യു ബൈ ഡി ടി സ്ക്വയർ നെഗറ്റീവ് ആയിരിക്കണം. ഓക്കെ അല്ലേ? മാക്സിമം ആവുന്ന കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. മാക്സിമം ആകാൻ സെക്കൻഡ് ഡെറിവേറ്റീവ് നെഗറ്റീവ് ആയിരിക്കണം. അപ്പോൾ ഡി യു ബൈ ഡി ടി എടുത്താൽ എന്ത് വരും? ഡി യു ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ ഡി യു ബൈ ഡി ടി ഇസ് ഈക്വൽ ടു 0 ഇംപ്ലൈസ്, സോ ഹാഫ് കെ സ്ക്വയർ കോൺസ്റ്റന്റ് ആണ്, അതുകൊണ്ട് അത് പ്രത്യേകിച്ച് എടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇൻറ്റു സൈൻ സ്ക്വയർ ഒമേഗയുടെ ഡെറിവേറ്റീവ് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. കാരണം റൈറ്റ് സൈഡ് 0 ആയിട്ടാണല്ലോ ഇക്വേറ്റ് ചെയ്യുന്നത്. അപ്പം 0 ആകുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡെറിവേറ്റീവ് ആണ് 0 ആകേണ്ടത്. കാരണം ഹാഫ് കെ സ്ക്വയർ ഒരു നോൺ സീറോ കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ സൈൻ സ്ക്വയർ ഒമേഗയുടെ ഡെറിവേറ്റീവ് എടുത്ത് നമുക്ക് എന്ത് വരും? 2 സൈൻ ഒമേഗ ടി ഇൻറ്റു സൈൻ ഒമേഗ ടിയുടെ ഡെറിവേറ്റീവ് നമുക്ക് കോസ് ഒമേഗ ടി ഇൻറ്റു ഒമേഗ എന്ന് വരും. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് 0 ആയിരിക്കണം. ഒമേഗ ഒന്നും 0 അല്ല എന്നുള്ള കാര്യം നമുക്കറിയാം. 2 സൈൻ തീറ്റ കോസ് തീറ്റ നമുക്ക് എങ്ങനെ എഴുതാം? സൈൻ 2 തീറ്റ എന്ന് എഴുതാം അല്ലേ. അപ്പോൾ സൈൻ 2 ഒമേഗ ടി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? 0 ആയിരിക്കണം. ഓക്കെ ആണല്ലോ. അപ്പോൾ സൈൻ 2 ഒമേഗ ടി 0 ആയിരിക്കണം നമുക്ക് കിട്ടി. അപ്പം സൈൻ 0 ആകുന്ന എവിടെയൊക്കെയാണെന്ന് നമുക്കറിയാം. ശരിയല്ലേ? സൈൻ 0 ആകുന്ന എവിടെയൊക്കെയാണെന്ന് നമുക്കറിയാം. അപ്പോൾ നോക്കിയാൽ നമുക്ക് കിട്ടിയിരിക്കുന്നത് 2 സൈൻ ഒമേഗ ടി ഇൻറ്റു കോസ് ഒമേഗ ടി നമുക്ക് 0 ആണെന്ന് കിട്ടി. അതിൽ നിന്ന് സൈൻ 2 ഒമേഗ ടി നമുക്ക് 0 ആണെന്ന് കിട്ടി. അപ്പോൾ അതിൽ നമുക്ക് 2 പോസിബിലിറ്റീസ് കിട്ടി. ദാറ്റ് ഇംപ്ലൈസ് 2 ഒമേഗ ടിയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കണം? 2 ഒമേഗ ടിയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഒന്നില്ലെങ്കിൽ 0 ആയിരിക്കണം, അല്ലെങ്കിൽ പൈ ആയിരിക്കണം. ശരിയല്ലേ? അല്ലെങ്കിൽ നമുക്ക് കൊടുക്കാം പൈ എന്ന് പറഞ്ഞ ഓപ്ഷനല്ലേ ഉള്ളൂ. കാരണം 0 നമുക്ക് ഇവിടെ പോസിബിൾ ആയിട്ടുള്ള ഒരു ഉത്തരവല്ല. ഓക്കെ ആണല്ലോ. കാരണം ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടി ബൈ ബീറ്റ എന്നുള്ള ഒരു ഉത്തരമാണ് ചോദിച്ചത്. അപ്പോൾ ഒരു ഫൈനൈറ്റ് വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 2 ഒമേഗ ടി നമ്മൾ പൈ എന്ന് കൊടുത്തു.
അങ്ങനെയാണെങ്കിൽ ഒമേഗ ടി എന്ത് വരും? ഒമേഗ ടി ഇസ് ഇക്വൽ ടു π/2 എന്ന് വരും. ശരിയല്ലേ? ഒമേഗ ടി ഇസ് ഇക്വൽ ടു π/2 എന്ന് വരും. അല്ലെങ്കിൽ ടി ഇസ് ഇക്വൽ ടു π/2 ഒമേഗ എന്ന് വരും. ടി ഇസ് ഇക്വൽ ടു π/2 ഒമേഗ. നമുക്ക് ഇതിനെ ടൈം പീരീഡിൻ്റെ ടേംസിലല്ലേ എഴുതേണ്ടത്? ടൈം പീരീഡിൻ്റെ ടേംസിൽ എഴുതുമ്പോൾ നമുക്ക് എന്ത് വരും? സോ ദിസ് ഇസ് ടി ഇസ് ഇക്വൽ ടു π/2 ഇൻറ്റു ഒമേഗയ്ക്ക് പകരം നമ്മൾ എന്ത് കൊടുക്കണം? ഒമേഗയ്ക്ക് പകരം നമ്മൾ 2π/t എന്ന് കൊടുക്കണം. ശരിയല്ലേ? 2π/t എന്ന് കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് പൈ നമുക്ക് ക്യാൻസൽ ചെയ്യാം. പോയിട്ട് നമുക്ക് ടി മേളിൽ ചെല്ലും. ഇപ്പോൾ t/4 എന്ന് വരും. ഓക്കെ ആണല്ലോ? അപ്പോൾ ടി ഇസ് ഇക്വൽ ടു t/4 എന്നാണ് നമുക്ക് ഉത്തരം വരുന്നത്. അപ്പം വാല്യൂ ഓഫ് ബീറ്റ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? വാല്യൂ ഓഫ് ബീറ്റ എന്ന് പറഞ്ഞാൽ 4 ആയിരിക്കും നമുക്ക് കിട്ടി. ഓക്കെ ആണല്ലോ? 4 ആണ് നമുക്ക് ആൻസർ വരുന്നത്. 4 ഇസ് എ വാല്യൂ ഓഫ് ബീറ്റ. ഓക്കെ ആണല്ലോ? അടുത്തത് question number 22. A capacitor of capacitance 900 microfarad is charged by a 100 volt battery. The capacitor is disconnected from the battery and connected to another uncharged identical capacitor such that one plate of uncharged capacitor connected to positive plate and another plate of uncharged capacitor connected to negative plate. The loss of energy in this process is measured as x into 10⁻²2 joule. The value of x is. അപ്പം ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അല്ലെ ഡയറക്റ്റ് ഫോർമുലയൊക്കെ ഒരു പക്ഷേ നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ എന്തായാലും ഇനിയിപ്പം ആർക്കെങ്കിലും ചെയ്യുന്നതിൽ സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഒരു കപ്പാസിറ്റർ ഉണ്ട്. അതിൻ്റെ കപ്പാസിറ്റൻസ് 900 മൈക്രോഫാരഡ് ആണ്. അതിനെ നമ്മളൊരു 100 വോൾട്ടിലോട്ട് ചാർജ് ചെയ്യുവാണ്. അപ്പോൾ കപ്പാസിറ്റൻസ് 900 മൈക്രോഫാരഡ് ആണ്. ഇതിനെ നമ്മളൊരു 100 വോൾട്ടിലേക്ക് നമ്മൾ ചാർജ് ചെയ്യുവാണ്. ഓക്കെ അല്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്യുവാണ്? അപ്പോൾ ചാർജ് ചെയ്തതിന് ശേഷം നമ്മൾ ആ കപ്പാസിറ്ററിനെ ബാറ്ററിയിൽ നിന്നും ഡിസ്കണക്ട് ചെയ്തിട്ട് ഒരു അൺചാർജ്ഡ് കപ്പാസിറ്ററിലോട്ട് നമ്മൾ കണക്ട് ചെയ്യുവാണ്. ആ അൺചാർജ്ഡ് കപ്പാസിറ്ററിലോട്ട് കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവ് ഒരു ഭാഗം പോസിറ്റീവ് ആയിരിക്കും, മറ്റേത് നെഗറ്റീവ് ആയിരിക്കും. അത് നേരെ മറ്റേ അൺചാർജ്ഡ് കപ്പാസിറ്ററിൻ്റെ 2 ടെർമിനൽസിലോട്ട് നമ്മളിങ്ങനെ കണക്ട് ചെയ്തിരിക്കുകയാണ്. ഓക്കെ ആണല്ലോ? അപ്പോൾ 2 പേർക്കും ഒരേ കപ്പാസിറ്റൻസ് ആണ് സി. ഐഡൻറ്റിക്കൽ കപ്പാസിറ്റേഴ്സ് ആണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ സിസ്റ്റത്തിൽ കുറച്ച് എനർജി നഷ്ടപ്പെടും ഹീറ്റായിട്ട്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വാട്ട് വിൽ ബി ദ ലോസ് ഓഫ് എനർജി എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അപ്പോൾ ലോസ് ഓഫ് എനർജി കണ്ടുപിടിക്കാൻ ഇനീഷ്യൽ എനർജി എത്രയുണ്ടായിരുന്നു എന്നുള്ളതും ഫൈനൽ എനർജി എത്രയാണെന്നുള്ളതും കൂടെ കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. 2 ഐഡൻറ്റിക്കൽ കപ്പാസിറ്റേഴ്സ് ഇങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇനീഷ്യലി ഇതുകൊണ്ട് ഇവൻ ഫുള്ളി ചാർജ്ഡ് ആണ് ആൻഡ് ഇവന് ചാർജ് ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇവനെ ഇതുകൊണ്ട് ഇങ്ങനെ ഇതിലോട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ കപ്പാസിറ്ററിന് ഈ കപ്പാസിറ്ററിലോട്ട് ചാർജ് ഫ്ലോ ഉണ്ടാവും. ശരിയല്ലേ? എത്ര നേരം വരെ ചാർജ് ഫ്ലോ ഉണ്ടാവും? നമുക്കറിയാം 2 പേരുടെയും പൊട്ടൻഷ്യൽ ഡിഫറൻസ് സെയിം ആകുന്നതിനും വരെ ചാർജ് ഫ്ലോ ഉണ്ടാവും. അപ്പോൾ ഇവൻ്റെ ഇടയിലുള്ള ഇനിഷ്യൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് 100 വോൾട്ട് ആയിരുന്നു. ഇവന് ചാർജ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇവൻ്റെ ഇനിഷ്യൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് 0 ആയിരുന്നു. അപ്പോൾ ഇവനെ ഇതിലോട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ 2 പേർക്കും ഇടയിൽ ഒരേ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആകണമെന്നുണ്ടെങ്കിൽ ഇവൻ്റെ പുതിയ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയായിരിക്കണം? ഇവിടെ 50 വോൾട്ട് ആയിരിക്കണം, ഇവിടെയും 50 വോൾട്ട് ആയിരിക്കണം. 2 പേരിലും അപ്പോൾ ഒരേ ചാർജും ആയിരിക്കും ഉണ്ടാവുക അല്ലേ? ഇതിനകത്ത് സ്റ്റോർ ചെയ്തിരിക്കുന്ന ടോട്ടൽ ചാർജ് C × V ആണ്. C × V എന്ന് പറയുമ്പോൾ 900 × 100 വരും. അത്രയും ഉണ്ടായിരുന്നു ടോട്ടൽ ചാർജ്. അതിൻ്റെ പകുതി വെച്ചിട്ടായിരിക്കും പിന്നെ ഫൈനൽ സിസ്റ്റത്തിൽ ഉണ്ടാവുക. ശരിയല്ലേ? അപ്പോൾ എന്തായാലും നമുക്ക് ഇവരുടെ 2 പേരുടെയും കൂടെ എനർജീസ് ആഡ് ചെയ്താൽ മതി. അപ്പം ഇനീഷ്യൽ എനർജി എന്ത് വരും? ഇനീഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ½ × CV² ആണ് വരുന്നത് അല്ലേ? ½ × CV² വരും. അപ്പോൾ നമ്മൾ ചെയ്യുവാണെങ്കിൽ ദിസ് ഇസ് ½ × C എന്ന് പറഞ്ഞാൽ 900 മൈക്രോഫാരഡ് ആണ്. അപ്പോൾ 9 × 10² × 10⁻6 ഫാരഡ് വരും. V² എന്ന് പറയുന്നത് 100ൻ്റെ സ്ക്വയർ ആണ് വരുന്നത്. അപ്പോൾ 10⁻4 വരും. അപ്പോൾ അതുകൊണ്ട് ഇവിടെ -4 വരും, ഇവിടെ +4 വരും. അപ്പോൾ അത് പോയി 10ൻ്റെ പവർ പോയി പോയിട്ട് 9/2 എന്ന് വരും അല്ലേ? അപ്പം EI എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര കിട്ടി? 9/2 ജൂളാന്ന് കിട്ടി. ഓക്കെ അല്ലേ? അതായത് 4.5 ജൂള് നമുക്ക് ഉത്തരം വരും. 4.5 ജൂളാണ് നമുക്ക് ഉത്തരം വരുന്നത്. ഇനിയിപ്പോൾ തന്നെ ഫൈനൽ കേസിൽ നമുക്ക് എന്ത് വരും? ഫൈനൽ കേസിൽ എനർജി എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം ഈ 2 കപ്പാസിറ്ററും സ്റ്റോർ ചെയ്തിരിക്കുന്ന ടോട്ടൽ എനർജിയാണ് വരുന്നത് അല്ലേ? അപ്പോൾ നമുക്കത് ½ C × അവിടുത്തെ പുതിയ പൊട്ടൻഷ്യലിൻ്റെ സ്ക്വയർ നമുക്ക് V' എന്ന് എഴുതാം. അപ്പോൾ 2 ഇടത്തും ഒരേ പൊട്ടൻഷ്യലാണ്, ഒരേ ചാർജാണ്. അതുകൊണ്ട് 2 പേരും സ്റ്റോർ ചെയ്തിരിക്കുന്ന എനർജി സെയിം ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ × 2 ചെയ്താൽ മതി. സോ ദിസ് വിൽ ബിക്കം C × V' വരും. C നേരത്തെ പോലെ തന്നെ 900 മൈക്രോഫാരഡ് ആണ്. സോ ഇറ്റ് ഇസ് 9 × 10² × 10⁻6 V' എന്ന് പറഞ്ഞാൽ 50യുടെ സ്ക്വയർ ആണ് വരുന്നത് അല്ലേ? × 50യുടെ സ്ക്വയർ വരും. ഓക്കെ ആണല്ലോ? അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? അപ്പോൾ 50 എന്ന് പറയുമ്പോൾ നമുക്ക് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടി നമുക്ക് 100/2 എന്ന് എഴുതാം. അപ്പോൾ 100/2ൻ്റെ സ്ക്വയർ വരുമ്പോൾ 10⁻4 / 2² എന്ന് വരും. അപ്പോൾ 4 എന്ന് വരും. ഓക്കെ ആണല്ലോ?
അപ്പോൾ തന്നെ നേരത്തെ പോലെ തന്നെ 10⁻⁴ 10⁻⁴ ക്യാൻസലായി പോയിട്ട് നമുക്ക് EF is equal to 9/4 ജൂൾ എന്നാണ് വരുന്നത്. ശരിയല്ലേ? അപ്പോൾ 9/4 ജൂൾ എന്ന് വരും. സോ ഇത് 4.5 ജൂളിൻ്റെ പകുതിയാണ് വരുന്നത്. അപ്പോൾ 4.5 ഡിവൈഡഡ് ബൈ 2 ജൂൾസ് വരും. നമുക്ക് എത്ര വരും? ദാറ്റ് ഈസ് 2.25 ജൂൾസ് വരും. 2.25 ജൂൾസ് വരും. അപ്പോൾ നമുക്ക് വേണ്ട ഡിഫറൻസ് എടുത്ത് നമുക്ക് ലോസ് ഇൻ എനർജി കിട്ടും. സോ ഡെൽറ്റ ഇ ഇസ് ഇക്വൽ ടു EI മൈനസ് EF ആണ്. അപ്പോൾ EI എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 4.5 ആണ്, മൈനസ് 2.25 വരും. സോ വിൽ ഗെറ്റ് 2.25 ജൂൾസ് വരും. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ഉത്തരം 2.25 ജൂൾസ് ആണ്. നമുക്കതിനെ ഇൻറ്റു 10⁻² ജൂൾ എന്നാണ് എഴുതേണ്ടത്. അപ്പോൾ ഇൻറ്റു 10⁻² എന്ന് എഴുതണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ദിസ് ഇസ് 225 ഇൻറ്റു 10⁻² ജൂളാണ്. ഓക്കെ അല്ലേ? അപ്പോൾ 225 ആണ് നമ്മളുടെ ഉത്തരം വരുന്നത്. 225. അടുത്തത് ഇൻ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ്, two slits S1 and S2 are D distance apart and the separation from two slits to screen is D. Now if two transparent slabs of equal thickness 0.1 millimeter but refractive index 1.51 and 1.55 are introduced in the path of beam from S1 and S2 respectively, the central bright fringe spot will shift by dash number of fringes. അപ്പോൾ എത്ര ഫ്രിഞ്ചസ് ഷിഫ്റ്റ് ചെയ്യുമെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? സെൻട്രൽ മാക്സിമം എത്ര ഫ്രിഞ്ചസ് ഷിഫ്റ്റ് ചെയ്യുമെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ നമുക്കറിയാം അല്ലേ? അപ്പോൾ അതുകൊണ്ട് ഇത് നമ്മൾ ചെയ്ത് പഠിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് രണ്ട് പേരുടെയും പാത്തിൻ്റെ നേരെ നമ്മൾ എന്ത് വെച്ചിട്ടുണ്ട്? രണ്ട് ട്രാൻസ്പെറൻറ്റ് സ്ലാബ്സ് വെച്ചിട്ടുണ്ട്. രണ്ട് ട്രാൻസ്പെറൻറ്റ് സ്ലാബ്സ് വെച്ച് കഴിയുമ്പോൾ നമുക്കറിയാം അവിടെ ഒരു ഒപ്റ്റിക്കൽ പാത്ത് ഡിഫറൻസ് ഉണ്ടാവും. ശരിയല്ലേ? കാരണം ഈ ഒരു രണ്ട് സ്ലാബുകളുടെയും റിഫ്രാക്റ്റീവ് ഇൻഡെക്സസ് പലതായതുകൊണ്ട് ബാക്കി വാക്കത്തിലൂടെ ട്രാവൽ ചെയ്യുന്നതാണ്. അപ്പം ഇതുമൂലം അവർക്കൊരു പാത്ത് ഡിഫറൻസ് ഉണ്ടാകും. കാരണം ഇതിനകത്തോടെ പോകുന്ന സ്പീഡ് ആയിരിക്കത്തില്ല ഇതിനകത്തോടെ പോകുന്ന സ്പീഡ്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സസ് പലതായതുകൊണ്ട്. അപ്പം ഇവർ രണ്ടുപേരും തമ്മിൽ ഒരു ഫേസ് ഡിഫറൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ഇക്വലന്റ് പാത്ത് ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ ആ പാത്ത് ഡിഫറൻസ് മൂലം സെൻട്രൽ ബ്രൈറ്റ് ഫ്രിഞ്ച്, ഓക്കെ അല്ലേ? അതായത് ഈ സ്ലാബുകൾ ഇവിടെ ഇല്ലായിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന സെൻട്രൽ ബ്രൈറ്റ് ഫ്രിഞ്ച് ഇവിടെയാണ് കിട്ടിയതെങ്കിൽ അതിപ്പോൾ ഷിഫ്റ്റ് ചെയ്ത് എങ്ങോട്ടേക്ക് പോകും? ആ P എന്ന് പറയുന്ന പോയിന്റിലേക്ക് പോകും. ഓക്കെ ആണല്ലോ? അപ്പോൾ എത്ര ഫ്രിഞ്ചസ് വെച്ചിട്ടാണ് അത് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടാവുക എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. ശരിയല്ലേ? ഓക്കെ. അപ്പോൾ അതിന് നമുക്ക് രണ്ടുപേരുടെയും തിക്നെസ്സുകൾ തന്നിട്ടുണ്ട് അല്ലേ? തിക്നെസ്സുകൾ നമുക്ക് തന്നിട്ടുണ്ട്. രണ്ടും 0.1 മില്ലിമീറ്റർ തിക്നെസ് ആണ്. രണ്ടുപേരുടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സസ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം ഇവരുടെ പാത്ത് ഡിഫറൻസ് കണ്ടുപിടിക്കാനായിട്ടുള്ള ഫോർമുല എന്തായിരിക്കും? പാത്ത് ഡിഫറൻസ് നമുക്ക് ഡെൽറ്റ എന്ന് എഴുതാം. പാത്ത് ഡിഫറൻസ് ഡെൽറ്റ എന്ന് എഴുതാം. സോ അത് ഈ രണ്ട് മീഡിയത്തിലൂടെയും ലൈറ്റ് ട്രാവൽ ചെയ്ത് അഡീഷണൽ ഡിസ്റ്റൻസുകളുടെ ചേഞ്ച് ആയിരിക്കും വരുന്നത് അല്ലേ? അപ്പോൾ ഇവിടുത്തെ എത്ര വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു 1.55 ആണ് ഇവിടുത്തെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. അപ്പോൾ നമുക്ക് എത്ര വരും? μ2 ഇൻറ്റു ടി മൈനസ് μ1 ഇൻറ്റു ടി എടുത്താൽ മതി. സോ ഇറ്റ് ഇസ് μ2 മൈനസ് μ1 ഇൻറ്റു ടി എന്ന് വരും. ഓക്കെ ആണല്ലോ? ഇതാണ് ഇവർക്ക് വരുന്ന അഡീഷണൽ പാത്ത് ഡിഫറൻസ്. അതായത് ടോട്ടൽ ഈ ലൈറ്റ് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസും ഈ ലൈറ്റ് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസിന് ഡിഫറൻസ് എടുക്കുവാണെങ്കിൽ ഏതാണ്ട് ഈ ഒരു തിക്നെസ്സിലൂടെ ലൈറ്റ് ട്രാവൽ ചെയ്യാൻ എടുത്ത ആ ഒരു വ്യത്യാസത്തിൻ്റെ ഡിഫറൻസ് മാത്രമേ അതിനകത്ത് വരികയുള്ളൂ. അപ്പോൾ μ2 മൈനസ് μ1 ഇൻറ്റു ടി നമ്മൾ എടുക്കും. സോ ഇറ്റ് ഈസ് 1.55 മൈനസ് 1.51 ഇൻറ്റു ടി എന്ന് വരും. ഓക്കെ അല്ലേ? സോ ഡെൽറ്റ ഈസ് ഈക്വൽ ടു നമുക്കിത് ചെയ്ത് കഴിയുമ്പോൾ എത്ര വരും? ദിസ് ഇസ് 0.04 ആണ് വരുന്നത്. ഇൻറ്റു തിക്നെസ് നമുക്കറിയാം 0.1 മില്ലിമീറ്റർ ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ 0.1 മില്ലിമീറ്റർ എന്നാണ് നമുക്ക് വരുന്നത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് എന്ത് വരും? അപ്പോൾ ഇത് 4 ഇൻറ്റു 10⁻² ആണ് ഇൻറ്റു 10⁻⁻1 ഇൻറ്റു 1 മില്ലിമീറ്റർ എന്ന് പറയുമ്പോൾ 10⁻³ മീറ്റർ ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് 4 ഇൻറ്റു 10⁻⁻6 മീറ്റർ വരും. ഓക്കെ അല്ലേ? 4 ഇൻറ്റു 10⁻⁻6 മീറ്റർ വരും. ഇതാണ് രണ്ട് ഇൻ്റർഫിയറിംഗ് വേവ്സ് തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് വരുന്നത്. 4 ഇൻറ്റു 10⁻⁶ മീറ്റർ ആണ് വരുന്നത്. ഇനിയിപ്പോൾ നമുക്ക് പറഞ്ഞിട്ടുണ്ട് ലാംഡ ഉപയോഗിച്ചിരിക്കുന്ന വേവ് ലെങ്ത് നമുക്കറിയാം 4000 ആംസ്ട്രോങ് ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഷിഫ്റ്റ്, അതായത് സെൻട്രൽ ബ്രൈറ്റ് ഫ്രിഞ്ച് ഇപ്പോൾ എവിടെയാണ് കിട്ടുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ അതിൻ്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ y ഇസ് ഈക്വൽ ടു നമുക്കറിയാം d ഇൻറ്റു ഡെൽറ്റ ഡിവൈഡഡ് ബൈ d ആണ് ഫോർമുല. ശരിയല്ല? y ഇസ് ഈക്വൽ ടു d ഇൻറ്റു ഡെൽറ്റ ഡിവൈഡഡ് ബൈ d ആണ് ഫോർമുല. സോ ദിസ് ഇസ് 4 ഇൻറ്റു 10⁻⁻6 ഇൻറ്റു d ഡിവൈഡഡ് ബൈ d എന്ന് എഴുതാം. അപ്പോൾ d എന്ന് പറഞ്ഞാൽ സ്ക്രീൻ ഡിസ്റ്റൻസ് ആണ്, d എന്ന് പറഞ്ഞാൽ സ്ലിറ്റ് സെപ്പറേഷൻ ആണ്. ഇത് രണ്ട് നമുക്ക് തന്നിട്ടില്ല, പക്ഷെ അതിൻ്റെ ആവശ്യം ഉണ്ടാവില്ല, അതുകൊണ്ടാണ്. പിന്നെ നമുക്കറിയാം ഫ്രിഞ്ച് വിഡ്ത്ത്. ഫ്രിഞ്ച് വിഡ്ത്തിന് എന്ത് വരും? ഫ്രിഞ്ച് വിഡ്ത്ത് ഇസ് ഈക്വൽ ടു ബീറ്റ ഇസ് ഈക്വൽ ടു ലാംഡ d ബൈ d ആണ്. സോ ലാംഡ എന്ന് പറഞ്ഞാൽ 2000 ആംസ്ട്രോങ് ആണ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ലാംഡ എന്ന് 4000 ആംസ്ട്രോങ് ആണ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 4000 ആംസ്ട്രോങ് എന്ന് പറയുമ്പോൾ 4 ഇൻറ്റു 10⁻⁻7 മീറ്റർ വരും ഇൻറ്റു d ബൈ d എന്നാണ് വരുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ സെൻട്രൽ ബ്രൈറ്റ് ഫ്രിഞ്ച് എന്ന് പറഞ്ഞാൽ ഈ y ഈക്വൽ ടു d ഡെൽറ്റ ബൈ ഡിയിലായിരിക്കും ഉണ്ടാവുക. ആൻഡ് ബീറ്റ ഇസ് ഈക്വൽ ടു ലാംഡ d ബൈ d ആണ്. ഇത് ഒരു ഫ്രിഞ്ചിൻ്റെ വിഡ്ത്ത് ആണ്.
അപ്പോൾ എത്ര ഫ്രിഞ്ചുകൾ ഷിഫ്റ്റ് ചെയ്തു എന്ന് കണ്ടുപിടിക്കാനായിട്ട് y ഡിവൈഡഡ് ബൈ ബീറ്റ ചെയ്താൽ മതി അല്ലേ. അപ്പോൾ y ഡിവൈഡഡ് ബൈ ബീറ്റ ചെയ്താൽ നമുക്ക് നമ്പർ ഓഫ് ഫ്രിഞ്ചസ് ഷിഫ്റ്റഡ് എത്രയാണെന്ന് കിട്ടും. സോ ഡി ബൈ ഡി ക്യാൻസൽ ആയി പോയി കഴിഞ്ഞാൽ 4 × 10⁻⁻6 ഡിവൈഡഡ് ബൈ 4 × 10⁻⁻7 എന്ന് വരും, വിച്ച് ഇസ് 10 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ ആൻസർ നമുക്ക് 10 എന്നാണ് വരുന്നത്. സോ ദ സെൻട്രൽ ബ്രൈറ്റ് ഫ്രിഞ്ച് സ്പോട്ട് വിൽ ഷിഫ്റ്റ് ബൈ 10 ഫ്രിഞ്ചസ് വരും. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ ദ ഫോളോയിങ് സർക്യൂട്ട് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് കറണ്ട് I1 ഈസ് ഡാഷ് ആംപിയർ. അപ്പം I1 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പം ഇതിനകത്ത് I2 I3 എല്ലാവരും മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കറണ്ടുകളൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് പോവാം. അപ്പോൾ അതിൻ്റെ I1 കറണ്ട് ഇവിടെ വരുന്നു, ഇവിടെ I3 കറണ്ട് വരുന്നു. അപ്പോൾ ഈ ജംഗ്ഷനിൽ വെച്ച് നമ്മൾ ക്രിച്ചോസ് ജംഗ്ഷൻ റൂൾ അപ്ലൈ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ I1 I3 കൂടെ കമ്പൈൻ ചെയ്ത് I1 + I3 ആയിട്ട് ഇത് വരും, ശരിയല്ലേ. I1 + I3 വരും. ഇനിയിപ്പോൾ അതിൽ ഒരു കറണ്ട് തന്നെ ഇങ്ങോട്ടേക്ക് പോകുന്നുണ്ട്, പിന്നെ തന്നെ ഇവിടുന്ന് ഒരു I2 കറണ്ട് പോകുന്നുണ്ട്. I2 കറണ്ട് ഇങ്ങോട്ടേക്കും പോകും, ഇങ്ങോട്ടേക്ക് സ്പ്ലിറ്റ് ആവുമല്ലോ. ഇവിടുന്ന് വരുന്ന I2 എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് സ്പ്ലിറ്റ് ആവും. അപ്പോൾ അതിൽ I3 ഇങ്ങോട്ട് പോയി, അപ്പോൾ പോയിട്ട് I2 - I3 വേണ്ട ഇതിലേ പോകണം. അപ്പോൾ ഇത് I2 - I3 ആയിരിക്കും ഇവിടുത്തെ കറണ്ട്, ശരിയല്ലേ. അപ്പോൾ അതിൻ്റെ I1 + I3യിൽ ഒരു I2 ഇങ്ങോട്ട് പോയി, മിച്ചം താഴേക്ക് പോകുന്ന കറണ്ട് എത്ര ആയിരിക്കും? ദാറ്റ് ഈസ് I1 + I3 - I2 ആയിരിക്കും. ഓക്കെ അല്ലേ. അപ്പോൾ ഇവർ രണ്ടുപേരുടെ കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്കറിയാം I2ഉം I3യും ക്യാൻസൽ ആയി പോകും, പോയിട്ട് I1 2 വോൾട്ടിലൂടെ നെഗറ്റീവിലോട്ട് ചെല്ലും. അപ്പോൾ ഇങ്ങനെ നമുക്ക് കറണ്ട് എല്ലാം മാർക്ക് ചെയ്യാം. നമ്മൾ ബേസിക്കലി ക്രിച്ചോസ് ജംഗ്ഷൻ റൂൾ മാത്രമാണ് അപ്ലൈ ചെയ്തത്. അത് കറണ്ട് എൻറ്ററിങ് എ ജംഗ്ഷൻ ഷുഡ് ബി ഈക്വൽ ടു കറണ്ട് ലീവിംഗ് ദ ജംഗ്ഷൻ. നമുക്ക് I1 ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് വേണ്ടി ഇവിടെ 2-3 ലൂപ്പുകൾ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇത് ലൂപ്പ് 1 ആയിട്ട് എടുക്കാം, ഇത് ലൂപ്പ് 2 ആയിട്ട് എടുക്കാം, ഈ ഒരു ലൂപ്പിനെ ലൂപ്പ് 3 ആയിട്ട് എടുക്കുന്നു. അപ്പോൾ 3 ലൂപ്പുകളിൽ ഞാൻ ക്രിച്ചോസ് വോൾട്ടേജ് ലോ എഴുതാൻ പോവുകയാണ്. ഓക്കെ ആണല്ലോ, ക്രിച്ചോസ് വോൾട്ടേജ് ലോ എഴുതാൻ പോവുകയാണ്. സോ ലൂപ്പ് 1ൽ ഞാൻ ക്രിച്ചോസ് വോൾട്ടേജ് ലോ അപ്ലൈ ചെയ്താൽ എനിക്ക് എന്ത് കിട്ടുമെന്ന് നോക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ലൂപ്പ് 1ൽ ഞാൻ 5 വോൾട്ടിൻ്റെ പോസിറ്റീവിൽ നിന്ന് തുടങ്ങുവാണ്. അപ്പോൾ ഇവിടെ EMF എന്ന് പറയുന്നത് ഈ ഒരു ഡയറക്ഷനാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ട്രവേഴ്സ് ചെയ്യുന്നത്. അപ്പം EMF അതേ ഡയറക്ഷൻ, അത് ഞാൻ 5 പോസിറ്റീവായിട്ട് എടുക്കുന്നു. അപ്പോൾ 5 വോൾട്ട്. ഇതുണ്ട് കറണ്ടിൻ്റെ ഡയറക്ഷനിൽ പോകുമ്പോൾ റെസിസ്റ്റൻസിന് അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് നെഗറ്റീവാണ്. അപ്പോൾ ഇവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് I2 × 1 വരും, ശരിയല്ലേ. അപ്പോൾ -I2 എന്ന് വരും. പിന്നെ അതുകൊണ്ട് ഒരു I3 കറണ്ട് 2-ലൂടെ പാസ് ചെയ്ത് പോകുന്നുണ്ട്. സോ -2 × I3 വരും, അതിനക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഓക്കെ അല്ലേ. പിന്നെ അതുകൊണ്ട് ഒരു I1 + I3 1-ലൂടെ കടന്നു പോകുന്നുണ്ട്. സോ I1 + I3 × 1 വരും, അതിനക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ദാറ്റ് മീൻസ് -I1 + I3 എന്ന് വരും. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം 0 കിട്ടണം, ശരിയല്ലേ. 0 കിട്ടണം. എല്ലായിടത്തും പൊട്ടൻഷ്യൽ ഡിഫറൻസുകളെല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 0 കിട്ടണം. അപ്പം നമുക്കിതിൽ നിന്ന് കിട്ടുന്ന 5 - I2 - 2I3 -I1 - I3 = 0 എന്ന് വരും. അപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ 5 - I1 -I2 -2I3 -I3 -3I3 എന്ന് വരും, = 0 എന്ന് വരും. സോ ദാറ്റ് ഇംപ്ലൈസ് I1 + I2 + 3I3 = 5 എന്ന് വരും. ഓക്കെ അല്ലേ, = 5 എന്ന് വരും. നമുക്കതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കാം. അപ്പോൾ 3 അൺനോൺസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് 3 ഇക്വേഷൻസ് നമുക്ക് വേണം, അതുകൊണ്ടാണ് 3 ലൂപ്സ് നമ്മൾ എടുത്തത്. ഇനിയിപ്പോൾ ലൂപ്പ് 2 നമ്മൾ നോക്കുവാണെങ്കിൽ എങ്ങനെ വരും? ലൂപ്പ് 2, ഇപ്പോൾ ലൂപ്പ് 2 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ലൂപ്പ് 2-ൽ നമുക്ക് നോക്കാം. ഇതുപോലെ 5 വോൾട്ടിൽ നിന്ന് തുടങ്ങുവാണ്. അപ്പോൾ ഈ ഡയറക്ഷനിലാണ് ഞാൻ ട്രവേഴ്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 5 വോൾട്ട് തന്നെ EMF അവിടെ പോസിറ്റീവാണ്, അതുകൊണ്ട് 5. പിന്നെ നേരത്തെ പോലെ തന്നെ -I2 × 1 വരും. പിന്നെ അതുണ്ട് I2 - I3 കറണ്ട് 2-ലൂടെ കടന്നു പോകുന്നുണ്ട്. സോ -2 × I2 - I3 വരും. ഓക്കെ അല്ലേ. പിന്നെ അതുകൊണ്ട് ഇങ്ങോട്ട് പോകുമ്പോൾ നോക്കിയേ, നമ്മൾ ട്രാവേഴ്സ് ചെയ്യുന്നത് കറണ്ടിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, അതുകൊണ്ട് അവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമ്മൾ പോസിറ്റീവായിട്ട് എഴുതണം. +1 × I1 + I3 - I2 വരും, വിച്ച് ഇസ് I1 + I3 - I2. സോ ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് നമുക്ക് 0 കിട്ടണം. സോ ഇറ്റ് ഇസ് 5 - I2 -2I2 +2I3 +I1 +I3 -I2 = 0 എന്ന് വരും. ഓക്കെ അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് 5 + I1. ഓക്കെ. പിന്നെ I2 നോക്കുവാണെങ്കിൽ ഉണ്ട് -I2 -2I2 -3I2 വരും, -I2 പിന്നെയും -4I2 വരും. ഓക്കെ അല്ലേ. പിന്നെ I3 നോക്കാനായിട്ടാണെന്നുണ്ടെങ്കിൽ 2I3 + I3 എന്ന് പറഞ്ഞാൽ 3I3 വരും. അപ്പോൾ +3I3 = 0 വരും. സോ ദിസ് ഗീവ്സ് നമുക്ക് എന്താ വരുന്നത്? സോ ദിസ് ഇസ് -I1 + 4I2
മൈനസ് 3i3 ഈസ് ഈക്വൽ ടു 5 എന്ന് വരും. ഓക്കെ, അങ്ങനെ നമുക്ക് രണ്ട് ഇക്വേഷൻസ് ആയി. ഇനിയിപ്പോൾ നമുക്ക് അതിൻ്റെ ഫൈനൽ ലൂപ്പ് 3യും കൂടെ നോക്കണം. ലൂപ്പ് 3യും കൂടെ നോക്കുവാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ലൂപ്പ് 3യും കൂടെ നമ്മൾ നോക്കുവാണെങ്കിൽ, ഓക്കെ, ഞാൻ ഈ ഒരു ഡയറക്ഷനിൽ ട്രവേഴ്സ് ചെയ്യുവാണ്, അതായത് I1 ഡയറക്ഷനാണ് ട്രവേഴ്സ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ EMF പോസിറ്റീവാണ്, 2 വോൾട്ട്. അപ്പോൾ 2, പിന്നെ വേണ്ട ഒരു കറണ്ട് I1 + I3 1 കടന്നു പോകുന്നുണ്ട്. അപ്പോൾ 2 മൈനസ് 1 ഇൻറ്റു I1 + I3, സോ ദാറ്റ് ഇസ് I1 + I3. പിന്നെ വേണ്ട ഒരു I1 + I3 മൈനസ് I2 1 കടന്നു പോകുന്നുണ്ട്, പ്ലസ് I1 + I3 മൈനസ് I2, അത് മൈനസ് തന്നെയാണ്. അപ്പം മൈനസ് I1 + I3 മൈനസ് I2 ഈസ് ഈക്വൽ ടു 0 എന്ന് വരണം. ശരിയല്ലേ? അപ്പോൾ ഇത് നമ്മൾ ചെയ്യുവാണെങ്കിൽ ദിസ് ഇസ് 2 മൈനസ് I1 മൈനസ് I3 മൈനസ് I1 മൈനസ് I3 പ്ലസ് I2 ഈസ് ഈക്വൽ ടു 0 എന്ന് വരും. സോ നമുക്ക് മൈനസ് I1 മൈനസ് 2I1 വരും. സോ ഇറ്റ് ഇസ് 2 മൈനസ് 2I1, പിന്നെ I2 ഒന്നേ ഉള്ളൂ, സോ പ്ലസ് I2 ആൻഡ് I3 രണ്ടെണ്ണം ഉണ്ട്. സോ ഇറ്റ് ഇസ് മൈനസ് 2I3 ഈസ് ഈക്വൽ ടു 0 എന്ന് വരും. സോ ദാറ്റ് ഇംപ്ലൈസ് 2I1 മൈനസ് I2 പ്ലസ് 2I3 ഈസ് ഈക്വൽ ടു 2 എന്ന് വരും. നമുക്ക് ഇക്വേഷൻ നമ്പർ 3 ആയിട്ട് എടുക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് 3 ഇക്വേഷൻസ് കിട്ടി അല്ലേ? അപ്പോൾ നമുക്ക് ഇക്വേഷൻസ് 1 and 2 നോക്കുവാണെങ്കിൽ, 1 ഉം 2 നമ്മൾ കമ്പയർ ചെയ്യുവാണെങ്കിൽ എന്ത് കിട്ടും? ഇതിൻ്റെ ഇവിടെ ഒരു I1 ഉണ്ട്, ഇവിടെ മൈനസ് I1 ഉണ്ട്, പിന്നെ രണ്ടിടത്തും 3I3 ഉണ്ട്, മൈനസ് 3I3 ഉണ്ട്. അപ്പോൾ രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉത്തരവായല്ലോ, നമുക്ക് I2 കിട്ടുമല്ലോ. അപ്പോൾ 1 ഉം 2 നമുക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ I1 മൈനസ് I1 പോയി, 3I3 മൈനസ് 3I3 പോയി, പോയിട്ട് I2 + 4I2 5I2 വരും, ആൻഡ് 5 + 5 നമുക്ക് 10 വരും. അപ്പോൾ 5I2 ഈസ് ഈക്വൽ ടു 10 എന്ന് വരും. അപ്പോൾ 1 + 2 ഗീവ്സ് 5I2 ഈസ് ഈക്വൽ ടു 10. സോ ദാറ്റ് ഇംപ്ലൈസ് I2 ഈസ് ഈക്വൽ ടു 2 ആംപിയർ എന്ന് വരും. ഓക്കെ അല്ലേ? I2 2 ആംപിയർ ആണെന്ന് കിട്ടി. I2 2 ആംപിയർ ആണെന്നുള്ളത് നമുക്ക് 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് കിട്ടും? I2 2 ആംപിയർ എന്നുള്ള 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് I1 പ്ലസ് I2ന് പകരം നമുക്ക് 2 എന്ന് കൊടുക്കാം, പ്ലസ് 3 ഇൻറ്റു I3 ആണ് വരുന്നത് അല്ലേ? 3 ഇൻറ്റു I3 ഈക്വൽ ടു 5 എന്ന് വരും. 3 ഇൻറ്റു I3 ഈസ് ഈക്വൽ ടു 5 എന്ന് വരും. സോ ദാറ്റ് ഇംപ്ലൈസ് I1 പ്ലസ് 3I3 ഈസ് ഈക്വൽ ടു 5 മൈനസ് 2 നമുക്ക് 3 എന്ന് വരും. ഇതിനെ 4 എന്ന് വിളിക്കാം. ഓക്കെ ആണല്ലോ? അതുപോലെ തന്നെ നമുക്ക് ഓപ്ഷൻ 3യിൽ നമുക്ക് I2ൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് കിട്ടും? I2ൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ സോ ഇറ്റ് ഇസ് 2I1 മൈനസ് 2 പ്ലസ് 2I3 ഈസ് ഈക്വൽ ടു 2 എന്ന് വരും. സോ ദാറ്റ് ഇംപ്ലൈസ് 2 ഇൻറ്റു I1 പ്ലസ് I3 ഈസ് ഈക്വൽ ടു 4 എന്ന് വരും. സോ ദാറ്റ് ഇംപ്ലൈസ് I1 പ്ലസ് I3 ഈസ് ഈക്വൽ ടു എന്ത് വന്നു? 2 എന്ന് വന്നു. ഇക്വേഷൻ നമ്പർ 5. അപ്പോൾ തന്നെ നമുക്ക് I1 ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? I1 കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഇക്വേഷൻ 5നെ ഒരു 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. സോ ദാറ്റ് ഇംപ്ലൈസ് 3I1 പ്ലസ് 3I3 ഈസ് ഈക്വൽ ടു 6 എന്ന് വരും. ശരിയാണല്ലോ? ഇക്വേഷൻ 6. ഇനിയിപ്പോൾ നമുക്ക് 6 ഉണ്ട് 4 ഉണ്ട്. നമുക്ക് സബ്ട്രാക്ട് ചെയ്യുവാണെങ്കിൽ 3I3 ക്യാൻസൽ ആയി പോകും അല്ലേ? അപ്പോൾ നമ്മൾ സബ്ട്രാക്ട് ചെയ്യുവാണെങ്കിൽ 6 മൈനസ് 4 ചെയ്താൽ എന്ത് കിട്ടും? So that is 3I1 minus I1 is 2I1, that is equal to 6 minus 3 is 3. So I1 is equal to 3/2 എന്ന് വരും, which is equal to 1.5 ആംപിയർ എന്ന് വരും അല്ലേ? അപ്പോൾ I1ൻ്റെ വാല്യൂ നമുക്ക് എത്ര ആണെന്ന് കിട്ടി? 1.5 ആംപിയർ ആണെന്ന് കിട്ടി. അപ്പോൾ കുറച്ച് കാൽക്കുലേഷൻ ഉണ്ട്, തെറ്റിക്കാതെ ചെയ്യാനായിട്ട് കഴിയാത്തോളം ശ്രദ്ധിക്കുക. കാരണം ഇത്തരത്തിൽ മൾട്ടി ലൂപ്സ് ഒക്കെ വരുമ്പോഴത്തേക്കിനും കിർച്ചോസ് ഇക്വേഷൻസ് ഒക്കെ കറക്റ്റായിട്ട് നമ്മൾ ചെയ്യും. പക്ഷേ ന്യൂമറിക്കൽ ചെയ്ത് വരുന്നതിൻ്റെ അവിടെ എവിടെയെങ്കിലും ഒരിടത്ത് സൈൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ തെറ്റാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ഇത് 1.5 ആംപിയർ ആണ് നമുക്ക് ഉത്തരം വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഹോഴ്സ് റൈഡർ കവേഴ്സ് ഹാഫ് ദ ഡിസ്റ്റൻസ് വിത്ത് 5 m/s സ്പീഡ്. ദ റിമൈനിങ് പാർട്ട് ഓഫ് ദ ഡിസ്റ്റൻസ് വാസ് ട്രാവൽ വിത്ത് സ്പീഡ് 10 m/s ഫോർ ഹാഫ് ദ ടൈം ആൻഡ് വിത്ത് സ്പീഡ് 15 m/s ഫോർ അതർ ഹാഫ് ടൈം ഓഫ് ദ ടൈം. The mean speed of the rider averaged over the whole time of motion is. ഓക്കെ, അപ്പം ഇതും കൈനമാറ്റിക്സിനകത്ത് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഒരു റൈഡർ ഹാഫ് ദ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്നത് ഏത് സ്പീഡിലാണ്. അപ്പോൾ ഇത് എക്സ് ആണെങ്കിൽ ഇത് എക്സ് ഡിസ്റ്റൻസ് തന്നെയാണ്, 5 m/s സ്പീഡിലാണ്. ആൻഡ് ദ റിമൈനിങ് ഹാഫിൻ്റെ ആവറേജ് സ്പീഡ് എത്ര നമുക്ക് അറിയില്ല. ഓക്കെ അല്ലേ? റിമൈനിങ് ഡിസ്റ്റൻസിൻ്റെ ആവറേജ് സ്പീഡ് എത്ര നമുക്ക് അറിയത്തില്ല.
പക്ഷേ ആ റിമൈനിങ് സ്പീഡ് പിന്നെ എന്താ ചെയ്യുന്നത്, റിമൈനിങ് ഡിസ്റ്റൻസ് അയാൾ കവർ ചെയ്യുന്നത് ഒരു ഹാഫ് ടൈം 10 മീറ്റർ പെർ സെക്കൻഡ് സ്പീഡിലും മറ്റ് ഹാഫ് ടൈം 15 മീറ്റർ പെർ സെക്കൻഡിലുമാണ്. അപ്പോൾ അയാൾ ആദ്യം ടോട്ടൽ ഡിസ്റ്റൻസിൻ്റെ പകുതി V1 സ്പീഡിൽ ട്രാവൽ ചെയ്തു, ബാക്കി പകുതി ഡിസ്റ്റൻസിൽ ആദ്യത്തെ ടൈം 10 സെക്കൻഡിലും രണ്ടാമത്തെ സെയിം ടൈം 15 മീറ്റർ പെർ സെക്കൻഡ് സ്പീഡിലുമാണ് ട്രാവൽ ചെയ്തത്. ഓക്കെ അല്ലേ? അപ്പോൾ പിന്നെ അയാൾ ട്രാവൽ ചെയ്തേണ്ട ഒരു 10ഉം 15ഉമായിട്ട് ഈക്വൽ ടൈം ഇൻ്റർവൽസിൽ അയാൾ ട്രാവൽ ചെയ്യുവാണ്. ശരിയല്ലേ? ടി ടൈം ഇൻ്റർവലിൽ ട്രാവൽ ചെയ്യുവാണ്. അപ്പോൾ ഇവിടുത്തെ അയാളുടെ സ്പീഡ് എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു? 10 മീറ്റർ പെർ സെക്കൻഡ് ആയിരുന്നു. ഇവിടുത്തെ അയാളുടെ സ്പീഡ് എന്ന് പറഞ്ഞാൽ 15 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പോൾ നമുക്കറിയാം ഒരേ സമയങ്ങളിൽ നിങ്ങൾ ഒരു പർട്ടിക്കുലർ സ്പീഡിൽ ട്രാവൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാനായിട്ട് എന്താ ഫോർമുല? സെയിം ടൈം ഇൻ്റർവൽസിലാണ് രണ്ട് സ്പീഡുകളും വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ഭാഗത്ത് ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? V2 = ഈ രണ്ട് സ്പീഡുകളുടെയും ആവറേജ് ആയിരിക്കും. 10 + 15/2 വരും. അപ്പം 25/2 ആണ് വരുന്നത്, വിച്ച് ഇസ് 12.5 വരും അല്ലേ? അല്ലെങ്കിൽ 25/2 നമുക്ക് എഴുതാം. വിച്ച് ഇസ് = 25/2 മീറ്റർ പെർ സെക്കൻഡ് ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് V1 ആയി V2 ആയി. ശരിയല്ലേ? അപ്പോൾ V1ഉം V2ഉം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ മീൻ സ്പീഡ് V1 ആയിരുന്നു, ഹാഫ് ദ ഡിസ്റ്റൻസ് പിന്നെ ട്രാവൽ ചെയ്യുന്ന മീൻ സ്പീഡ് V2 ആണ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ആവറേജ് സ്പീഡ് എത്ര ആയിരിക്കും? ദാറ്റ് ഇസ് V bar = 2V1 V2 / V1 + V2 ആണ് അല്ലേ? സോ ഇറ്റ് ഇസ് 2 × 5 × 25/2 the whole divided by 5 + 25/2 വരും. ഓക്കെ, സോ നമുക്കിത് വരുന്നത് 10 × 25/2 ഡിവൈഡഡ് ബൈ ഇവിടെ നമുക്ക് വരുന്നത് 10 + 25 35/2 എന്നാണ് വരുന്നത്. അപ്പോൾ 2 നമുക്ക് ക്യാൻസൽ ചെയ്യാം. സോ ഇറ്റ് ഇസ് 10 × 25 / 35 വരും അല്ലേ? അപ്പോൾ 5 വെച്ച് വെട്ടുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് താഴെ 7 വരും. അതുപോലെ ഇവിടെ നമുക്ക് എത്ര വരും? 5 വരും. അപ്പോൾ നമുക്ക് 50 / 7 എന്നാണ് വരുന്നത് അല്ലേ? 50 / 7 എന്ന് വരും. അപ്പോൾ നമുക്ക് എക്സിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ നമുക്ക് 50 ആണ് കിട്ടി അല്ലേ? എക്സിൻ്റെ വാല്യൂ നമുക്ക് 50 ആയിട്ട് കിട്ടി. കാരണം ആവറേജ് സ്പീഡ് അവർ x/7 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എക്സിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 50 ആയിരിക്കും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, point source of light is placed at the center of curvature of a hemispherical surface. The source emits a power of 24 watt. The radius of curvature of the hemisphere is 10 centimeter and the inner surface is completely reflecting. The force on the hemisphere due to the light falling on it is. അപ്പോൾ 10⁻⁻8 ന്യൂട്ടണിലാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം വളരെ നമ്മൾ റേഡിയേഷൻ പ്രഷറുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. പക്ഷെ ശ്രദ്ധിച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. ചാടിക്കറി ഉത്തരം എഴുതരുത്. പെർഫെക്റ്റ്ലി റിഫ്ലക്റ്റിംഗ് കാണുമ്പോൾ നമ്മൾ 2I/c എന്നുള്ള ഫോർമുല വെച്ച് ചെയ്യും. പക്ഷേ നമുക്ക് അല്ലെങ്കിൽ 2I/c ആണ് റേഡിയേഷൻ പ്രഷർ. അപ്പോൾ ഇൻറ്റു ഏരിയ ചെയ്യാനായിട്ട് ശ്രമിക്കും. അപ്പോൾ ഹെമിസ്ഫിയർ ആയതുകൊണ്ട് ഒരു സ്പിയറിൻ്റെ പകുതി ഏരിയ ആയിരിക്കും വരുന്നത്. അപ്പോൾ 2πr² ചെയ്യാനായിട്ടുള്ള ടെൻഡൻസി ഉണ്ട്. പക്ഷെ ഉത്തരം തെറ്റും. നമ്മളോട് നെറ്റ് ഫോഴ്സ് ആണ്, ഹെമിസ്ഫിയറിലെ ടോട്ടൽ ഫോഴ്സ് എത്രയാണെന്നാണ് ചോദ്യം. ഓക്കെ അല്ലേ? അപ്പോൾ എന്താണ് ആ വ്യത്യാസം എന്നുള്ള മനസ്സിലാക്കാനായിട്ട് നിങ്ങളൊരു ഹെമിസ്ഫിയർ ഇമാജിൻ ചെയ്യുക. ഒരു ഹെമിസ്ഫിയർ ഇമാജിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ഹെമിസ്ഫിയർ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഈ ഹെമിസ്ഫിയറിന് നമുക്കറിയാം നമുക്ക് ഇവിടെ ഒരു സിമെട്രി ഉണ്ട്. കാരണം ഒരു പോയിന്റ് സോഴ്സ് എടുത്തിരിക്കുന്നത്. പോയിന്റ് സോഴ്സ് ആയതുകൊണ്ട് തന്നെ എല്ലാ ഡയറക്ഷനോടും അത് യൂണിഫോം ആയിട്ട് റേഡിയേഷൻ എമിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു പോയിന്റ് സോഴ്സ് കൊണ്ട് ഇവിടെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ, കൃത്യം ഇവിടെ സെൻട്രലായിട്ട് നമ്മൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എല്ലാ ഡയറക്ഷനും യൂണിഫോം ആയിട്ട് അത് റേഡിയേറ്റ് ചെയ്തോളും, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ സ്പിയറിൻ്റെ ഏത് പോയിന്റ് എടുത്താലും ആ പോയിന്റിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും റേഡിയേഷൻസ് പുറത്തേക്ക് വരുന്നത്. അല്ല, അങ്ങനെ ഒരു സിമെട്രി നമുക്കുണ്ട്, അത് നിങ്ങൾക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഏരിയ എടുക്കാനായിട്ട് ഫോഴ്സ് ഇൻറ്റു അല്ലെങ്കിൽ പ്രഷർ ഇൻറ്റു ഏരിയ എടുക്കാനായിട്ട് നമുക്കറിയാം പ്രഷർ ഏരിയയ്ക്ക് നമുക്ക് പെർപെൻഡിക്കുലർ ആയിട്ടാണ് റേഡിയേഷൻസ് വരുന്നത്, അല്ലെ? സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് റേഡിയേഷൻസ് വരുന്നത്. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല, ഡയറക്റ്റ് ഏരിയ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. പക്ഷേ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്പിയറിൽ മൊത്തത്തിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സുകൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ റേഡിയേഷൻ വന്ന് വീഴുമ്പോൾ തന്നെ സ്പിയറിന് സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് എല്ലാ പോയിന്റിലും എന്ത് ചെയ്യപ്പെടുന്നുണ്ട്? എല്ലാ പോയിന്റിലും നമുക്ക് ഫോഴ്സ് അനുഭവപ്പെടുന്നുണ്ട്. ശരിയല്ലേ? അപ്പോൾ സ്പിയറിൻ്റെ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് എല്ലായിടത്തോട്ടും ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നുണ്ട്. ആ ഫോഴ്സുകളുടെ എല്ലാം കൂടെ റിസൾട്ടൻ്റ് ആണ് എടുക്കേണ്ടത്. ഓക്കെ അല്ലേ? നെറ്റ് ഫോഴ്സ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ആ സിമെട്രി കണ്ടാൽ പറയാൻ പറ്റും നെറ്റ് ഫോഴ്സിന് ഏത് കമ്പോണൻറ്റേ കാണത്തുള്ളൂ? നെറ്റ് ഫോഴ്സിന് വെർട്ടിക്കൽ കമ്പോണൻറ്റേ കാണത്തുള്ളൂ. കാരണം ഇവിടെ ഉള്ളതിൻ്റെ എല്ലാം ഹൊറിസോണ്ടൽ കമ്പോണൻസിനെ തൊട്ടപ്പുറത്തിരിക്കുന്ന ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് ആയിട്ടിരിക്കുന്ന ആളെന്ത് ചെയ്യും? ക്യാൻസൽ ചെയ്ത് കളയും. ഓക്കെ ആണല്ലോ? അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് വെർട്ടിക്കൽ കമ്പോണൻറ്റ് മാത്രമേ നെറ്റ് ഫോഴ്സിന് കാണത്തുള്ളൂ. അപ്പോൾ നമുക്ക് വെർട്ടിക്കൽ കമ്പോണൻറ്റ് മാത്രം കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ തന്നെ നിങ്ങൾക്കറിയാം നമുക്ക് കാൽക്കുലസിൻ്റെ സഹായം തേടേണ്ടതായിട്ടുണ്ട്. ഓക്കെ അല്ലേ?
അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യുന്നുള്ളത് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയ സ്ട്രിപ്പ് ഞാൻ കൺസിഡർ ചെയ്യുവാണ്. ഓക്കെ അല്ലേ, ഒരു സർക്കുലർ സ്ട്രിപ്പ് ഞാൻ കൺസിഡർ ചെയ്യുന്നു. അതുകൊണ്ട് ഇവിടെ ആയിട്ടൊരു ചെറിയ സർക്കുലർ സ്ട്രിപ്പ് നമ്മൾ ഇമാജിൻ ചെയ്യുവാണ്. ഓക്കെ, ഒരു ചെറിയ സ്ട്രിപ്പ് നമ്മൾ കൺസിഡർ ചെയ്യണം, ഒരു സർക്കുലർ സ്ട്രിപ്പ് നമ്മൾ കൺസിഡർ ചെയ്യുവാണ്. ഈ സർക്കുലർ സ്ട്രിപ്പിൻ്റെ വിഡ്ത്ത് നമ്മൾ DR ആയിട്ട് എടുക്കുന്നു, ആൻഡ് ഇതിൻ്റെ റേഡിയസ് നമ്മൾ R ആയിട്ട് എടുക്കുന്നു. ഓക്കെ അല്ലേ, ഇതിൻ്റെ റേഡിയസ് നമ്മൾ R ആയിട്ട് എടുക്കുവാണ്. ഓക്കെ, അപ്പോൾ ഇത് ഈ ഒരു ഡിസ്റ്റൻസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ സെൻറ്ററിൽ നിന്നൊരു Y ഡിസ്റ്റൻസിലാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം റേഡിയസ് ആണ് വരുന്നത് അല്ലേ. ഇതെന്ന് പറഞ്ഞാൽ റേഡിയസ് ഓഫ് ദ ഹെമിസ്ഫിയർ ആണ് വരുന്നത്. അപ്പോൾ നമുക്കിതിനെ ക്യാപിറ്റൽ R എന്ന് വിളിക്കാം. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പോയിന്റിൽ അല്ലെങ്കിൽ ഈ സ്ട്രിപ്പിലെ ഏതെങ്കിലും ഒരു പോയിന്റിൽ അത് എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് നമുക്കറിയാം. അപ്പോൾ റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ ആ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് വീഴുന്നത്. സോ ആ സർഫസിലോട്ട് എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സും എങ്ങനെ ആയിരിക്കും, പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും വരുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ആ പോയിന്റിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഇങ്ങനെ ആയിരിക്കും ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നത്. നമുക്കറിയാം ഇതിൻ്റെ ഏത് കമ്പോണൻറ്റ് മാത്രം നമ്മൾ എടുത്താൽ മതി, നമ്മളിതിൻ്റെ വെർട്ടിക്കൽ കമ്പോണൻറ്റ് മാത്രം എടുത്താൽ മതി. കാരണം ഇത്തരത്തിൽ ഒരു സ്ട്രിപ്പ് കൺസിഡർ ചെയ്യുമ്പോൾ ആ ഒരു സ്ട്രിപ്പിൽ നമുക്കറിയാം എൻ്റയർ ഹെമിസ്ഫിയർ ആണ്, നമ്മളതിനെ കുറേ സ്ട്രിപ്പുകളായിട്ട് ഡിവൈഡ് ചെയ്തു. അത്തരത്തിൽ ഒരു സ്ട്രിപ്പിൻ്റെ ഏരിയ, അത്തരത്തിൽ ഇതാണ് ഒരു സ്ട്രിപ്പിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സ്ട്രിപ്പിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് ആണ് ഫോർമുല അല്ലേ. അപ്പോൾ ഇവിടെ ലെങ്ത് എന്ന് പറഞ്ഞാൽ 2πr വരും, അതിൻ്റെ സർക്കംഫറൻസ് വരും, ഇൻറ്റു വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ DR ആണ്. അപ്പോൾ 2πr DR ആയിരിക്കും ഈ സ്ട്രിപ്പിൻ്റെ ഏരിയ വരുന്നത്. അപ്പോൾ ആ സ്ട്രിപ്പിൽ തന്നെ ആക്ട് ചെയ്യുന്ന മുഴുവൻ ഫോഴ്സുകളോട് നിങ്ങളെടുത്ത് സം ചെയ്ത് കഴിഞ്ഞാൽ അതുകൊണ്ട് ഇങ്ങനെ നമുക്ക് ഒരു കോൺ ഷേപ്പിലായിരിക്കും വരുന്നത് അല്ലേ. അപ്പോൾ എല്ലാ സ്ട്രിപ്പിലുള്ള എല്ലാ പോയിന്റിലെയും കൂടെ ഫോഴ്സുകളും എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അറേഞ്ച്മെൻ്റ് ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ എല്ലാം ഹൊറിസോണ്ടൽ കമ്പോണൻസ് ക്യാൻസൽ ഔട്ട് ചെയ്ത് പോകും, ശരിയല്ലേ. പോയിട്ട് വെർട്ടിക്കൽ കമ്പോണൻറ്റ് മാത്രമേ കാണത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്ട്രിപ്പിലെ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് കണ്ടുപിടിക്കുമ്പോൾ അതിന് ഏത് കമ്പോണൻറ്റ് നോക്കിയാൽ മതി, നമ്മൾ അതിൻ്റെ വെർട്ടിക്കൽ കമ്പോണൻറ്റ് മാത്രം നോക്കിയാൽ മതി. ഇപ്പോൾ ഈ ആംഗിൾ തീറ്റയാണെന്ന് വിചാരിക്കുക. അപ്പോൾ അതുകൊണ്ട് ഈ ആംഗിളും തീറ്റയായിരിക്കും. അപ്പോൾ ഇവിടുത്തെ ഫോഴ്സ് നമ്മൾ അതായത് സ്ട്രിപ്പിൽ ഈ ഒരു പോയിന്റിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് നമുക്ക് DF ആയിട്ട് എടുക്കുവാണെങ്കിൽ നമുക്കിവിടെ DF cos θ മാത്രം എടുത്താൽ മതി, ശരിയല്ലേ. DF cos θ മാത്രം എടുത്താൽ മതി. അപ്പോൾ എന്തായാലും നമുക്ക് പെർഫെക്റ്റ്ലി റിഫ്ലക്റ്റിംഗ് സർഫസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പെർഫെക്റ്റ്ലി റിഫ്ലക്റ്റിംഗ് സർഫസ് ആയതുകൊണ്ട് റേഡിയേഷൻ പ്രഷർ അതായത് Pയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 2I/c ആണ് വരുന്നത്, വേർ I is ഇൻറ്റൻസിറ്റി, ശരിയല്ലേ. 2I/c ആണ് വരുന്നത്, I ഇൻറ്റൻസിറ്റി ആണ്, C സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം ആണ്. അതുകൊണ്ട് ആ ഒരു ചെറിയ സ്ട്രിപ്പിലെ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ DF is equal to എന്ത് വരും, P into DA എന്ന് വരും. ഓക്കെ അല്ലേ. ശരിക്കും പറഞ്ഞാൽ P into DA എന്ന് പറയുമ്പോൾ DA എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ കമ്പോണൻ്റ് ആണ്. കാരണം പ്രഷർ ഇൻറ്റു ഏരിയ എടുക്കുമ്പോൾ നമുക്കറിയാം ഫോഴ്സിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള കമ്പോണൻ്റ് ആണ് നമ്മൾ നോക്കുന്നത് പ്രഷർ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി അല്ലേ. അപ്പം സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഫോഴ്സിൻ്റെ കമ്പോണൻറ്റ് വേണം നോക്കാനായിട്ട് പ്രഷർ ഇവാലുവേറ്റ് ചെയ്യാൻ. അപ്പോൾ ഓൾറെഡി നമുക്ക് അങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്, ഫോഴ്സസ് പെർപെൻഡിക്കുലർ ടു സർഫസ് ആണ്. അതുകൊണ്ട് ജസ്റ്റ് DF is equal to P into DA എന്ന് എഴുതിയാൽ മതി. ഇനിയിപ്പോൾ നമുക്ക് DF is equal to P into DA ആണ്. സോ ദിസ് ഇസ് 2I/c into DA എന്ന് എഴുതാം, ശരിയല്ലേ. 2I/c into DA എന്ന് എഴുതാം. പക്ഷെ നമുക്ക് ഏത് കമ്പോണൻറ്റ് മതി, നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ DF cos θ മതി. സോ DF cos θ എന്ത് വരും, ദാറ്റ് ഈസ് ഈക്വൽ ടു 2I/c into cos θ into DA എന്ന് വരും. ഇനി cos θ ഈ എക്സ്പ്രഷനകത്ത് നോക്കുവാണെങ്കിൽ ഇവിടെ റൈറ്റ് ട്രയാങ്കിൾ ഉണ്ട്. ഇതിൽ നിങ്ങൾ cos θ ഇവാലുവേറ്റ് ചെയ്യുവാണെങ്കിൽ cos θ is equal to അഡ്ജസ്റ്റൻറ്റ് സൈഡ് അതായത് y ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് R വരും അല്ലേ. ഇനിയിപ്പോൾ y നമ്മൾ നോക്കുവാണെങ്കിൽ y is equal to √r² - r² ആണല്ലോ. അപ്പോൾ ഇതോർ 0 അപ്ലൈ ചെയ്യുവാണെങ്കിൽ സോ അതുകൊണ്ട് ദിസ് ഇസ് ഈക്വൽ ടു √r² - r² ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ R എന്ന് വരും. ഓക്കെ അല്ലേ. ഇനി DAയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 2πr into DR ആണ്. അപ്പോൾ അതോടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ദിസ് ഇസ് 2I/c into cos θ എന്ന് പറയുന്നത് √r² - r² ഡിവൈഡഡ് ബൈ R ആണ്. ഇൻറ്റു DA എന്ന് പറഞ്ഞാൽ എന്ത് വരും, DA എന്ന് പറഞ്ഞാൽ 2πr into DR ആണ്. ഓക്കെ ആണല്ലോ, 2πr into DR വരും. സോ ഇതാണ് നമ്മുടെ എക്സ്പ്രഷൻ വരുന്നത്. അപ്പം നമുക്ക് കോൺസ്റ്റൻറ്റ് ടേംസ് എല്ലാം ഒന്ന് മാറ്റി എഴുതാം. സോ 2I ഡിവൈഡഡ് ബൈ RC ഇൻറ്റു പിന്നെ നമുക്ക് ഒരു 2πയും കൂടെ ഉണ്ട്. അപ്പോൾ നമുക്ക് 4π ആയിട്ട് എഴുതാം. സോ ദിസ് ഇസ് 4πI ഡിവൈഡഡ് ബൈ RC ഇൻറ്റു പോയിട്ട് നമുക്ക് √r² - r² ഇൻറ്റു RdR എന്ന് പറഞ്ഞിട്ട് വരും. ഓക്കെ അല്ലേ. √r² - r² ഇൻറ്റു RdR. അപ്പോൾ ടോട്ടൽ കിട്ടാനായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, ഈ എക്സ്പ്രഷൻ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ മതി. അപ്പം എൻ്റയർ ഹെമിസ്ഫിയർ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെ തൊട്ട് എവിടം വരെ ഇൻറ്റഗ്രേറ്റ് ചെയ്യണം, നമ്മൾ 0 റേഡിയസ് വരെ തൊട്ടുള്ള ആൾ തൊട്ട് ക്യാപിറ്റൽ R റേഡിയസ് വരെയുള്ള ആളുകളെ വരെ നമ്മൾ കൺസിഡർ ചെയ്യണം അല്ലേ. സോ ഇത്രയും സ്ട്രിപ്പുകൾ നമ്മൾ കൺസിഡർ ചെയ്യണം. അതുകൊണ്ട് ടോട്ടൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ദിസ് ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ DF cos θ ആണ്. സോ ദിസ് ഇസ് ഈക്വൽ ടു 4πI ഡിവൈഡഡ് ബൈ RC ഇൻറ്റു നമുക്ക് ഇൻറ്റഗ്രൽ എന്ത് വരും, √r² - r² ഇൻറ്റു
ആർ ഡി ആർ എന്ന് പറഞ്ഞുകൊണ്ട് വരും. ആൻഡ് വെർ ആർ വേരിയസ് ഫ്രം 0 to ക്യാപിറ്റൽ ആർ. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ ഒരു ഇൻ്റഗ്രേഷൻ ചെയ്യാനായിട്ട് നമ്മളൊരു സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് നമുക്ക് അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ഈ ആർ സ്ക്വയർ മൈനസ് ആർ സ്ക്വയറിനെ യു സ്ക്വയർ എന്ന് വിളിക്കുവാണ്. അപ്പോൾ എനിക്ക് ആ റൂട്ട് അങ്ങ് കളയാം. അപ്പോൾ ആർ സ്ക്വയർ മൈനസ് ആർ സ്ക്വയറിനെ യു സ്ക്വയർ എന്ന് വിളിച്ചാൽ വി വിൽ ഗെറ്റ്, നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ -2r dr ഇസ് ഇക്വൽ ടു യു ഡി യു എന്ന് വരും. 2u du, ശരിയല്ലേ? അപ്പോൾ 2 നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ അതിൽ നിന്ന് ആർ ഡി ആറിന് പകരം നമുക്ക് -u × du എന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഇൻ്റഗ്രൽ മാത്രമായിട്ട് ഞാനൊന്ന് ചെയ്യുവാണ്. സോ ഇൻ്റഗ്രൽ √r² മൈനസ് ആർ സ്ക്വയർഡ് ഇൻറ്റു ആർ ഡി ആറിനെ നമുക്ക് എങ്ങനെ എഴുതാം? സോ ദിസ് ഇസ് ഈക്വൽ ടു മൈനസ് ഇൻ്റഗ്രൽ √r² മൈനസ് ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ √u² ആണ്. സോ ഇത് യു എന്ന് വരും. ഇൻറ്റു ആർ ഡി ആറിന് പകരം നമ്മൾ മൈനസ് ഇവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്, യു ഡി യു എന്ന് വരും അല്ലേ? സോ ദിസ് വിൽ ബിക്കം മൈനസ് ഇൻ്റഗ്രൽ u² du എന്ന് വരും. അപ്പോൾ നമുക്കറിയാം ഉത്തരം വരാൻ പോകുന്നത് എന്തായിരിക്കും? -u³/3 ആയിരിക്കും അല്ലേ? സോ ദിസ് ഇസ് -u³/3 വരും. ഇനി നമുക്ക് ആറിലോട്ട് ഇൻ്റഗ്രേഷൻ മാറ്റി എഴുതാം. അപ്പോൾ u³ ആണ് വരുന്നത്. സോ ദിസ് ഇസ് -u² ഇതാണെന്നുണ്ടെങ്കിൽ u എന്ന് പറഞ്ഞാൽ r² മൈനസ് ആർ സ്ക്വയർ ദ ഹോൾ റൈസ്ഡ് ടു 1/2 വരും. അപ്പോൾ അതിൻ്റെ ക്യൂബ് എടുക്കണം. അപ്പോൾ നമുക്ക് എന്ത് വരും? r² മൈനസ് ആർ സ്ക്വയർ ദ ഹോൾ റൈസ്ഡ് ടു 3/2 എന്ന് വരും, /3 എന്ന് വരും. ഇതാണ് നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ കിട്ടുന്നത്. അപ്പോൾ ആ റിസൾട്ട് മേലിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണെങ്കിൽ എഫ് എന്ത് വരും? അപ്പോൾ എഫ് ഇസ് ഈക്വൽ ടു നമുക്ക് 4πi/RC ഇൻറ്റു 4πi/RC ഇൻറ്റു, ഇപ്പോൾ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ ലിമിറ്റ് അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ -r² മൈനസ് ആർ സ്ക്വയർ ദ ഹോൾ റൈസ്ഡ് ടു 3/2 എന്ന് വരും, ഫ്രം 0 to r. ഓക്കെ അല്ലേ? സോ ദിസ് ഈസ് 4πi/RC ഇൻറ്റു, ആദ്യം ക്യാപിറ്റൽ ആർ ഇട്ട് കൊടുക്കാം. അപ്പം r = ക്യാപിറ്റൽ ആർ എന്ന് കൊടുത്താൽ r² മൈനസ് ആർ സ്ക്വയർ, ഉത്തരം 0 വരും. അപ്പം അപ്പർ ലിമിറ്റ് എടുക്കുമ്പോൾ 0 എന്നാണ് കിട്ടുന്നത്. മൈനസ്, പിന്നെ ഓൾറെഡി ഇവിടെ ഒരു മൈനസ് ഉണ്ട്. പിന്നെ നമുക്ക് ലോവർ ലിമിറ്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും? r² മൈനസ് 0 എന്ന് വരും. അപ്പോൾ r² ദ ഹോൾ റൈസ്ഡ് ടു 3/2 എന്ന് വരും, ശരിയല്ലേ? അപ്പോൾ മൈനസ് ഓഫ് r³ ദ ഹോൾ റൈസ്ഡ് ടു 3/2 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം r³ ആണ് വരുന്നത്. അപ്പോൾ r³/3 എന്ന് വരും. ഓക്കെ, സോ എഫിൻ്റെ എക്സ്പ്രഷൻ എന്ത് വരും? എഫ് ഇസ് ഈക്വൽ ടു 4πi/RC ഇൻറ്റു r³/3 എന്ന് വരും. അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ ഒരു ആറും ഇത് നമുക്ക് വേണ്ടി സ്ക്വയർ ആക്കാം. സോ ഇറ്റ് ഇസ് 4πr² ഇൻറ്റു i/3 ടൈംസ് c എന്ന് വരും. ഓക്കെ അല്ലേ? 4πr² i/3c എന്ന് വരും. ഇനിയിപ്പോൾ i നമുക്ക് ഇവാലുവേറ്റ് ചെയ്യണം. i ഇൻറ്റൻസിറ്റി ആണ് അല്ലേ? അപ്പോൾ ഇൻറ്റൻസിറ്റി ഡ്യൂ ടു എ പോയിന്റ് സോഴ്സ് ആണ്. അപ്പം ആ സ്പിയറിലുള്ള ഇൻറ്റൻസിറ്റി ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇൻറ്റൻസിറ്റി ഡ്യൂ ടു എ പോയിന്റ് സോഴ്സ് അറ്റ് എ ഡിസ്റ്റൻസ് r നമുക്ക് ഫോർമുല അറിയാം. അപ്പോൾ ഐയുടെ ഫോർമുല എന്ന് പറഞ്ഞാൽ i = p/4πr² ആണ്, വേർ p ഇസ് എ പവർ, ശരിയല്ലേ? p എന്ന് പറയുന്നത് ഇവിടുത്തെ പവർ ആണ് കേട്ടോ. p എന്ന് പറഞ്ഞാൽ പവർ ആണ്. അപ്പോൾ p/4πr². നമുക്ക് പിയുടെ എക്സ്പ്രഷൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ട്? നമുക്ക് p 24 വാട്ടാന്ന് തന്നിട്ടുണ്ട്. ആൻഡ് റേഡിയസ് 10 സെൻറ്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ p/4πr² ആണ്. സോ ദാറ്റ് ഇംപ്ലൈസ് 4πr² ഇൻറ്റു ഐക്ക് വരെ നമുക്ക് എന്ത് കൊടുക്കാം? ഇൻറ്റു ഐക്ക് വരെ നമുക്ക് p എന്ന് കൊടുക്കാം. ഓക്കെ ആണല്ലോ? ഇൻറ്റു നമുക്ക് p എന്ന് കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് എഫ് എന്ത് വരും? എഫ് ഇസ് ഈക്വൽ ടു p/3c എന്ന് വരും. അപ്പോൾ p നമുക്ക് തന്നിട്ടുണ്ട് 24 വാട്ടാണ്, /3 ഇൻറ്റു 10⁻⁸ എത്ര വരും? -10⁸8 വരും. സോ നമുക്കിത് വരുന്നത് 24/3 8 ആണ് വരുന്നത്. സോ 8 ഇൻറ്റു 10⁻⁻8 ന്യൂട്ടൺ എന്നാണ് നമുക്ക് ഉത്തരം വരുന്നത്. 8 ഇൻറ്റു 10⁻⁻8 ന്യൂട്ടൺ എന്നാണ് ഉത്തരം വരുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ 8 വരും അല്ലേ? അപ്പം കുറച്ച് ചെയ്യാനായിട്ടുണ്ടായിരുന്നു, പക്ഷേ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഡയറക്റ്റ് റേഡിയേഷൻ പ്രഷർ ഇൻറ്റു സർഫസ് ഏരിയ ഓഫ് ദ സ്പിയർ ചെയ്യാതിരുന്നാൽ മതി. കാരണം ഫോഴ്സുകളെല്ലാം സർഫസിൻ്റെ പെർപെൻഡിക്കുലർ ആയിട്ടാണ്. അപ്പോൾ നെറ്റ് ഫോഴ്സ് എടുക്കുമ്പോൾ നമ്മൾ റിസൾട്ടൻറ്റ് ഫോഴ്സ് വേണം എടുക്കാനായിട്ടെന്നുള്ള കാര്യം മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഇതിനകത്ത്. അപ്പോൾ അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 27. ആസ് പെർ ദ ഗിവൺ ഫിഗർ, ഇഫ് di/dt = -1 ആംപിയർ/സെക്കൻഡ്, ദെൻ ദ വാല്യൂ ഓഫ് VAB അറ്റ് ദ ഇൻസ്റ്റന്റ് വിൽ ബി. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഒരു ഇൻഡക്ടർ ഉണ്ട്. ഇൻഡക്ടർ ഉള്ള കൂടെ സർക്യൂട്ടാണ്. അപ്പോൾ ഒരു DC സർക്യൂട്ടാണ്. പക്ഷേ ഇതിനകത്തോടുള്ള കറണ്ട് വേരി ചെയ്യുന്നുണ്ട്. di/dt കറണ്ട് ചേഞ്ച് ചെയ്യുന്നുണ്ട്. ആൻഡ് di/dt നെഗറ്റീവ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ദാറ്റ് മീൻസ് കറണ്ട് കുറയുവാണ് ചെയ്യുന്നത് അല്ലേ? di/dt നെഗറ്റീവ് ആണെന്ന് പറഞ്ഞാൽ കറണ്ട് കുറയുവാണ് ചെയ്യുന്നത്. അപ്പോൾ കറണ്ട് കുറയുവാണെന്ന് പറയുമ്പോൾ നമുക്ക് വേണ്ട ഈ ഇൻഡക്ടറിനെ നമ്മൾ ഇവിടുന്ന് മാറ്റി വരയ്ക്കണം, ശരിയാണല്ലോ? അപ്പോൾ നമുക്കിപ്പോൾ തന്നിരിക്കുന്ന സർക്യൂട്ട് നമ്മളൊന്ന് വരയ്ക്കുവാണെങ്കിൽ എങ്ങനെ വരും?
അപ്പോൾ നമ്മൾ എയിൽ നിന്ന് ബിയിലോട്ട് ഈ സർക്യൂട്ട് വരയ്ക്കുവാണെങ്കിൽ വേണ്ട ഈ പോയിൻ്റാണ് എ എന്ന് വിചാരിക്കുക. അപ്പോൾ എയിൽ നിന്ന് പിന്നെ നമുക്ക് റെസിസ്റ്റർ ഉണ്ട് അല്ലേ, ഒരു 12 ഓമിൻ്റെ റെസിസ്റ്റർ ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ഇൻഡക്ടർ ഉണ്ട്. ഇൻഡക്ടർ കഴിഞ്ഞാൽ പിന്നെ നമുക്കുള്ളൊരു സെല്ലാണുള്ളത്. ഇത് ബി എന്ന് പറയുന്ന പോയിൻ്റാണ് അല്ലേ. അപ്പോൾ ഇത് ഇ ആണ്, 12 വോൾട്ടാണ് ഇതിൻ്റെ വാല്യൂ. ഇൻഡക്ടർ എൽ 6 ഹെൻറി ആണ് ഇതിൻ്റെ വാല്യൂ. ഓക്കെ, അപ്പോൾ എയിൽ നിന്ന് ബിയിലോട്ടൊരു കറണ്ട് ഉണ്ട്, 2 ആംപിയർ കറണ്ട്. ഓക്കെ ആണല്ലോ. ആൻഡ് കറണ്ട് ഡിക്രീസ് ചെയ്യുവാന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം di/dt എന്ന് പറഞ്ഞാൽ എത്ര തന്നിരിക്കുന്നത്, di/dt എന്ന് പറഞ്ഞാൽ -1 ആണ്. അപ്പോൾ di/dt ഈസ് ഈക്വൽ ടു -1 ആംപിയർ പെർ സെക്കൻഡ് ആണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം കറണ്ട് കുറയുവാണ്. കറണ്ട് കുറയുവാണെങ്കിൽ നമുക്കറിയാം ഇൻഡക്ടറുടെ കറണ്ടിൻ്റെ ചേഞ്ചിനെ ഒപ്പോസ് ചെയ്യും. അപ്പം ഇൻഡക്ടറിനെ അക്രോസുള്ള EMF കൃത്യമായിട്ട് കണ്ടെത്തണം. അപ്പോൾ അത് നമുക്കറിയാം ഇൻഡക്ടർ നമ്മളൊരു സെല്ലായിട്ട് റീപ്ലേസ് ചെയ്യുവാണ് ചെയ്യുന്നത് അല്ലേ. അപ്പം ഞാൻ ആ ഇൻഡക്ടർ മാത്രമായിട്ട് എടുക്കുവാണെങ്കിൽ ഇതുണ്ട്, ഈ ഇൻഡക്ടർ ഇതാണ്. അപ്പോൾ ഇതിനകത്തോട്ടുള്ള കറണ്ട് ഇതുണ്ട് ഈ ഡയറക്ഷനിലാണ് പോകുന്നത്. അപ്പോൾ കറണ്ട് ഡിക്രീസ് ചെയ്യുവാണ്. കറണ്ട് ഡിക്രീസ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഇൻഡക്ടർ എന്ത് ചെയ്യും, ഈ കറണ്ടിനെ ഇൻക്രീസ് ചെയ്യും. കാരണം എന്ത് ചേഞ്ചാണോ സംഭവിക്കുന്നത് അതിനെ ഒപ്പോസ് ചെയ്യാനായിട്ടാണ് ഇൻഡക്ടർ ശ്രമിക്കുന്നത്. അപ്പോൾ ഇതുണ്ട് ഇതിൻ്റെ അക്രോസുള്ള മാഗ്നിറ്റ്യൂഡ് നമുക്കറിയാം L × di/dt ആണ്. നമുക്ക് ആ പൊളാരിറ്റിയും കൂടെ കൃത്യമായിട്ട് കിട്ടിയാൽ മതി. അപ്പോൾ ഇതിനെ ഒരു സെല്ലായിട്ട് ഇമാജിൻ ചെയ്യുക. അപ്പോൾ ഇതുണ്ട് ഇതിന് ഈ ഇൻഡക്ടറിനകത്തുള്ള കറണ്ട് കുറയുവാണ് ചെയ്യുന്നത്, ശരിയല്ലേ. അപ്പം ഇങ്ങോട്ടേക്ക് പോകുന്ന കറണ്ടിനെ അത് ഇൻക്രീസ് ചെയ്യിക്കാൻ ശ്രമിക്കും. അപ്പോൾ ഇൻഡ്യൂസ്ഡ് കറണ്ടിൻ്റെ ഡയറക്ഷൻ ഏത് കറണ്ടിൻ്റെ ഡയറക്ഷൻ തന്നെയാണ്, ഒറിജിനൽ കറണ്ടിൻ്റെ ഡയറക്ഷൻ തന്നെയായിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പം ഈ ഒരു ഡയറക്ഷൻ തന്നെ കറണ്ട് ഫ്ലോ ഉണ്ടാവണം. ഈ ഒരു ഡയറക്ഷൻ തന്നെ കറണ്ട് ഫ്ലോ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഈ ഭാഗം പോസിറ്റീവും ഈ ഭാഗം നെഗറ്റീവുമായിരിക്കണം. ഓക്കെ ആണല്ലോ. ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറഞ്ഞാൽ കറണ്ടിനെ ഫേവർ ചെയ്യുവാണ് ചെയ്യുന്നത്. നമുക്ക് നോക്കിയറിയാം EMFിൻ്റെ ഡയറക്ഷൻ നെഗറ്റീവ് നിന്ന് പോസിറ്റീവിലോട്ടാണ്. സോ ദാറ്റ് ഷുഡ് ഫേവർ ദ കറണ്ട്. കാരണം കറണ്ട് കുറയുവാണ്, അതുകൊണ്ട് ഇൻഡ്യൂസ്ഡ് EMF എന്ത് ചെയ്യണം, കറണ്ടിനെ ഫേവർ ചെയ്യാൻ നോക്കണം, ശരിയല്ലേ. അപ്പം ഇതിനെ ഒരു സെല്ലായിട്ട് നമ്മൾ മാറ്റി വരയ്ക്കുവാണെങ്കിൽ ആ സെല്ലിൻ്റെ നെഗറ്റീവ് ഇവിടെയും പോസിറ്റീവ് ഇവിടെ ആയിട്ട് വരും, ശരിയല്ലേ. L × di/dt ആണ് ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിനെ ഒരു സെല്ലായിട്ട് മാറ്റി വരച്ചാൽ എങ്ങനെ വരും ഈ സർക്യൂട്ട്. സോ റെസിസ്റ്റർ ഉണ്ട്, പിന്നെ ഇൻഡക്ടർ വരെ നമ്മൾ ഇങ്ങനെ ഒരു സെല്ല് വരച്ചു. പിന്നെ ഇവിടെ വരുമ്പോൾ സെല്ലിൻ്റെ പൊളാരിറ്റിയിൽ ഒരു ചേഞ്ച് ഉണ്ട്, B A. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ വാല്യൂ എന്ന് പറഞ്ഞാൽ L × di/dt ആണ്. അപ്പോൾ ഇവിടെ di/dtയുടെ മാഗ്നിറ്റ്യൂഡ് നമ്മൾ എഴുതുന്നുള്ളൂ, കാരണം സൈൻ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് കഴിഞ്ഞു എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. ഇവിടെ E ആണ് അതിൻ്റെ വാല്യൂ. അപ്പോൾ നമ്മൾ വോൾട്ടേജ് ഇക്വേഷൻ എഴുതുവാണെങ്കിൽ VAB ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ എയിൽ നിന്ന് ബിയിലോട്ട് പോവുകയാണെങ്കിൽ VA -IR. അപ്പോൾ ഇവിടുത്തെ EMF പോസിറ്റീവാണ്. സോ +L × di/dt. പിന്നെ ഇവിടുത്തെ EMF നെഗറ്റീവാണ്. സോ -E = VB എന്ന് വരും. അപ്പോൾ നമുക്ക് VA - VB ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ VAB = VA - VB. അപ്പോൾ VA - VB എന്ന് പറയുമ്പോഴത്തേന് നമുക്ക് E + IR -L × മാഗ്നിറ്റ്യൂഡ് ഓഫ് di/dt എന്ന് വരും. ഓക്കെ, സോ നമുക്ക് E എന്ന് പറഞ്ഞാൽ 12 ആണ്, പ്ലസ് I എന്ന് പറഞ്ഞാൽ 2 ആണ് തന്നിട്ടുണ്ട്, ഇൻറ്റു റെസിസ്റ്റൻസിൻ്റെ വാല്യൂ നമുക്ക് എത്ര തന്നിരിക്കുന്നത്, റെസിസ്റ്റൻസ് 12 ഓം ആണ്, ഇൻറ്റു 12 ഓം മൈനസ് ഇൻഡക്റ്റൻസ് 6 ഹെൻറി ആണ്, ഇൻറ്റു di/dtയുടെ മാഗ്നിറ്റ്യൂഡ് 1 ആണ്, ശരിയല്ലേ. അപ്പം 12 + 24 നമുക്കറിയാം 36 - 6 30 വോൾട്ട് എന്നാണ് ഉത്തരം വരുന്നത്. 30 വോൾട്ടാണ് VAB വരുന്നത് അല്ലേ. അപ്പോൾ അതും എല്ലാവർക്കും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരിക്കണം, കാരണം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, ചെയ്ത് പഠിച്ചിട്ടുള്ളൊരു ചോദ്യമായിരിക്കും. അപ്പോൾ 30 വോൾട്ട് ആയിരിക്കും നമുക്ക് ഉത്തരം വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ എ സ്ക്രൂ ഗേജ് there are 100 divisions on a circular scale and the main scale moves by 0.5 mm on one complete rotation of the circular scale. The zero of the circular scale lies 6 divisions below the line of graduation when two studs are brought in contact with each other. When a wire is placed between the studs, 4 linear scale divisions are clearly visible, while 46th division, the circular scale coincide with the reference line. The diameter of the wire is. ഓക്കെ, അപ്പോൾ സ്ക്രൂ ഗേജ് എന്നുള്ള ചോദ്യമാണ്, എല്ലാം ഡയറക്റ്റ് ഫോർമുലയാണ് അല്ലേ, ഇതിനകത്ത് കൂടുതൽ കൺഫ്യൂഷൻ അടിക്കാനൊന്നുമില്ല. നമുക്ക് 100 ഡിവിഷൻസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ദ മെയിൻ സ്കെയിൽ മൂവ്സ് ബൈ 0.5 mm ഓൺ 1 കംപ്ലീറ്റ് റൊട്ടേഷൻ ഓഫ് ദ സർക്കുലർ സ്കെയിൽ. അപ്പോൾ സർക്കുലർ സ്കെയിലിൻ്റെ 1 കംപ്ലീറ്റ് റൊട്ടേഷനിലെ മെയിൻ സ്കെയിൽ എത്ര മൂവ് ചെയ്യും എന്നുള്ളത് 0.5 mm ആണ് തന്നിട്ടുണ്ട്. നമുക്കറിയാം അതിനെയാണ് നമ്മൾ പിച്ച് എന്ന് പറയുന്നത് അല്ലേ, അതിനെയാണ് നമ്മൾ പിച്ച് ഓഫ് ദി സ്ക്രൂ ഗേജ് എന്ന് പറയുന്നത്. അപ്പോൾ പിച്ച് ഇസ് ഈക്വൽ ടു ദ ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ദ മെയിൻ സ്കെയിൽ ഓൺ 1 കംപ്ലീറ്റ് റൊട്ടേഷൻ ഓഫ് ദ സർക്കുലർ സ്കെയിലാണ് വരുന്നത്. സോ അത് 0.5 mm ആണ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, 0.5 mm. ഇനി നമ്പർ ഓഫ് ഡിവിഷൻസ് ഓൺ ദ സർക്കുലർ സ്കെയിൽ നമുക്ക് തന്നിട്ടുണ്ട് 100 ആണ്. നമ്പർ ഓഫ് ഡിവിഷൻസ് ഓൺ ദ സർക്കുലർ സ്കെയിൽ 100 ആണ്. അപ്പോൾ പിച്ചും നമ്പർ ഓഫ് ഡിവിഷൻസ് ഓൺ സർക്കുലർ സ്കെയിലും കിട്ടുവാണെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, ലീസ്റ്റ് കൗണ്ട് കണ്ടുപിടിക്കാം. അപ്പോൾ ലീസ്റ്റ് കൗണ്ട് ഇസ് ഈക്വൽ ടു പിച്ച് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഡിവിഷൻസ് ഓൺ സർക്കുലർ സ്കെയിലാണ് ഫോർമുല.
സോ ഇറ്റ് ഇസ് 0.5 millimeter divided by 100 വരും. ഓക്കെ അല്ലേ? സോ ഇറ്റ് ഇസ് 5 × 10⁻³ millimeter ആണ് നമുക്ക് വരുന്നത്. ഓക്കെ അല്ലേ? 5 × 10⁻³ millimeter ആണ് നമുക്ക് ലീസ്റ്റ് കൗണ്ട് വരുന്നത്. ഇനി നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഈ രണ്ട് സ്റ്റഡുകളും, അതായത് ആ രണ്ട് പോയിന്റുകൾ നമ്മൾ കോൺടാക്റ്റിൽ കൊണ്ടുവന്ന് കഴിയുമ്പോൾ സീറോ ഓഫ് ദ സർക്കുലർ സ്കെയിൽ ലൈ 6 ഡിവിഷൻസ് ബിലോ ദ ലൈൻ ഓഫ് ഗ്രാജുവേഷൻ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ലൈൻ ഓഫ് ഗ്രാജുവേഷനിൽ നിന്ന് 6 ഡിവിഷൻസ് താഴെയാണ് ആര് വരുന്നത്? നമ്മുടെ സീറോ ഓഫ് ദ സർക്കുലർ സ്കെയിൽ വരുന്നത്. അപ്പോൾ സീറോ സർക്കുലർ സ്കെയിൽ ഗ്രാജുവേഷന് താഴെയാണെങ്കിൽ നമുക്കറിയാം സീറോ എറർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും വരുന്നത് അല്ലേ? കാരണം ഗ്രാജുവേഷൻ ലൈൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ സീറോ ഓഫ് സർക്കുലർ സ്കെയിലിനെക്കാട്ടിലും മുകളിൽ വന്നു എന്നല്ല എൻ്റെ അർത്ഥം. അപ്പോൾ അതുകൊണ്ട് സീറോ എറർ പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ സീറോ എറർ എന്ന് പറയുന്നത് എത്ര വരും? സീറോ എറർ എന്ന് പറഞ്ഞാൽ +6 ഡിവിഷൻസ് ആയിരിക്കും വരുന്നത്. സോ ദാറ്റ് ഇംപ്ലൈസ് സീറോ കറക്ഷൻ. അപ്പോൾ +6 ഡിവിഷൻ കൂടുതലാണെങ്കിൽ നമ്മൾ കറക്റ്റ് ചെയ്യാൻ എന്ത് ചെയ്യണം? -6 കൊടുക്കണം. അപ്പോൾ -6 ഡിവിഷൻസ് കൊടുക്കണം. അതുകൊണ്ട് സർക്കുലർ സ്കെയിലിൻ്റെ റീഡിങ്ങിൻ്റെ കൂടെ നമ്മൾ എന്തുകൂടെ ആഡ് ചെയ്യണം? ഒരു -6 കൂടെ ആഡ് ചെയ്യണം നമുക്ക് ഉത്തരം കിട്ടാനായിട്ട്. എന്നാലേ നമുക്കത് 0 ആക്കാൻ പറ്റുകയുള്ളൂ. ഓക്കെ അല്ലേ? ഇനി നമ്മളോട് പറയുന്നുണ്ട് ഒരു വയർ നമ്മൾ അതിൻ്റെ ഇടയിൽ വെച്ച് കഴിഞ്ഞാൽ, അതായത് വയറിൻ്റെ ഡയമീറ്റർ അളക്കാൻ വേണ്ടി അതിൻ്റെ ഇടയിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 4 ലീനിയർ സ്കെയിൽ ഡിവിഷൻ കാണാമെന്ന് പറയുന്നുണ്ട്. ലീനിയർ സ്കെയിൽ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ മെയിൻ സ്കെയിൽ ഡിവിഷനാണ്. നമുക്കറിയാം ഒരു മെയിൻ സ്കെയിൽ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ പിച്ചിൻ്റെ വാല്യൂ ആണ്, 0.5 millimeter ആണ്. അപ്പോൾ 4 മെയിൻ സ്കെയിൽ ഡിവിഷൻ കാണാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മെയിൻ സ്കെയിൽ റീഡിങ് എത്രയെന്ന് വരും? മെയിൻ സ്കെയിൽ റീഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് പിച്ച് ഇൻറ്റു നമ്പർ ഓഫ് മെയിൻ സ്കെയിൽ ഡിവിഷൻസ് ആണ്. അപ്പോൾ മെയിൻ സ്കെയിൽ ഡിവിഷൻസ് ഇൻറ്റു പിച്ച് ആണ് വരുന്നത്. അപ്പോൾ മെയിൻ സ്കെയിൽ ഡിവിഷൻ 4 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, ഇൻറ്റു 0.5 millimeter എന്ന് വരും. അപ്പോൾ നമുക്ക് 2 millimeter എന്ന് കിട്ടും. അപ്പോൾ മെയിൻ സ്കെയിൽ റീഡിംഗ് നമുക്ക് 2 millimeter ആണെന്ന് കിട്ടി. ഇനി സർക്കുലർ സ്കെയിൽ റീഡിംഗ് വരണം. സർക്കുലർ സ്കെയിൽ റീഡിംഗ് കിട്ടാനായിട്ട് 46ാമത്തെ ഡിവിഷനാണ് കോയിൻസൈഡ് എന്ന് പറയുന്നുണ്ട്. സർക്കുലർ സ്കെയിൽ 46ാമത്തെ ഡിവിഷനാണ് നമ്മുടെ റെഫറൻസ് ലൈനുമായിട്ട് കോയിൻസൈഡ് ചെയ്യുന്നത്. പക്ഷെ 46 എന്ന് എടുക്കരുത്, കാരണം 0 കറക്ഷൻ ഉണ്ട്, -6 എന്ന് വരും അല്ലേ? അപ്പോൾ 46 - 6 എന്ന് വരും, വിച്ച് ഇസ് ഈക്വൽ ടു 40 ഡിവിഷൻസ് എന്ന് വരും. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡയമീറ്ററിൻ്റെ ഫോർമുല അറിയാം. ഡയമീറ്റർ കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ റീഡിംഗ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ദാറ്റ് ഈസ് MSR + CSR × LC ചെയ്താൽ മതി അല്ലേ? സോ MSR 2 millimeter ആണ്, പ്ലസ് CSR എന്ന് പറയുന്നത് 40 × 5 × 10⁻³ എന്ന് വരും. സോ ദിസ് ഇസ് ഈക്വൽ ടു 2 + 40 × 5 നമുക്കറിയാം 200 വരും, ഇൻറ്റു 10⁻³ എന്ന് പറയുമ്പോൾ 0.2 millimeter എന്ന് വരും. സോ ഇറ്റ് ഈസ് 2.2 millimeter എന്നാണ് നമുക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് ആൻസർ എങ്ങനെയാണ് എഴുതേണ്ടത്? നമുക്ക് ഇൻറ്റു 10⁻² എന്ന് എഴുതണം. അപ്പം ഒരു 100 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് വരുന്നത് 220 × 10⁻² millimeter എന്നാണ് വരുന്നത്. ഓക്കെ അല്ലേ? 220 × 10⁻² millimeter എന്ന് വരും. സോ 220 ആണ് നമ്മുടെ ആൻസർ വരുന്നത്. ഇനി അടുത്തത്, ഇൻ ആൻ എക്സ്പെരിമെന്റ് ഫോർ എസ്റ്റിമേറ്റിംഗ് ദ വാല്യൂ ഓഫ് ഫോക്കൽ ലെങ്ത് ഓഫ് കൺവേർജിംഗ് മിറർ, ദ ഇമേജ് ഓഫ് ആൻ ഒബ്ജക്ട് ഇസ് പ്ലേസ്ഡ് അറ്റ് 40 cm ഫ്രം ദ പോൾ ആൻഡ് image of an object placed at 40 cm from the pole of the mirror is formed at a distance of 120 cm from the pole. The distances are measured with a modified scale in which there are 20 small divisions in 1 cm. The value of error in the measurement of focal length of the mirror is 1/k centimeter. The value of k is. അപ്പോൾ നല്ലൊരു ക്വസ്റ്റൻ ആണ് അല്ലെ? ഒരു സ്റ്റാൻഡേർഡ് ക്വസ്റ്റൻ ആണ്. നമുക്ക് ഏതാണ്ട് ഫോക്കൽ ലെങ്തിൻ്റെ എസ്റ്റിമേഷന് വേണ്ടിയിട്ട് നമ്മളൊരു എക്സ്പെരിമെൻറ്റ് ചെയ്യുവാണ്. അപ്പോൾ അതിനകത്ത് ഡിസ്റ്റൻസുകൾ മെഷർ ചെയ്യുന്ന സ്കെയിൽ ഒരു മോഡിഫൈഡ് സ്കെയിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. ആ മോഡിഫൈഡ് സ്കെയിലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ 1 cm നമ്മൾ 20 ഡിവിഷൻസ് ആയിട്ട് ഗ്രാജുവേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന സ്മോളസ്റ്റ് വാല്യൂ എത്രയായിരിക്കും? 1/20 cm ആയിരിക്കും അല്ലേ? അതിൻ്റെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത് 1/20 cm ആയിരിക്കും. അപ്പോൾ അത് നമ്മൾ അതിനകത്ത് എററായിട്ട് നമ്മൾ എടുക്കുവാണ്. അങ്ങനെയാണെങ്കിൽ വാല്യൂ ഓഫ് എറർ എന്ന മെഷർമെൻറ്റ് ഓഫ് ഫോക്കൽ ലെങ്ത് എത്രയാണെന്ന് ചോദ്യം. അപ്പോൾ നമുക്ക് ആദ്യം ഫോക്കൽ ലെങ്ത് കണ്ടുപിടിച്ച് നോക്കാം. നമുക്ക് വേണ്ട മക്കളെ തന്നിരിക്കുന്ന കൺവേർജിങ് മിറർ ആണ് കേട്ടോ. കൺവേർജിങ് മിറർ എന്ന് പറയുമ്പോൾ തെറ്റിക്കരുത്. കൺവേർജിങ് ലെൻസ് ആണെങ്കിൽ കോൺവെക്സ് ലെൻസ് ആണ്. കൺവേർജിങ് മിറർ എന്ന് പറയുമ്പോൾ അത് കോൺകേവ് മിറർ ആണ്. ശരിയല്ലേ? കോൺകേവ് മിറർ ആണ്. കോൺകേവ് മിറർ ആകുമ്പോഴത്തേക്കിനും നമുക്കറിയാം അതിനകത്ത് F, U, V ഇതെല്ലാം നെഗറ്റീവ് ആയിരിക്കും എന്നുള്ള കാര്യം നമുക്കറിയാം. ശരിയല്ലേ? അപ്പോൾ എന്തായാലും നമുക്ക് U 40 cm ആണെന്ന് തന്നിട്ടുണ്ട്. U is equal to -40 cm ആണ്. ആൻഡ് V is equal to -120 cm ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 1/f നമ്മുടെ മിറർ ഇക്വേഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ 1/f is equal to 1/u + 1/v ആണ്. സോ ഇറ്റ് ഇസ് -1/40 - 1/120 എന്ന് വരും. അപ്പോൾ ചെയ്ത് നമുക്ക് -1/30 എന്ന് വരും. ഓക്കെ അല്ലേ? സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് എന്ന്. അതിൽ നിന്ന് എഫ് നമുക്ക് എത്രയെന്ന് കിട്ടി? -30 സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് എന്ന് കിട്ടി. എഫ് is equal to -30 സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് എന്ന് കിട്ടി. ഓക്കെ ആണല്ലോ. ഇനിയിപ്പം ഈ യുവും വിയും നമ്മൾ മെഷർ ചെയ്യാനായിട്ട് എടുത്ത, അത് യുവും വിയും ആണല്ലോ ഇതിനകത്ത് ഡിസ്റ്റൻസുകളായിട്ടുള്ളത്. അപ്പോൾ അത് മെഷർ ചെയ്യാൻ എടുത്ത സ്കെയിലിൽ 1 സെൻറ്റിമീറ്ററിൽ 20 ഡിവിഷൻസ് ഉണ്ട്.
ഓക്കെ അല്ലേ? അപ്പോൾ 1 സെൻറ്റിമീറ്ററിന് 20 ഡിവിഷൻസ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അതിൽ നിന്ന് മെഷർ ചെയ്യാൻ പറ്റുന്ന സ്മോളസ്റ്റ് ഡിവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ എറർ ആണല്ലോ. അപ്പോൾ അത് നമുക്ക് തന്നിട്ട് 1/20 ആണ് വരുന്നത് അല്ലേ? അപ്പോൾ ലീസ്റ്റ് കൗണ്ട് നമുക്ക് 1/20 ആണെന്നറിയാം. ലീസ്റ്റ് കൗണ്ട് എന്ന് പറഞ്ഞാൽ 1/20 സെൻറ്റിമീറ്റർ. ഇതാണ് നമ്മൾ ഇതിനകത്ത് എറർ ആയിട്ട് എടുക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ എന്തായാലും നമ്മുടെ എക്സ്പ്രഷൻ ഒന്നുകൂടെ നോക്കിയാൽ 1/f = 1/u + 1/v. അപ്പോൾ ഇതിനകത്ത് എഫിൻ്റെ എററാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എന്ത് വരും? 1/fൻ്റെ ഡെറിവേറ്റീവ് എടുത്താൽ -1/f² df is equal to -1/u² du -1/v² dv എന്ന് വരും. അപ്പോൾ ത്രൂ ഔട്ട് നെഗറ്റീവ് മുഴുവൻ ക്യാൻസൽ ആക്കാം. അപ്പോൾ df/f² is equal to du divided by u² plus dv divided by v² എന്ന് വരും. ഓക്കെ അല്ലേ? അപ്പോൾ അതിൽ നിന്ന് df ആണ് കണ്ടുപിടിക്കേണ്ടത്. എറർ ഇൻ ദ മെഷർമെൻറ്റ് ഓഫ് ഫോക്കൽ ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ദാറ്റ് ഈസ് f² du divided by u² plus dv divided by v² എന്ന് വരും. അപ്പോൾ ഡിയും ഡിവിയും ആ ഡിസ്റ്റൻസുകൾ, ഒബ്ജക്ട് ഡിസ്റ്റൻസ്, ഇമേജ് ഡിസ്റ്റൻസ് മെഷർ ചെയ്തതിലുള്ള എററാണ്. അതെന്ന് പറഞ്ഞാൽ 1/20 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ du = dv = 1/20 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ df എന്ത് വരും? df = f² എന്ന് പറയുമ്പോൾ 30യുടെ സ്ക്വയർ വരും. അപ്പോൾ 30² ഇൻറ്റു ഡിയും ഡിവിയും സെയിം ആണ്, 1/20 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഡിവൈഡഡ് ബൈ 20 എന്ന് എഴുതാം. ഇൻറ്റു 1/u². അപ്പോൾ 1/40² പ്ലസ് 1/v എന്ന് പറഞ്ഞാൽ 120 ആണ്. അപ്പോൾ 120² വരും. സോ ദിസ് ഇസ് df = നമുക്ക് 900 ഡിവൈഡഡ് ബൈ 20 വരും. സോ ഇറ്റ് ഇസ് 90/2 ഇൻറ്റു നമുക്ക് ഒരു 1/40² കൂടെ പുറത്തെടുത്ത് കഴിഞ്ഞാൽ അത് 1/1600 പുറത്തെടുത്താൽ നമുക്ക് 1 + 12ൻ്റെ സ്ക്വയർ 144 ആണ്. അപ്പം ഒരു 1600 പുറത്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് 1/9 എന്ന് വരും. ഓക്കെ അല്ലേ? സോ നമുക്ക് ഇതിനകത്ത് രണ്ട് ഒരു 0 കൂടെ നമുക്ക് ക്യാൻസൽ ചെയ്യാം. സോ df = 9 ഡിവൈഡഡ് ബൈ 320 ഇൻറ്റു 10/9 എന്ന് വരും. ഓക്കെ അല്ലേ? അപ്പോൾ വേണ്ട നമുക്ക് എത്ര കിട്ടി? 1/32 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. അപ്പോൾ നമ്മളോട് 1/k സെൻറ്റിമീറ്റർ ആണെന്നാണ് ചോദ്യത്തിൽ പറഞ്ഞത്. അതിൽ നമുക്ക് കെയുടെ വാല്യൂ 32 ആണെന്ന് കിട്ടും. കെയുടെ വാല്യൂ 32 ആണെന്ന് കിട്ടും. വാല്യൂ ഓഫ് k ഈസ് 32. ഓക്കെ. ഇനിയിപ്പോൾ നമ്മുടെ ഫൈനൽ ക്വസ്റ്റ്യൻ, തിൻ യൂണിഫോം റോഡ് ഓഫ് ലെങ്ത് 2 മീറ്റർ, ക്രോസ് സെക്ഷൻ ഏരിയ A and density D is rotated about an axis passing through the center and perpendicular to its length with angular velocity omega. If the value of omega in terms of its rotation kinetic energy E is root of alpha E by AD, then the value of alpha is. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്കൊരു തിൻ യൂണിഫോം റോഡ് ഉണ്ട്, ലെങ്ത് 2 മീറ്റർ ആണ്, ക്രോസ് സെക്ഷൻ ഏരിയ A ആണ്, ഡെൻസിറ്റി D ആണ്, and it is rotated about an axis passing through the center and perpendicular to the length. അല്ലേ? എന്ന് പറയുമ്പോൾ എന്താ മക്കളെ പറഞ്ഞിരിക്കുന്നത്? നമുക്ക് വേണ്ട ഒരു റോഡുണ്ട്. അപ്പോൾ ആ റോഡിൻ്റെ ലെങ്ത് 2 മീറ്റർ ആണ്. അപ്പം ഇതിൻ്റെ ആക്സിസിന്, ഇതിൻ്റെ ലെങ്ത്തിന് പെർപെൻഡിക്കുലർ ആയിട്ട് പോകുന്ന ഒരു ആക്സിസിന് എബോട്ടായിട്ട് ഇതിനെ നമ്മൾ റൊട്ടേറ്റ് ചെയ്തിരിക്കുവാണ്. ഓക്കെ, അറ്റ് ആൻ ആംഗുലാർ വെലോസിറ്റി ഒമേഗ. അങ്ങനെയാണെങ്കിൽ ഈ ആംഗുലാർ വെലോസിറ്റിയുടെ എക്സ്പ്രഷൻ ഇൻ ടേംസ് ഓഫ് റൊട്ടേഷൻ കൈനറ്റിക് എനർജിയാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് റൊട്ടേഷൻ കൈനറ്റിക് എനർജി കണ്ടുപിടിക്കേണ്ടി വരുമല്ലോ. അപ്പോൾ ഈ ആക്സിസിന് എബോട്ടായിട്ടുള്ള ഈ റോഡിൻ്റെ റൊട്ടേഷൻ കൈനറ്റിക് എനർജി, അതായത് ഇ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇയുടെ വാല്യൂ എന്തായിരിക്കും? നമുക്കറിയാം റൊട്ടേഷൻ കൈനറ്റിക് എനർജി ½ I × ω² ആണ്. I എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈ ആക്സിസിന് എബോട്ട് ആയിട്ടുള്ള റോഡിൻ്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ ആയിരിക്കും. അപ്പോൾ ഒരു യൂണിഫോം തിൻ റോഡിൻ്റെ സെൻറ്ററിൽ കൂടെ പോകുന്ന അതിൻ്റെ ലെങ്തിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആക്സിസിന് എബോട്ടായിട്ട് ഉള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യയുടെ വാല്യൂ നമുക്കറിയാം. I എന്ന് പറഞ്ഞാൽ ml²/12 ആണ് അല്ലേ? ml²/12 ആണ് വരുന്നത്. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണെങ്കിൽ E is equal to 1/2 × ml² ഡിവൈഡഡ് ബൈ 12 × ω² എന്ന് വരും, വിച്ച് ഇസ് ഈക്വൽ ടു ml² ω² ഡിവൈഡഡ് ബൈ 24 എന്ന് വരും. ഇനി നമുക്ക് മാസിൻ്റെ ടേംസിലല്ല, പകരം ഡെൻസിറ്റിയും അതുപോലെ തന്നെ ഏരിയയുടെയും ടേംസിലോട്ടാണ് കൊണ്ടുവരേണ്ടത്. അതുകൊണ്ട് മാസിനെ നമുക്ക് എങ്ങനെ എഴുതാം? മാസ് ഇസ് ഈക്വൽ ടു ഡെൻസിറ്റി ഇൻറ്റു വോളിയം ആണ്. സോ ഇറ്റ് ഇസ് ഡെൻസിറ്റി നമുക്ക് D ആയിട്ടാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഡെൻസിറ്റി ഇൻറ്റു വോളിയം എന്ന് പറഞ്ഞാൽ ക്രോസ് സെക്ഷൻ ഏരിയ ഇൻറ്റു ലെങ്ത് ആണ്. ഓക്കെ അല്ലേ? ക്രോസ് സെക്ഷൻ ഏരിയ ഇൻറ്റു ലെങ്ത് ആണ്. അപ്പോൾ എമ്മിന് വരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ E is equal to DAL³ ഇൻറ്റു ω² ഡിവൈഡഡ് ബൈ 24 എന്ന് വരും. ഓക്കെ ആണല്ലോ? ഇനിയിപ്പോൾ വേണ്ട നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമുക്ക് L എത്ര തന്നിട്ടുണ്ട്? L നമുക്ക് 2 മീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ അല്ലേ? L 2 മീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ L³ 8 വരും. സോ വിൽ ഗെറ്റ് E is equal to DA ഇൻറ്റു 8 ഇൻറ്റു ω² ഡിവൈഡഡ് ബൈ 24 എന്ന് വരും. സോ വെട്ടി നമുക്ക് 3 വരും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു DA ω² ഡിവൈഡഡ് ബൈ 3 എന്ന് വരും. അപ്പോൾ ω²ൻ്റെ എക്സ്പ്രഷൻ എന്ത് വരും? ω² is equal to 3E ഡിവൈഡഡ് ബൈ AD എന്ന് വരും. സോ ദാറ്റ് ഇംപ്ലൈസ് ω is equal to root of 3E ഡിവൈഡഡ് ബൈ AD എന്ന് വരും.
ഓക്കെ ആണല്ലോ. ഒമേഗ ഇസ് ഇക്വൽ ടു √3e ഡിവൈഡഡ് ബൈ AD എന്ന് വരും. അപ്പം ആൽഫ E/AD എന്നാണ്, അതുകൊണ്ട് ആൽഫയുടെ വാല്യൂ 3 ആയിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്കുള്ളത്. അപ്പോൾ ക്വസ്റ്റ്യൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് കുറേ ഉണ്ടായിരുന്നു ഈ ഒരു സെഷനിൽ അല്ലേ. നമുക്ക് ഡയറക്റ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഏതാണ്ട് ഒരു 75% നമുക്ക് പെട്ടെന്ന് ഉത്തരത്തിലോട്ട് എത്താൻ പറ്റുന്ന, അല്ലെങ്കിൽ ഒരു JEE മെയിൻ സെഷൻ ലെവലിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടാവുന്ന സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനപ്പുറത്തോട്ട് കുറച്ച് ചെയ്യേണ്ടി വന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ ഉണ്ടായിരിക്കത്തുള്ളൂ. കുറച്ചൊരു 2 to 3 ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരിക്കത്തുള്ളൂ. ഒരു പക്ഷേ കണ്ടു പരിചയമില്ലാത്ത ക്വസ്റ്റ്യൻസ് ആയിട്ട് വന്നിട്ടുണ്ടാവുക. അപ്പം അങ്ങനെ അപ്പം വീട്ടിലിരുന്ന് പ്രിപ്പയർ ചെയ്യുന്നവർക്കാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഒരു ആവറേജ് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ഉത്തരത്തിലോട്ട് എത്താനായിട്ടൊക്കെ സാധിക്കും. അപ്പം ക്വസ്റ്റ്യൻസിൻ്റെ ഡിസ്കഷനെല്ലാം നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. അപ്പം ഈ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം കഴിയാത്തോളം നിങ്ങൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. കാരണം ഈ ഒരു പാറ്റേണിലൊക്കെ തന്നെയായിരിക്കും അപ്പം നമ്മൾ അടുത്ത പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എക്സ്പെക്ട് ചെയ്യുന്നത്. സോ താങ്ക് യു സോ മച്ച് ഫോർ watching this video, and thank you.